വളരെ പരിചിതമായ വേദഭാഗമാണ് നമ്മൾ ഇന്ന് രാത്രിയിൽ വായിച്ചത്. ഇന്ന് രാത്രി വായിച്ച വേദഭാഗത്തോട് നീതി പുലർത്തുന്ന ആ ഒരു അനുഭവത്തിലേക്ക് അല്പസാക്ഷ്യത്തിലൂടെ കയറിപ്പോകാമെന്ന് ഞാൻ ആശിക്കുന്നു. അങ്ങനെ ഒരു നിയോഗം. വർഷങ്ങൾക്ക് മുമ്പാണ് മുനിയറയിൽ ഞാൻ കൺവെൻഷൻ പ്രസംഗിക്കാൻ വന്നിട്ടുള്ളത്. മുനിയറ കൺവെൻഷൻ വന്നിട്ടുണ്ട്. ആ സ്ഥലമല്ല ഈ സ്ഥലം എന്ന് തോന്നുന്നു. ഇത് തന്നെയാണോ? അല്ല, വേറെ. അതുകൊണ്ട് ഈ ശബ്ദപരിധിയിൽ കേൾക്കുന്ന കേൾവിക്കാരോട് ഒന്ന് രണ്ട് വാക്കുകളിൽ പരിചയപ്പെടുത്താൻ ആശിക്കുന്നു. കർത്താവിൻ്റെ ദാസന്മാരിവിടെ എന്നെ പരിചയപ്പെടുത്തിയപ്പോൾ പേര് പറഞ്ഞു ഷമീർ കൊല്ലം എന്നാണ് പറഞ്ഞത്. അപ്പൊ ഈ പേര് കേൾക്കുമ്പോൾ തന്നെ ആളുകൾക്കറിയാം ഒരു പാരമ്പര്യ ക്രിസ്ത്യാനിയാകാൻ ഒരു സാധ്യതയും ഇല്ലാത്ത പേരാണ്. ശരിയാണ്, ഒരു പരമ്പരാഗത ഇസ്ലാമിക കുടുംബത്തിലാണ് ജനിച്ചു വളർത്തപ്പെട്ടത്. എൻ്റെ വീട്ടിൽ ബാപ്പയും ഉമ്മയും, രണ്ട് പെങ്ങന്മാരും, അമ്മയുടെ ചേച്ചി, ഞങ്ങളുടെ ഭാഷയിൽ വല്യുമ്മ എന്ന് വിളിക്കും, നിങ്ങൾ വല്യമ്മച്ചി എന്നൊക്കെ പറയുന്ന പോലെ, അങ്ങനെ ഒരു കുടുംബത്തിലാണ് ജനിച്ചു വളർത്തപ്പെട്ടത്. വളരെ ചെറിയ പ്രായത്തിൽ തൊപ്പിയൊക്കെ ഇട്ട് മദ്രസയിലേക്ക് കടന്നുപോയ ബാല്യകാലം. മുസ്ലിം സഹോദരങ്ങൾ പാർക്കുന്ന ദേശത്തുള്ളവർക്കറിയാം, രാവിലെ 6:30, 7 മണി, 7:30 ഒക്കെ ആകുമ്പോൾ പിള്ളേരിങ്ങനെ തൊപ്പിയൊക്കെ ഇട്ട് വരി വരിയായി പോകുന്ന ഒരു ചന്തമുള്ള കാഴ്ചയാണ്. ഞാനും എൻ്റെ സഹോദരിമാരും ഒക്കെ മദ്രസയിൽ കടന്നുപോയ ബാല്യകാലം. എന്തിനാ പോയത് എന്ന് ചോദിച്ചാൽ ഇന്ന് രാത്രി പറയാം. മത പഠനത്തിനായിട്ടാണ് പോയത്. എന്തിനാ പോയത്? അതെല്ലാവരും ഓർമ്മയിലിരിക്കണം. എന്തിനാ പോയത്? മതപഠനത്തിന്. നിങ്ങൾ നാട്ടിലെ മുസ്ലിം സഹോദരങ്ങളോട് ചോദിച്ചാലും പേടിക്കൊന്നും വേണ്ട, അവരും അത് തന്നെ പറയുള്ളൂ. എന്തിനാ പോകുന്നത്? മതപഠനത്തിനാ. എന്ന് പറഞ്ഞാൽ ജനിപ്പിച്ച അപ്പനേക്കാളും പ്രസവിച്ച അമ്മയെക്കാളും എല്ലാം ഒന്നാം സ്ഥാനം എന്തിനു കൊടുക്കണമെന്ന് പഠിച്ചു? മതത്തിന്, ദീനിന് കൊടുക്കണമെന്ന് പഠിച്ചു. അങ്ങനെയാ ബാല്യകാലം മുന്നോട്ട് പോകുന്നത്. അങ്ങനെ മതത്തിനു വേണ്ടി എന്തും ഏതുമായി തീരണമെന്ന് പറഞ്ഞ ആശയം തലച്ചോറിൻ്റെ അകത്ത് കയറി വളർന്ന ബാല്യകാലം. അപ്പൊ എൻ്റെ തലച്ചോറിൻ്റെ അകത്തുള്ള ചിന്ത എന്താ? മുസ്ലിങ്ങൾക്കൊരു ദൈവമുണ്ട്, അള്ളാഹു. ക്രിസ്ത്യാനികൾക്കൊരു ദൈവമുണ്ട്, യേശു ക്രിസ്തു. ഹൈന്ദവ സഹോദരങ്ങൾക്ക് ആവശ്യത്തിലേറെ ദൈവങ്ങൾ ഉണ്ട്. ഇതായിരുന്നു ബാല്യകാലത്തെ ചിന്താഗതി. അങ്ങനെ ജീവിച്ചു വന്ന യൗവന കാലഘട്ടത്തിലെത്തിയപ്പോൾ ജീവിതത്തിൽ ദൈവം കടത്തിവിട്ട ചില അനുഭവങ്ങൾ നിമിത്തം 2002 ഈ വിശുദ്ധ വേദപുസ്തകം കരങ്ങളിൽ എടുക്കുവാൻ ദൈവം ഭാഗ്യം നൽകി. പറഞ്ഞ പദം ശ്രദ്ധിക്കണം. ദൈവം കടത്തിവിട്ട അനുഭവങ്ങൾ നിമിത്തം എന്ന് പറഞ്ഞാൽ വേദപുസ്തകത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, യഹോവ നല്ലവനെന്ന്. എങ്ങനെ? രുചിച്ചറിയണം, ദൈവത്തെ അനുഭവിച്ചറിയണം. പലരും തിയോളജി പഠിച്ച് ദൈവത്തെ അറിയാൻ ശ്രമിക്കുന്നുണ്ട്. നമ്മൾ സോഷ്യൽ മീഡിയ ഒക്കെ തുറന്നു കഴിഞ്ഞാൽ ഇപ്പം സംവാദങ്ങളാണ്. യേശു ദൈവമാണോ? യേശു പ്രവാചകനാണോ? 3 ദൈവമുണ്ടോ? ഒറ്റ ദൈവമുള്ളോ? ഇങ്ങനെയെല്ലാം ചർച്ചകളാണ്. ഈ സംവാദങ്ങൾ നടത്തിയിട്ട് എൻ്റെ ഓർമ്മയിൽ ഇന്ന് വരെ ഒരു ടീമും ഞങ്ങൾ തോറ്റു അവർ ജയിച്ചു എന്ന് പറഞ്ഞ ചരിത്രം കേട്ടിട്ടില്ല. സംവാദം കഴിയുമ്പോൾ ഒരു വിഭാഗം പറയും ഞങ്ങൾ ജയിച്ചു, മറ്റവർ തോറ്റു. മറ്റവർ പറയും ഞങ്ങൾ ജയിച്ചു, അവർ തോറ്റു. അല്ലാതെ ഞങ്ങൾ തോറ്റു അവർ പറഞ്ഞ ശരിയാണെന്ന് ഇന്ന് വരെ ആരും പറഞ്ഞു കേട്ടിട്ടില്ല. എല്ലാവരും അവരവരുടെ ഭാഗം ജയിച്ചെന്നേ പറയാറുള്ളൂ. എന്നാൽ വേദപുസ്തകം പറയുന്നു ദൈവത്തെ എന്ത് ചെയ്യണം? അനുഭവിച്ചറിയണം. ആ അനുഭവത്തെയാണ് പെന്തക്കോസ്തുകാരുടെ ഭാഷയിൽ സാക്ഷ്യം എന്ന് വിളിക്കുന്നത്. സാക്ഷ്യം പറയാനൊക്കെ എനിക്കും താല്പര്യമാണ്, കേൾക്കാൻ നിങ്ങൾക്കും താല്പര്യമാണ്. പക്ഷേ ഈ ഒരു ദിവസത്തെ യോഗത്തിനൊന്നും പറയാൻ തുനിയത്തില്ല. കാരണം അനുഭവങ്ങൾ പറഞ്ഞു വരുമ്പോൾ പിന്നെ വചനം പ്രസംഗിക്കാനുള്ള നേരം പോകും. എങ്കിലും ആവശ്യത്തിന് ഇടയ്ക്ക് പുട്ടിന് തേങ്ങ എന്ന പോലെ ഇടയ്ക്കിടാം. അപ്പം ശ്രദ്ധിച്ചേ, അങ്ങനെ അനുഭവത്തിലൂടെ 2002 ബൈബിൾ കരങ്ങളിലെടുത്തു. ഇതിൻ്റെ അകത്ത് എന്താ പഠിപ്പിക്കുന്നതെന്ന് അറിയാനുള്ള ഒരു ആശയുണ്ടായി. അങ്ങനെ ഞാനിത് രഹസ്യമായിട്ട് വായിക്കാൻ തുടങ്ങി. അപ്പൊ പാരമ്പര്യ ചിട്ടകളനുസരിച്ച് നമസ്കാരവും നോമ്പും ഒക്കെ ആയിട്ട് ജീവിക്കുന്ന 2 ജീവിതങ്ങൾ അവിടെ ഉണ്ട്. എൻ്റെ ഉമ്മയും വല്യുമ്മയും ഇച്ചിരി കട്ടിയ. അപ്പൊ അതുകൊണ്ട് ബൈബിള് രഹസ്യമായി വായിച്ചപ്പോൾ ഉമ്മ കണ്ടുപിടിച്ചു. ബൈബിൾ എടുത്ത് കട്ടിലിനടിയിലോട്ട് ഒറ്റ ഏറ് വെച്ചു കൊടുത്തു.
എന്നിട്ട് എൻ്റെ ഉമ്മ നിലവിളിച്ചു കരഞ്ഞു, എൻ്റെ റബ്ബേ, ആവശ്യമില്ലാത്ത ഇബ്ലീസിനെയൊക്കെ വീട്ടിൻ്റെ അകത്ത് വിളിച്ചു കയറ്റാൻ ഇവൻ ഈ പരിപാടിയും കൊണ്ട് ഇറങ്ങിയേക്കുകയാണല്ലോ എൻ്റെ പടച്ചവനെ എന്നും പറഞ്ഞ് ഉമ്മ ആകപ്പാട് ബഹളമുണ്ടാക്കി. ഇന്ന് രാത്രി ഉച്ചഭാഷണിയിലൂടെ മുനിയറ ദേശത്തോട് അഭിമാനത്തോടെ പറയാം, അന്ന് ബൈബിൾ വലിച്ചെറിഞ്ഞ എൻ്റെ ഉമ്മ ജമീല ബീവി ഇന്ന് എവിടെ പ്രാർത്ഥനയുണ്ടെന്ന് തപ്പി നടക്കുക. സന്തോഷമുണ്ടോ? ഈ ചില കമ്പനിക്കാരൊരു പരസ്യം പറയാറുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഞങ്ങൾക്ക് മറ്റു ബ്രാഞ്ചുകൾ ഇല്ല എന്ന് പറയുന്ന പോലെ ഈ പുസ്തകത്തിന് മാത്രമുള്ള ഒരു പ്രത്യേകത പറയട്ടെ, ഇതിനെ എതിർക്കുന്നവനെല്ലാം ഇത് ചുമക്കും. നിങ്ങളുടെ സന്തോഷം പോരാ. ഇതിനെ എതിർക്കുന്നവനെല്ലാം ഇത് ചുമക്കും. അത് ഈ പുസ്തകത്തിന്റെ മാത്രം പ്രത്യേകതയാണ്. മുനിയറക്കാരെ, ഈ പുസ്തകത്തിലെ ദൈവത്തിന് പ്രതികാര നടപടിയില്ല. എന്തില്ല? പ്രതികാര നടപടിയില്ല. ഒരാൾ പ്രാർത്ഥിക്കുക, യേശുവേ, അപ്പുറത്തെ വീട്ടിലെ ചാക്കോച്ചൻ എനിക്ക് വലിയ ശല്യമാ, ആ ചാക്കോച്ചൻ്റെ തലയ്ക്ക് ഒരു ഇടി വെട്ടിക്കണമെന്ന് പ്രാർത്ഥിച്ചാൽ ചിലപ്പോൾ നിന്റെ തലയുടെ ഇടി വെട്ടാൻ സാധ്യതയുണ്ട്. അങ്ങനെ മറ്റൊരുത്തിന് ദോഷം വരുത്താൻ പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമല്ല വേദപുസ്തകത്തിലെ ദൈവം. ഈ പുസ്തകത്തിലെ ദൈവത്തിന് പ്രതികാര നടപടിയൊന്നുമില്ല. പക്ഷേ ഈ പുസ്തകത്തിനൊരു പ്രത്യേകതയുണ്ട്. എന്താ? ഇതിനെ എതിർക്കുന്നവനെല്ലാം ഇത് ചുമക്കും. ഞാൻ പരസ്യോഗത്തിലാണെങ്കിൽ ഒന്നുകൂടെ ആവേശത്തിൽ പറയുന്നൊരു വാചകം പറയാം. ഭൂമിയിൽ കൊട്ടേഷൻ സംഘമില്ലാത്ത ഒരേ ഒരു ദൈവം ഞാൻ പ്രസംഗിക്കുന്ന യേശു ക്രിസ്തുവാണ്. ഈ പുസ്തകത്തിലെ ദൈവത്തിന് ഭൂമിയിൽ കൊട്ടേഷൻ സംഘമില്ല. ഉണ്ടോ ദൈവാസന്മാരെ? ഇപ്പോൾ ഈ യേശുവിനെ ആർക്കും എന്തും പറയാം, അല്ലേ? എന്തെല്ലാം പറയുന്നു. ഈ യേശുവിനെ എന്തും പറയാം. അതിൻ്റെ പേര് നാളെ ട്രാൻസ്പോർട്ടിന് കല്ലെറിയത്തില്ല, ഹർത്താലിന് കൊടി പിടിക്കത്തില്ല, മുണ്ടും മടക്കി കുത്തി തെറി വിളിക്കത്തില്ല, ഈ സമരത്തിന് കൊടി പിടിക്കാനൊന്നും ഒന്നിനും ദൈവമക്കൾ പോകത്തില്ല. ഒരു വരിയും കൂടെ അതിനോട് ചേർത്ത് പറയാം. ഇതൊക്കെ പണ്ട് പിതാക്കന്മാർ അഭിമാനത്തോടെ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഈ കാലത്ത് പറയുമ്പോൾ ഒരു വരിയും കൂടെ ചേർത്ത് പറയണം. എന്താ? ഇപ്പം നമ്മുടെ ഇടയിൽ നിന്ന് കുറച്ച് ക്ഷുദ്രജീവികൾ സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിൽ പോയി മുദ്രാവാക്യമൊക്കെ വിളിക്കുന്നുണ്ട്. കാൽവരി മലയിൽ ചിന്തിയ രക്തം കെടാതെ ഉമ്മാർക്ക് വാട്ട് കയറി നടക്കുക. അതൊന്നും ദൈവമക്കളായിട്ട് ആരും കാണണ്ട. എന്താന്ന് ചോദിച്ചാൽ, കർത്താവായ യേശു ക്രിസ്തു ഇങ്ങനെയാണ് പറഞ്ഞത്, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിന്. എന്താ കാരണം? ഈ ദൈവസഭയെ ഉരുവാക്കുവാൻ കൊടുത്ത വില പൊന്നോ വെള്ളി തുടങ്ങി അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ലെന്നും ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം കൊണ്ടാണെന്ന് എഴുതിയിരിക്കുമ്പോൾ, രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയ ദൈവസഭയെ സംരക്ഷിക്കാൻ കഴിവുള്ളൊരു ദൈവത്തെയാണ് ഇന്ന് രാത്രി ആരാധിക്കുന്നത്. ദൈവസഭയെ സംരക്ഷിക്കുവാൻ മൂക്കി ശ്വാസമുള്ള വേട്ടുമനുഷ്യന്റെ സഹായം സ്വർഗത്തിലെ ദൈവത്തിന് ആവശ്യമില്ല. ഇനി ബൈബിളിൽ നിന്ന് വേണേൽ തെളിവ് തരാം. പത്രോസ് തടവിലായെന്ന് സഭ കേട്ടു. സഭ എന്താ ചെയ്തേ? രാജാവിൻ്റെ കൊട്ടാരത്തിലേക്ക് മാർച്ച് നടത്തി. ആണോ? അങ്ങനൊന്നുമല്ല. ആമേൻ. അവര് സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. എന്താ കാര്യം? അന്നത്തെ സഭയ്ക്കൊരു വെളിപ്പാടുണ്ട്. പ്രാർത്ഥിച്ചാൽ പ്രവർത്തിക്കാൻ കഴിയുന്നൊരു ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. അത് കാരാഗൃഹത്തിന്റെ അകത്താണെങ്കിൽ കാരാഗൃഹത്ത്, ചങ്ങല പൊട്ടിക്കാനാണെങ്കിൽ ചങ്ങല പൊട്ടിക്കുവാൻ, ദൂതൻ ഇറങ്ങേണ്ടതാണ് ദൂതനെ ഇറക്കുവാൻ, അഭിഷിക്തനെ വിടുവിച്ച് പുറത്തു കൊണ്ടുവരുവാൻ അതിന് പ്രാപ്തിയുള്ളൊരു ദൈവത്തെ ആരാധിക്കുന്നതെന്ന വെളിപ്പാട് അന്നത്തെ ദൈവസഭയ്ക്കുണ്ടായിരുന്നു. ആ വെളിപ്പാട് നഷ്ടപ്പെട്ട ആളുകളാ റോഡിൽ സമരത്തിനിറങ്ങുന്നത്. ഒന്ന് രക്ഷിക്കപ്പെട്ടവന്റെ ലക്ഷണമല്ല. പിന്നെ പറയുന്നത്, ഇപ്പം വേറെ കുറച്ച് നേതാക്കന്മാർക്ക് ഇപ്പം വട്ട് കയറി 10ാം ക്ലാസ്സിൽ നിന്ന് നേരെ അംഗൻവാടിയിലോട്ട് ഇപ്പം പോയിക്കൊണ്ടിരിക്കുക. അവർ പറയാ, കർത്താവ് പോലും നമ്മളെ രക്ഷിക്കാൻ വരുന്നില്ല, അതുകൊണ്ട് നമ്മളെ രക്ഷിക്കാൻ ഇനി നമുക്ക് തന്നെ ഒരു MLA MP ഒക്കെ മാർക്ക് പ്രാന്താണെന്ന് ഞാനിങ്ങനെ ചിന്തിക്കുക. കാര്യം എന്തെന്നറിയാമോ? ഇവിടെ ഇരിക്കുന്ന അമ്മമാരോട് ചോദിച്ചേ, ഇവരൊക്കെ പ്രാർത്ഥിച്ചത് എന്താ? കർത്താവേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ലോകത്തിൽ MBBS ആയില്ലേലും വേണ്ടിയില്ല, ഡോക്ടർ ആയില്ലേലും വേണ്ടിയില്ല, എഞ്ചിനീയർ ആയില്ലേലും വേണ്ടിയില്ല, എൻ്റെ കുഞ്ഞുങ്ങൾ ദൈവകൃപയിൽ നിന്നാൽ മതി എന്ന് പ്രാർത്ഥിച്ചവരാ. ഒന്നും കൊണ്ട് തന്നില്ലേലും വേണ്ടിയില്ല, ഈ പുസ്തകം പിടിക്കാൻ എൻ്റെ തലമുറ ഉണ്ടാകണം, ഒരു നാളെ കർത്താവിന് വേണ്ടി നിൽക്കണം, ഒരു ലോകത്തിൻ്റെ ഇത് വഴിതെറ്റി പോകല്ല, സൺഡേ ക്ലാസ്സിന് വിട്ട് തട്ടിപ്പൊത്തി കുഞ്ഞുങ്ങളെ ഒരുവിധം കൊണ്ടുവരിക, ലോകത്തിലേക്ക് ഇവർ പാഞ്ഞു പോകാതിരിക്കാൻ കൊണ്ടുവരുമ്പോൾ പൂതം കയറിയ നമ്മുടെ നേതാക്കന്മാർ പറയുക, നമ്മുടെ പിള്ളേർ റോഡിൽ കിടന്ന് രക്തസാക്ഷികളായി പോലീസിൻ്റെ തല്ലുകൊണ്ട് ചാകാൻ വിടണമെന്ന്. ഉണ്ട് ഇമ്മാതിരി വിവരക്കേടിനൊന്നും പോയിരുന്ന് കൈയടിക്കരുത്. കൊച്ചു നോക്കുമ്പം മമ്മി ഇത് കേട്ട് കൈയടിച്ച് ആത്മാവിലാവുന്നു.
അപ്പോൾ കൊച്ചിനൊരു ധൈര്യമായി, നാളെ തൊട്ട് പാർട്ടിയുടെ കൂടെ എന്നെ അനക്കമൊക്കെ പോയി എടുക്കപ്പെട്ടോ. സ്തോത്രം. പോട്ടെ. ഏതായാലും ഈ പുസ്തകത്തിലെ ദൈവത്തിന്റെ പ്രത്യേകത, ഇതിന് ഭൂമിയിൽ കൊട്ടേഷൻകാരില്ല. എന്നെ പറഞ്ഞു കേട്ടില്ലേടാ, മിണ്ടാതിരിക്കുവാന്നോ, പോയി അടിയടാന്ന് പറയാൻ ഒരു കൊട്ടേഷൻ ടീം സ്വന്തമായിട്ടില്ലാത്ത ഏക ദൈവം കർത്താവായ യേശു ക്രിസ്തുവാ. സ്തോത്രം. അങ്ങനെ ഉമ്മ ബഹളമുണ്ടാക്കിയത് കൊണ്ട് തൽക്കാലം രഹസ്യമായിട്ട് വായിക്കാൻ തുടങ്ങി. അങ്ങനെ വായിക്കുമ്പോൾ എൻ്റെ തലച്ചോറിൻ്റെ അകത്തൊരു ചിന്ത, ഇതിൻ്റെ അകത്ത് കാണുന്ന കഥാപാത്രങ്ങളെയൊക്കെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്, എവിടെയോ കേട്ടിട്ടുണ്ട്. അബ്രഹാമിന് മക്കളില്ലായിരുന്നു. ദാസിപ്പെണ്ണിന് വിവാഹം കഴിച്ചു, ഒരു കുഞ്ഞ് ജനിച്ചു. ആ കുഞ്ഞ് വളർന്നു വരുമ്പോൾ അതാ സ്വന്തം ഭാര്യയിൽ കുഞ്ഞ് ജനിച്ചു. അപ്പോൾ പിന്നെ സ്വാഭാവികമായിട്ട് ഇതിനെ കൊണ്ട് കളയണമെന്ന് പറഞ്ഞു മരുഭൂമിയിൽ കൊണ്ട് കളഞ്ഞു. ഇതൊക്കെ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ എന്നൊരു ചിന്ത. അപ്പോഴെനിക്ക് മനസ്സിലായി, മദ്രസയിൽ ഖുർആൻ പഠിക്കാൻ പോയ കാലം അബ്രഹാമിനെ ഇബ്രാഹിം എന്ന പേരിൽ ഞാൻ പഠിച്ചിട്ടുണ്ട്, നോഹയെ നൂഹ് എന്ന പേരിൽ ഞാൻ പഠിച്ചിട്ടുണ്ട്, യാക്കോബിനെ യാക്കൂബ് എന്ന പേരിൽ ഞാൻ പഠിച്ചിട്ടുണ്ട്, ദാവീദിനെ ദാവൂദ് എന്ന പേരിൽ ഞാൻ പഠിച്ചിട്ടുണ്ട്, ഇയ്യോബിനെ അയ്യൂബ് എന്ന പേരിൽ പഠിച്ചിട്ടുണ്ട്, ശലോമോനെ സുലൈമാൻ എന്ന പേരിൽ പഠിച്ചിട്ടുണ്ട്, യോഹന്നാനെ യഹിയ എന്ന പേരിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ എന്നൊരു ചിന്ത തലയ്ക്കകത്ത്. അപ്പോൾ ആ ചിന്തയ്ക്ക് പരിഹാരം വരുത്താൻ നേരെ തിരുവനന്തപുരത്തിന് വിട്ടു. അതെന്തിനാ തിരുവനന്തപുരത്താണല്ലോ ഭീമാപ്പള്ളി. അവിടെ പോയി അംഗീകരിക്കപ്പെട്ട ഒരു മലയാള ഖുർആൻ പരിഭാഷ മേടിച്ച് വീട്ടിൽ കൊണ്ടുവന്നു. എന്നിട്ട് ഇത് രണ്ടും തമ്മിൽ കമ്പാരിസൺ ചെയ്ത് ഒന്ന് പഠിക്കാൻ ആരംഭിച്ചു. ഇന്ന് രാത്രി അഭിമാനത്തോടെ പറയാം, അങ്ങനെ വായിക്കും തോറും ഈ വിശുദ്ധ ബൈബിൾ നെഞ്ചോട് ചേർത്ത് പിടിക്കുവാൻ അഭിമാനമുണ്ടായെന്ന് ഇന്ന് രാത്രി പറയുന്നതിൽ സന്തോഷമുണ്ട്. അതോടൊപ്പം ഇത് വായിക്കുമ്പോൾ മറ്റൊരു സത്യം കൂടെ മനസ്സിലായി. എന്താ? നാട്ടിൽ ആ കാലങ്ങളിൽ കുറേ ആളുകൾ പറയുന്നൊരു ഡയലോഗ് ഉണ്ടായിരുന്നു, നിങ്ങൾ അല്ലാഹു എന്ന് വിളിക്കുന്നു, ഞങ്ങൾ യഹോവ എന്ന് വിളിക്കുന്നു, നിങ്ങൾ യേശു ക്രിസ്തു എന്ന് പറയുന്നു, ഞങ്ങൾ ഈസാ നബി എന്ന് പറയുന്നു, ഇതെല്ലാം ഒന്ന് തന്നെയാണ് എന്നൊക്കെ പറഞ്ഞിരുന്ന ഒരു കേൾവി ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. എന്നാൽ ഇത് രണ്ടും പഠിച്ചു വന്നപ്പോൾ ഒരു സത്യം മനസ്സിലായി, ഖുർആനിൽ പറയുന്ന അല്ലാഹുവും ബൈബിൾ പറയുന്ന യഹോവയും തമ്മിൽ ഒരു ബന്ധമില്ല. ഖുർആനിൽ പറയുന്ന ഈസാ നബിയും ബൈബിൾ പറയുന്ന യേശു ക്രിസ്തുവും തമ്മിൽ ഒരു ബന്ധവും ഇല്ല. ബന്ധം ഉണ്ടാക്കാൻ ചിലർ നടപ്പുണ്ട്, നിങ്ങൾ ആരും അത് ഉണ്ടാക്കണ്ട എന്നാണ് പറഞ്ഞത്. ഒരു ബന്ധവുമില്ല. ഇനി അതെന്താ ഇല്ലാത്തതെന്ന് ചോദിച്ചാൽ വിഷയം മാറിപ്പോകും, നേരവും പോകും. അതുകൊണ്ട് അതിപ്പോൾ പറയുന്നില്ല. യോഗം കഴിഞ്ഞ് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഫോണെ വിളിച്ചാൽ മതി, കാര്യം പറഞ്ഞു തരാം. അപ്പം ചുരുക്കി പറഞ്ഞാൽ വായിക്കും തോറും ഈ പുസ്തകം അങ്ങ് ചേർത്ത് പിടിക്കാൻ ആവേശമുണ്ടായി. അപ്പം ചോദിക്കാം, എന്താണോ ഷമീറെ ഈ പുസ്തകത്തിന് ഇത്ര പ്രത്യേകത? കഴിഞ്ഞ 1-2 മാസങ്ങൾക്ക് മുമ്പാണ് മലപ്പുറം ജില്ലയിൽ മേലാറ്റൂർ എന്ന് പറയുന്ന പട്ടണത്തിൽ, മേലാറ്റൂർ എപ്പിക്കാട് പട്ടണ പ്രദേശങ്ങളിൽ പരസ്യയോഗങ്ങളുമായിട്ട് ഞങ്ങൾ കടന്നുപോയി. നമ്മുടെ പാട്ടുകാരൻ പോൾസൺ കണ്ണൂരൊക്കെ ആയിരുന്നു അവിടെ പാട്ട്. ആ ടീമുമൊക്കെ ആയിട്ട് ഞങ്ങളിങ്ങനെ പരസ്യയോഗത്തിൽ പോകുമ്പോൾ നമ്മുടെ പഴയ ആളുകളൊക്കെ തന്നെയാണല്ലോ അവിടെ എല്ലാം കേൾവിക്കാർ. മലപ്പുറത്ത് എല്ലാവരും ഇങ്ങനെ കേട്ടുകൊണ്ട് നിൽക്കുക പ്രസംഗമൊക്കെ. പ്രസംഗത്തിൻ്റെ ക്ലൈമാക്സ് വരുമ്പോൾ ഞാൻ എൻ്റെ പേരും ഡീറ്റെയിൽസും ഒക്കെ പരിചയപ്പെടുത്തുന്നൊരു സീനുണ്ട്. അവിടെ വന്നപ്പോൾ എല്ലാവരുടെ മുഖം ഒന്ന് ചുളുങ്ങി. അതുവരെ സന്തോഷത്തോടെ കേട്ടുകൊണ്ട് നിന്നാ. അപ്പോൾ യോഗം കഴിയുമ്പോൾ പലരും പരിചയപ്പെടാൻ വരും, ചിലർ അഭിപ്രായങ്ങളൊക്കെ പങ്കുവയ്ക്കും. ഒരിക്കൽ ഒരുത്തം വന്നിട്ട് ചോദിച്ചു, എന്നാലും എന്തിനാടാ ഷമീറെ നല്ലൊരു മതം വിട്ട് നീ ക്രിസ്ത്യാനിയാകാൻ? എന്താ ചോദിച്ചേ? എന്തിനാ നീ നല്ലൊരു മതം വിട്ട് എന്തായെന്ന്? ക്രിസ്ത്യാനിയായെന്ന്. അപ്പം അവൻ സമ്മതിക്കുന്നു, ഞാനിപ്പോൾ ആരാ? ക്രിസ്ത്യാനിയാണ്. പക്ഷെ നമ്മുടെ ഇടയിൽ പലരും സമ്മതിക്കുന്നില്ല. എന്താണെന്ന് എനിക്ക് ഇതുവരെ പിടികിട്ടുന്നില്ല. എന്താണെന്നോ എന്തോ അല്ലേ? ആയിക്കോട്ടെ, പോട്ടെ. അപ്പൊ വേറെ ചില ആളുകൾ വന്നിട്ട് ചോദിക്കും, താങ്കൾ ഈ പഠിച്ചിരുന്ന ഖുർആനേക്കാൾ എന്ത് പ്രത്യേകത കണ്ടിട്ടാണ് ബൈബിളിന് പുറകെ ഇറങ്ങിയത്? ഹലോ മുനിയറക്കാരെ, ഇന്ന് രാത്രിയിലെ കൺവെൻഷൻ ഒരു ഓൾ നൈറ്റ് പ്രാർത്ഥനയാക്കി മാറ്റിയാൽ ഈ ഒരു രാത്രി വെളുക്കും വരെ പറഞ്ഞാൽ തീരാത്ത പ്രത്യേകതകളുള്ള പുസ്തകമാണ് വിശുദ്ധ ബൈബിൾ. എന്നാൽ നേരം അതല്ലാത്തത് കൊണ്ട് എവിടെയും ആവേശത്തോടെ പറയുന്ന ഒരു വാചകം ഞാൻ മുനിയറയോടും പറയാം. ഈ പുസ്തകം തുടക്കം മുതൽ ഒടുക്കം വരെ പലതവണ ഞാൻ ആവർത്തിച്ചു വായിച്ചു. ഒന്നുകൂടെ, ഈ പുസ്തകം തുടക്കം മുതൽ ഒടുക്കം വരെ പലതവണ ആവർത്തിച്ചു വായിച്ചിട്ടും ഈ പുസ്തകത്തിന്റെ അകത്ത് ഒരൊറ്റ പേപ്പറിന്റെ അകത്ത് ഒരു വരി കൊണ്ട് പോലും മതം പഠിപ്പിക്കാത്ത പുസ്തകമാണ് വിശുദ്ധ ബൈബിൾ. ഇതിന്റെ അകത്ത് എന്തില്ല? പറ ദൈവാസന്മാരെ, മതമുണ്ടോ? യേശുക്രിസ്തു ഇതിന്റെ അകത്ത് ഒരു മതം പഠിപ്പിച്ചിട്ടുണ്ടോ? ഈ ഭൂമിയിൽ ഒരു മതം സ്ഥാപിക്കുന്നതിനെ കുറിച്ച് പഠിപ്പിച്ചിട്ടുണ്ടോ?
മതത്തിൽ ചേർക്കാനോ മറിക്കാനോ മാറ്റാനോ വല്ലതും പഠിപ്പിച്ചിട്ടുണ്ടോ? മതത്തെക്കുറിച്ചൊരു വരി പോലും പഠിപ്പിക്കാത്ത പുസ്തകമാണ് ഏത്? വിശുദ്ധ ബൈബിൾ. എന്നിട്ടും നാട്ടുകാരെ നമ്മളെ വിളിക്കുന്ന എന്താ? ഉറക്കെ അങ്ങോട്ട് പറ. മതം മാറ്റുന്നു. വല്ല കാര്യമുണ്ടോ? നാളൊരു ചേച്ചി അങ്ങനല്ലേ പറഞ്ഞത്, നിങ്ങളൊക്കെ കേട്ടില്ലേ? ഫേസ്ബുക്കിൽ യൂട്യൂബിലൊക്കെ ഒരു ചേച്ചി, പെന്തക്കോസ് ഉപദേശിമാരെ ഒന്നും വീട്ടിൽ കയറ്റരുത്. എന്നാ ചേച്ചി? അവർ 500 രൂപയും കഞ്ഞിയും പയറും കൊടുത്ത് ഞങ്ങളുടെ ആളുകളെയൊക്കെ മതം മാറ്റുന്നു. ചേച്ചിക്കുള്ള മറുപടിയൊക്കെ ഞാൻ പണ്ടേ കൊടുത്ത. ഇനിയിപ്പോൾ ചേച്ചിയുടെ ഫാൻസുകാർ വല്ലതും മുനിയറയിലുണ്ടെങ്കിൽ കേട്ടോ, ഒരു മറുപടി ഒന്നുകൂടെ പറയാം. ഞങ്ങൾ ഉപദേശിമാർ ആരെങ്കിലും 500 രൂപയും കഞ്ഞിയും പയറും കൊടുത്ത് ആരെങ്കിലും മാറ്റുന്നു നിങ്ങൾക്ക് ആക്ഷേപം ഉണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യണം, 1000 രൂപയും ചിക്കൻ ഫ്രൈയും കൊടുത്ത് ദയവായിട്ട് അവരെ തിരിച്ചു കൊണ്ടുപോയി സഹായിക്കണം പ്ലീസ്. അപേക്ഷയാണ്. എന്താ അമ്മാമേ, കഞ്ഞിക്കും പയറിനും വന്നൊക്കെ പോണ്ടേ? പൊക്കോട്ടെ. 1000 രൂപയും കോഴിക്കാലും കാണിച്ചു കൊണ്ടുപോക്കോ. ഈ കൺവെൻഷൻ എത്ര ദിവസമുണ്ട്? വർഷം 2 ദിവസം കൂടെ, നാളെയും കൂടെ ഉണ്ട്. അപ്പോൾ നാളെ രാത്രി 9:30 വരെ ഒരു സ്പെഷ്യൽ ഓഫറും കൂടെ ഞാൻ മുന്നിറക്കി കൊടുക്കുക. പിണക്കൊന്നുമില്ലല്ലോ? ഇല്ല, കൊടുത്തേക്കാം. നാളെ രാത്രി 9:30 വരെ ഒരു സ്പെഷ്യൽ ഓഫർ. ഈ പന്തലിൻ്റെ അകത്ത് കുറച്ച് ആൾക്കാരിരിപ്പുണ്ട്. നല്ലൊരു കോഴിയും 1000 രൂപയും കാണിച്ച് ഈ പന്തലിൻ്റെ അകത്തുനിന്ന് ഒരു 50 പേരെ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ നോക്കുമെങ്കിൽ കൊണ്ടുപോക്കോ. സ്പെഷ്യൽ ഓഫർ കൊണ്ടുപോകോ. ഒരൊറ്റ എണ്ണം ഇവിടുന്ന് ചലിക്കുകയല്ല, കൊണ്ടുപോക്കോ. പിടിച്ചും വലിച്ചുമൊന്നും കൊണ്ടുപോകാൻ വരരുത്. ഓഫർ ആ ഗേറ്റിൻ്റെ അടുത്ത്, അവിടെ റോഡിൻ്റെ അടുത്ത് വെക്കണം. എന്നിട്ട് അതും കൊണ്ട് പോകുന്നവനെ എല്ലാം കൊണ്ടുപോക്കോ. അങ്ങനെ പോകുന്നതൊക്കെ പൊക്കോട്ടെ. എന്താ പക്ഷേ കഞ്ഞിക്കും പയറിനും വന്നതൊക്കെ പൊക്കോട്ടെ, ഞങ്ങൾക്ക് ഒരു പിണക്കവും ഇല്ലെന്നേ. പക്ഷെ അത് കഴിയുമ്പോൾ ഒരു ന്യൂനപക്ഷം ഈ പന്തലിൻ്റെ അകത്ത് ശേഷിക്കും. ആ ന്യൂനപക്ഷത്തിൻ്റെ കഴുത്തേലോട്ട് കത്തി വെച്ചിട്ട് യേശുക്രിസ്തുവിനെ തള്ളിപ്പറയാൻ പറഞ്ഞാൽ അറുത്തിടുന്ന കഴുത്ത് നിലത്ത് കിടന്ന് 2 മിനിറ്റ് പ്രസംഗിക്കും. മറ്റൊരുത്തനിലും രക്ഷയില്ല. മാനവജാതിക്ക് രക്ഷ പ്രാപിപ്പാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ യേശുക്രിസ്തു എന്ന ഏകനാമമല്ലാതെ മറ്റൊരു രക്ഷാ മാർഗമില്ലെന്ന് 2 മിനിറ്റ് പ്രസംഗിച്ചിട്ട് ആ തല അവിടെ അവസാനിക്കത്തുള്ളൂ. അവരാരും കഞ്ഞിക്കും പയറിനും വേണ്ടി ഇറങ്ങി തിരിച്ചതല്ലടോ. മരണത്തിന്റെ അപ്പുറത്തൊരു ജീവിതമുണ്ടെന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കിയിട്ട് ഈ യേശുക്രിസ്തുവിന്റെ പിന്നാലെ ഇറങ്ങി തിരിച്ചതാ. അതുകൊണ്ട് ആ ചേട്ടന്മാരെ വടക്കേ ഇന്ത്യയിലെ സംഘികൾ വെട്ടിക്കുത്തിയിട്ടും കൊന്നുകളഞ്ഞിട്ടും തല്ലിക്കൂട്ടിയിട്ടും ഉപദേശിമാരും നാട് കയറി കേരളത്തിലോട്ട് വരാതെ അവർ സുവിശേഷ വേല തുടരുന്നതിൻ്റെ കാരണം മരണം കൊണ്ട് അവസാനിക്കുന്ന ഒരു ജീവിതത്തിന് വേണ്ടി അല്ല ദൈവമക്കൾ ഇറങ്ങി തിരിച്ചത്. ഇതിൻ്റെ അപ്പുറത്തൊരു ജീവിതമുണ്ട്. സ്തോത്രം. ഇപ്പൊ ബൈബിൾ മതം പഠിപ്പിക്കുന്നില്ല. പിന്നെ എന്താ ഈ പുസ്തകം പഠിപ്പിക്കുന്നത്? ഇന്ന് രാത്രി ആമുഖമായിട്ട് പറയാം. സൃഷ്ടാവായ ദൈവവും സൃഷ്ടിയായ മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തെയാണ് ഈ പുസ്തകം ലോകത്തോട് സംസാരിച്ചു കൊണ്ടേയിരിക്കുന്നത്. ഒന്നുകൂടി ലളിതമായി പറഞ്ഞാൽ സകല മനുഷ്യരും സൃഷ്ടാവിനെ അറിയണം. അത്രേ ഉള്ളൂ ഉദ്ദേശം. അപ്പൊ എന്താ ഈ ബൈബിൾ പഠിപ്പിക്കുന്നല്ലേ? ഞാൻ അതിലേക്ക് വരാൻ പോവാ. എന്താ ഈ പുസ്തകം പഠിപ്പിക്കുന്നതെന്നറിയാൻ ഞാനിത് ആവേശത്തോടെ വായിക്കാൻ തുടങ്ങി. വായിച്ചപ്പോൾ ഷമീർ അബ്ദുൽ സലാമിനും മനസ്സിലായ കാര്യം മുനിയറയോട് ഇനി അടുക്കടുക്കായി പറഞ്ഞു തരാമ്പോൾ ഒരു കുഞ്ഞിന് പറഞ്ഞു കൊടുക്കുന്ന പോലെ. ചെവിയുള്ളവൻ, അത്രേ ഉള്ളൂ. മര്യാദയ്ക്ക് പാടാന്നൊന്നും ഞങ്ങളുടെ പുസ്തകത്തിലില്ല. ചെവിയുള്ളവൻ കേൾക്കാൻ മനസ്സുള്ളവർ കേൾക്കട്ടെ. ഇനിയിപ്പോൾ കേൾക്കാൻ താല്പര്യമില്ലെങ്കിൽ ഇപ്പം സീരിയലിൻ്റെ സമയം, നല്ലൊരു സീരിയൽ വെക്കുക, സൗണ്ട് കൂട്ടി അങ്ങ് അടിക്കുക. ദാറ്റ്സ് ഓൾ. വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ നമുക്ക് തുടങ്ങാം. സന്തോഷമാണോ? എന്താ ഈ പുസ്തകം പഠിപ്പിക്കുന്നത്? ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. മനോഹരം. ഈ പ്രപഞ്ചത്തെ ഈശ്വരൻ സൃഷ്ടിച്ചു എന്നാണ് കണ്ടത്. സൃഷ്ടാവ്. ഇപ്പോൾ ഒരു കാര്യം മനസ്സിലായി. ഈ അണ്ടകടാഹത്തെ സൃഷ്ടിച്ച ഒരു ദൈവമുണ്ട്. പണ്ട് കാലത്ത് ആളുകൾ പറഞ്ഞു ഈ ഭൂമി എങ്ങനെ ഉണ്ടായി. ഇപ്പം ചില ആളുകൾ പറഞ്ഞു സ്വിച്ചിട്ടപ്പോൾ തന്നെ സ്വയംഭൂവായി. പിന്നെ വേറൊരാൾ പറഞ്ഞു പൊട്ടിത്തെറിച്ചുണ്ടായെന്ന്. ഈ ഓലപ്പടക്കം പൊട്ടിക്കുന്ന പിള്ളേരുണ്ട്. അവർ ചില വിക്രിയകൾ ചെയ്യും. ഈ ചിരട്ടയെടുത്ത് അതിൻ്റെ പുറത്തോട്ട് കമഴ്ത്തി വെച്ചിട്ട് പൊട്ടിക്കും. പൊട്ടിത്തെറിക്കുന്ന ചിരട്ട കഷ്ണങ്ങളൊന്നും ഈ മതലിലോ മരത്തിലോ നല്ല ഡിസൈനായി വന്ന് അടുക്കടുക്കായി ഒട്ടിയിരിക്കാറൊന്നുമില്ല. പൊട്ടിത്തെറിച്ചങ്ങ് പോകത്തേ ഉള്ളൂ. പൊട്ടിത്തെറിയിലൂടെ ഭൂമി ഉണ്ടായെങ്കിൽ ഇന്ന് കാണുന്ന നിലയിൽ ഈ പ്രപഞ്ചം ഈ നിലയിൽ ഇങ്ങനെ ഇത്രയും കൃത്യമായി ഡിസൈൻ ചെയ്ത പോലെ ഈ ഭ്രമണപഥങ്ങളും സൗരയൂഥങ്ങളും ഗ്രഹങ്ങളും വെയിലും മഴ രാവ് പകലെല്ലാം നല്ല കൃത്യമായി ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത് ഇതിൻ്റെ പിന്നിൽ ചലിക്കുന്ന ഒരു ദൈവത്തിൻ്റെ കരമുള്ളത് കൊണ്ടാണ്. കരമന മുതൽ നെയ്യാറ്റിൻകര വരെയുള്ള തിരുവനന്തപുരം റൂട്ട് 6 വരി പാതയാക്കി ഹൈവേ ആക്കി വെച്ചിരിക്കുന്നു.
നല്ല പാളിനായി കിടക്കുക, കണ്ണടച്ചു പോകാൻ തോന്നുന്ന രീതിയിലുള്ള വൺ വേ തിരിച്ചു വെച്ചിരിക്കുക, 3 വരി അങ്ങോട്ട് 3 വരി ഇങ്ങോട്ട്. അങ്ങനെ ഒരു പാതയിൽ കൂടെ കഴിഞ്ഞ ആഴ്ച തിരുവനന്തപുരത്ത് മീറ്റിങ്ങിന് പോയി. എന്നിട്ടും ഇത്രയും സംവിധാനങ്ങളും സിഗ്നൽ സംവിധാനങ്ങളും റബ്ബർ ടാറിങ്ങും 6 വരിയൊക്കെ ഉണ്ടായിട്ടും 2 കാർ അവിടെ കൂട്ടിയിടിച്ച് കിടക്കുന്നത് കണ്ടു. അങ്ങനെങ്കിൽ ആകാശമണ്ഡലങ്ങളിൽ പദങ്ങളിൽ സൗരയൂഥങ്ങളിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരൊറ്റ ഗ്രഹത്തിന് ഡ്രൈവറുണ്ടോ? ഡ്രൈവറുണ്ടോ? ഡെയിലി 2 വെച്ച് ഇടിച്ചുകൊണ്ടിരിക്കുവാണോ? അല്ലല്ലോ. ഇതിനെയൊക്കെ കൃത്യമായി കൺട്രോൾ ചെയ്യുന്ന ഒരു സർവശക്തൻ്റെ കരം ഇതിൻ്റെ പുറകിലുണ്ട്. അതാ ദൈവം എന്ന് പറയുന്നത്. പിന്നെ ചിലർ പറയും സ്വയംഭൂവായെന്ന്. അതൊക്കെ പിന്നെ ഇതിനൊക്കെ എന്ത് മറുപടി പറയാനാ? ഇവിടെ ഇപ്പം നല്ല സൗണ്ട് സിസ്റ്റം പ്രവർത്തിക്കുന്നുണ്ട്. ഈ സൗണ്ട് സിസ്റ്റം വർക്ക് ചെയ്യുന്ന ആൾ പുറകിലുണ്ട്. അദ്ദേഹത്തോട് ചോദിക്കാൻ, സഹോദര നിങ്ങൾക്ക് ഇത്രയും നല്ല സൗണ്ട് സിസ്റ്റം എവിടെ നിന്ന് കിട്ടി? ഉടനെ അദ്ദേഹം പറയാം, ഉപദേശി അതൊരു കഥയാണ്. എന്താ കഥ? അതൊരു രസമാണ്. എന്നാ രസം പറ. ഒരു ദിവസം രാവിലെ ഞാൻ പല്ല് തേക്കാൻ പേസ്റ്റും ബ്രഷും എടുത്ത് കതക് തുറന്ന് സിറ്റ് ഔട്ടിലോട്ട് ചെന്ന് നോക്കിയപ്പോൾ സിറ്റ് ഔട്ടിൽ ഇരിക്കുകയാണ് സൗണ്ട് സിസ്റ്റം. അതെങ്ങനെ? അത് സ്വയംഭൂവായതാന്ന്. അപ്പം തന്നെ നിങ്ങൾക്കൊക്കെ ചിരി വന്നു. കാരണം ഒരു പ്രഭാതത്തിൽ രാവിലെ ഇരിക്കുന്ന സൗണ്ട് സിസ്റ്റം സ്വയംഭൂവായെന്ന് പറഞ്ഞ് കേട്ടപ്പോൾ നിങ്ങൾക്ക് ചിരി വന്നെങ്കിൽ ഈ അണ്ടകടാകം മുഴുവൻ ഒരു ദിവസം കൊണ്ട് ഈ പ്രപഞ്ചം തന്നെ ഉണ്ടായെന്ന് പറഞ്ഞാൽ അരിയാഹാരം കഴിക്കുന്നവൻ ചിരിക്കാതിരിക്കുമോ? ആമേ സഹോദരിമാരെ, നിങ്ങളുടെ സാരിക്കകത്ത് കുത്തിയിരിക്കുന്ന ഒരു സേഫ്റ്റി പിൻ പോലും ഉണ്ടാക്കാൻ ഒരു കരം പിറകിൽ വേണം. ഒരു സേഫ്റ്റി പിൻ പോലും തന്നെ ഉണ്ടാകത്തില്ല. അത് ഉണ്ടാക്കാൻ ഒരു കരം പിറകിൽ വേണമെങ്കിൽ ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ചൊരു സൃഷ്ടാവുണ്ട് എന്ന് വേദപുസ്തകത്തിൽ കണ്ടു. മനോഹരം. 1-ാം ദിവസം, 2-ാം ദിവസം, 3-ാം ദിവസം എന്നിങ്ങനെ അടുക്കടുക്കായി പ്രപഞ്ചത്തിൽ സൃഷ്ടിപ്പ് നടത്തുന്ന ദൈവത്തെ കണ്ടു. അനന്തരം 6-ാം ദിവസം മനുഷ്യനെ സൃഷ്ടിക്കാൻ തീരുമാനിക്കുന്ന ദൈവം. ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, അനന്തരം ദൈവം നാം നമ്മുടെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും മനുഷ്യനെ സൃഷ്ടിക്കുക. ആമേൻ. ഉൽപ്പത്തി പുസ്തകം 1:27 ഇങ്ങനെ എഴുതി, ആമേ അങ്ങനെ യഹോവയായ ദൈവം തന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു, അവൻ അവരെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു. അപ്പൊ 2 കാര്യം ആ പദത്തിൽ നിന്ന് മനസ്സിലായി. ഒന്ന്, ദൈവത്തിന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിക്കപ്പെട്ട ഉലകത്തിലെ ഏക സൃഷ്ടി ഞാനും നീയുമാണ്. അപ്പൊ ചോദിക്കുക, അതെന്തോ പാസ്റ്റർ ഈ സാദൃശ്യം സ്വരൂപം എന്ന് പറഞ്ഞാൽ പിന്നെ ദൈവത്തെ പോലെ നമ്മൾ ഇരിക്കുമെന്നാണ്? ഫോട്ടോസ്റ്റാറ്റാണോ? ഫോട്ടോസ്റ്റാറ്റ് ആണെങ്കിൽ ദൈവം സായിപ്പിനെ പോലെ വെളുത്തിരിക്കുമോ നീഗ്രോയെ പോലെ കറുത്തിരിക്കുമോ എന്നും കൂടെ പറയേണ്ടി വരും. ഫോട്ടോസ്റ്റാറ്റ് അല്ല. പിന്നെന്താ? ഈ ചരാചരങ്ങൾക്ക്, ഇടജാലികൾക്ക്, മൃഗജാലങ്ങൾക്ക്, കന്നുകാലിക്ക്, പറവജാതിക്കൊന്നും ഇല്ലാത്ത ഒരു പ്രത്യേകത മനുഷ്യനായി എനിക്കും നിനക്കും ദൈവം തന്നു. എന്താ? ദൈവം മനുഷ്യൻ്റെ മൂക്കിൽ ഊതിയ ജീവശ്വാസത്താൽ മനുഷ്യന് കിട്ടിയ ഒരു ബോണസ്, ഒരു ലോട്ടറി എന്ന് പറഞ്ഞാൽ വിലപ്പെട്ട ആത്മാവുള്ളവനായി ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. മനുഷ്യനെ മാത്രമേ അങ്ങനെ സൃഷ്ടിച്ചിട്ടുള്ളൂ. ശരിയാണോ? മുനിയറയിൽ ആരെങ്കിലും നിങ്ങളെ വന്ന് ക്ഷണിച്ചിട്ടുണ്ടോ? എടി രമണി, വീട്ടിലെ പട്ടി അങ്ങ് ചത്തടി, അടുത്ത ആഴ്ച 16 അടിയന്തരവാടി, ഇഡലി തിന്നാൻ വരണമെന്ന് കാർഡ് അടിച്ചും കൊണ്ട് വിളിക്കാറുണ്ടോ? ഇല്ല. ക്രിസ്ത്യാനികൾ വിളിക്കാറുണ്ടോ? ഞങ്ങളുടെ പശു അങ്ങ് ചത്തടി മറിയാമേ, അടുത്ത ആഴ്ച പാട്ട് കുർബാനയാ, പള്ളിയിൽ നിന്ന് അച്ഛനൊക്കെ വരുന്നുണ്ട്, നിങ്ങളും വരണമെന്ന് വിളിക്കാറുണ്ടോ? ഇല്ല. മുസ്ലിങ്ങൾ വന്ന് വിളിക്കാറുണ്ടോ? ഞങ്ങളുടെ എരുമ ചത്തുപോയി 11-ാം കത്തത്തിന് ചെമ്പ് പൊട്ടിക്കും, ബിരിയാണി അടിക്കാൻ വരണമെന്ന് വിളിക്കാറുണ്ടോ? ഇല്ല. മൃഗങ്ങൾ ചത്താൽ എടുത്ത് കുഴിച്ചിട്ട് വിഷയം തീരുന്നിടത്ത് മനുഷ്യൻ മരിച്ചാലോ ശേഷക്രിയ, മോക്ഷക്രിയ, അടിയന്തരം, പാട്ട് കുർബാന, കത്തമെന്ന് പറഞ്ഞ് ചടങ്ങുകൾ നടത്തുന്നതിൻ്റെ ഉദ്ദേശം ജീവിച്ചിരിക്കുന്നവന്മാർക്ക് ബോധമുണ്ട്, മരിച്ചവനൊരു ആത്മാവുണ്ടെന്നും അതിന് മോക്ഷം കിട്ടണമെന്നും. ശരിയാണോ? അപ്പോൾ വിലപ്പെട്ട ആത്മാവുള്ളവനായി ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. അതോടുകൂടെ ഒരു സംശയം കൂടെ അങ്ങ് മാറി. പണ്ട് സ്കൂളിൽ പഠിച്ചപ്പോൾ ടീച്ചർ പഠിപ്പിച്ചത് മനുഷ്യൻ എങ്ങനെ ഉണ്ടായെന്നാ പറയങ്ങോട്ട്? കുരങ്ങിന്നുണ്ടായെന്ന്. അങ്ങനെയാണെങ്കിൽ തിരുവനന്തപുരം മ്യൂസിയത്തിലും ശാസ്താംകോട്ടയിലും വയനാട് ചുരത്തിലും ഒക്കെ ഇഷ്ടം പോലെ കുരങ്ങന്മാർ ഇപ്പോഴും ഉണ്ട്. എന്താ? ആഴ്ച ഓരോ മനുഷ്യന്മാരായിട്ട് ഇങ്ങോട്ട് വരാത്ത? ഒരാഴ്ച നാരായണൻകുട്ടി, അടുത്ത ആഴ്ച തോമസ് കുട്ടി, പിറ്റത്തെ ആഴ്ച മമ്മദ് കുട്ടി. കുരങ്ങ് ഇഷ്ടം പോലെ ഉണ്ടല്ലോ, വരട്ടെ. എടാ, ഇതൊക്കെ പറഞ്ഞു കൊടുത്താലും പിന്നെയും ചിലത് ഒറ്റക്കാലം നിൽക്കും. നിങ്ങൾ എന്താ പറഞ്ഞാലും ശരി, മനുഷ്യൻ കുരങ്ങിന്ന അങ്ങനെ പറയുന്നവരോട് വഴക്കിടാനൊന്നും പോകരുത്. കൈകൂപ്പി പറയണം, ശരി ചേട്ടാ അങ്ങനെ ആയിക്കോട്ടെ, ചേട്ടൻ്റെ വല്യപ്പച്ചൻ കുരങ്ങൻ, ഞങ്ങളുടെ അങ്ങനെ അല്ലെന്ന് പറഞ്ഞ് ഇങ്ങ് പോന്നേക്കണം. സ്വന്തം വല്യപ്പൻ കുരങ്ങനാന്ന് പറയുന്നതിനോട് പിന്നെ വഴക്കുണ്ടാക്കിയിട്ട് കാര്യമൊന്നുമില്ലല്ലോ. അപ്പോൾ വേദപുസ്തകം പഠിച്ചപ്പോൾ മനസ്സിലായി മനുഷ്യൻ കുരങ്ങിന്നും പുഴുവിന്നൊന്നുമല്ല, പിന്നെയോ ദൈവത്തിൻ്റെ കരങ്ങളാൽ നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചു. അവൻ്റെ മൂക്കിൽ ജീവശ്വാസമൂതി മനുഷ്യൻ ജീവനുള്ളവനായി. ഉലകത്തിൽ ആദ്യമായി ഒരു മനുഷ്യൻ നിർമ്മിക്കപ്പെട്ടു. പേര് ആദം. അടുത്ത രംഗം എന്താ കാണുന്നത്? മനുഷ്യൻ ഏകനായിരിക്കുന്നത് നല്ലതല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവന് തക്കതായൊരു തുണയെ ഉണ്ടാക്കി കൊടുത്തുകൊണ്ട് ഈ പ്രപഞ്ചത്തിൽ ആദ്യമായി വിവാഹം എന്ന് പറയുന്ന പവിത്രമായ ബന്ധം സ്ഥാപിച്ച ദൈവത്തെ ബൈബിളിൽ കണ്ടു. ഉലകത്തിൽ ആദ്യത്തെ കല്യാണം. ചെറുക്കൻ്റെ പേര് പറഞ്ഞേ ആദം, പെണ്ണിൻ്റെ പേര് ഔവ. കല്യാണം നടന്ന ഓഡിറ്റോറിയം ഏദൻ. കല്യാണം നടത്തിയ ഉപദേശി സെൻട്രൽ പാർശ്വം ഒന്നുമല്ല, പിന്നെ യഹോവയായ ദൈവം. ആദ്യത്തെ കല്യാണം.
അപ്പം ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ചെറുക്കൻ പെണ്ണിനെ എങ്ങനെ കെട്ടിയെന്നും കൂടെ ഒന്ന് പറ പാസ്റ്റർ. പറയാം. ആദമെന്ന് പറയുന്ന ചെറുക്കൻ പിന്നെ അവിടെ നിന്നൊരു കാട്ടുമരത്തിൻ്റെ വള്ളി ഡിങ്കനെ പോലെ പറന്നുപോയി വലിച്ചു പൊട്ടിച്ച് അവ്വായുടെ കഴുത്തേലോട്ടിട്ടൊരു മുറുക്ക്. ഇത് കണ്ട് ദൈവം അപ്പുറത്തോട്ട് മാറി ഇന്ന് കൂന്ന് 5-6 കൂവലും ഇവൻ്റെ മുറുക്കലും. അങ്ങനെ വല്ലതും മുറുക്കിയോ? ഉറക്കെ പറ. അങ്ങനൊന്നും മുറുക്കിയില്ല. അതായി പെന്തിക്കോസുകാരെ മുറുക്കാത്ത. ഇനി ചോദിച്ചേക്കരുത്. കറുത്ത ചരട് പോലും ഇല്ലയോടി? ഇല്ലാന്ന്. അതുകൊണ്ടാണ് മുറുക്കാത്ത. പിന്നെ ആരാ ഉപദേശി മുറുക്കൊക്കെ കണ്ടുപിടിച്ചെന്നല്ലേ ചോദ്യം? ഈ ഇരുകാലി മനുഷ്യൻ കണ്ടുപിടിച്ച മെനയാ മുറുക്ക്. അതെന്തിനാ? അവന് തോന്നുമ്പോൾ ഇത് പൊട്ടിച്ച അടുത്ത മുറുക്കാൻ. നിങ്ങൾ ചിരിക്കാൻ പറഞ്ഞല്ലെന്ന്, കാര്യത്തിന്റെ ഗൗരവം പറഞ്ഞു തരാം കേട്ടോ. ദൈവം സ്ഥാപിച്ച വിവാഹം ഉടമ്പടിയാ. ആന്നോ? എന്തുവാ ഉടമ്പടി? സൃഷ്ടാവായ ദൈവം സാക്ഷിയായിട്ട് ചെറുക്കൻ പെണ്ണിനോടൊരു ഉടമ്പടി ചെയ്തു. ഇത് എൻ്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥി, ഇത് എൻ്റെ മാംസത്തിൽ നിന്ന് മാംസം. ആന്നോ? ആ ഉടമ്പടിക്കകത്ത് ഒരു കുടുക്കുണ്ട്. തമ്പുരാനാരാ മോൻ? ഒരു കുടുക്കുണ്ട്. എന്താ കുടുക്ക്? അസ്ഥിക്ക് മാംസം കൂടാതെയോ മാംസത്തിന് അസ്ഥി കൂടാതെയോ ജീവിതം പൂർത്തിയല്ല. ശരിയാന്നോ? മനസ്സിലായില്ല. ഇവിടെ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുന്ന എൻ്റെ ശരീരത്തിൽ അസ്ഥിയുണ്ട്, മാംസം ഒട്ടുമില്ലെങ്കിൽ പിള്ളേരെന്നെ പൊക്കിയെടുത്ത് ലാബിൽ കൊണ്ട് തൂക്കിയിടത്തില്ലേ പഠിക്കാൻ? അങ്ങനല്ലേ? അതിന് മാംസമുണ്ട്, അസ്ഥി ഇല്ലെന്നിരിക്കട്ടെ, ഞാൻ എഴുന്നേറ്റ് ഇങ്ങനെ നിവർന്ന് നിൽക്കുവോ? നിങ്ങൾ കസേര ഇരിക്കുവോ? ഇല്ല. മാവ് കുഴച്ചിട്ടിരിക്കുന്ന പോലെ അവിടെ കിടക്കും. അപ്പം അസ്ഥിയും മാംസം ഉണ്ടെങ്കിൽ ഞാനിവിടെ ഇങ്ങനെ നിവർന്ന് നിൽക്കത്തുള്ളൂ. ശരിയാന്നോ? ശരി. അപ്പോൾ തന്നെ ഷമീർ കൊല്ലത്തിൻ്റെ അസ്ഥിയും മാംസവും തമ്മിൽ വേർപെടുന്ന ഒരു ദിവസം വരത്തില്ലേ? വരുവോ? എന്നാ മാമേ? എന്നാന്ന്? ഷമീർ കൊല്ലം മരിച്ച് വെട്ടിക്കകത്താക്കി. ഇതുപോലെ നിങ്ങളെല്ലാം വരുവോ? എല്ലാവരും വരണം. ചത്തട്ട് ക്ഷണിക്കാൻ പറ്റത്തില്ല, ജീവിച്ചിരിക്കുമ്പോഴല്ലേ ക്ഷണിക്കാൻ പറ്റൂ. അതുകൊണ്ട് എല്ലാവരും വരണം കേട്ടോ. അപ്പോൾ എല്ലാവരും വന്ന് പെട്ടിയൊക്കെ വെച്ച് ഞാൻ പെട്ടിക്കകത്ത് കയറി കിടന്ന് പിന്നെ ഉപദേശിമാരൊക്കെ ഇങ്ങനെ പുറകെ ഇതേപോലെ വന്നങ്ങോട്ട് നിരന്നിരുന്നു. പിന്നെ ഇവരെന്നെക്കുറിച്ച് ഒരു തള്ളി മറിക്കലായിരിക്കും അങ്ങോട്ട്. ഈ കാലഘട്ടത്തിൻ്റെ തള്ളി മറിക്കും. ഞാനൊരു കാര്യം പറയാം, ജീവിച്ചിരിക്കുമ്പം വെക്കാവുന്ന പാര മൊത്തം എനിക്കിട്ട് വെച്ചിട്ട് ചാകുമ്പോൾ തള്ളാൻ ഒരുത്തനും അങ്ങോട്ട് വന്നേക്കരുത്. അതും കൂടെ പറഞ്ഞേക്കാം. പിന്നെ അല്ലാതെ ഒരു നല്ല വാക്ക് പറയുന്നത് എപ്പോൾ പറയണം? ദൈവദാസന്മാരെ ജീവിച്ചിരിക്കുമ്പോൾ അല്ലേ? തോളെ തട്ട് ദൈവദാസനെ നന്നായിട്ടോ കർത്താവ് അനുഗ്രഹിക്കണം. നമുക്കൊരു സന്തോഷം, മുന്നോട്ട് പോകാനൊരു ഊർജ്ജം അല്ലേ? പിന്നെ ജീവിച്ചിരിക്കുമ്പോൾ ഉള്ള വാര മൊത്തം വെച്ചിട്ട് ജാകുമ്പോൾ തള്ളാൻ ഒരു തന്നെ വന്നേക്കരുത്. അപ്പം ഞാൻ പെട്ടിക്കകത്ത് കിടക്കുന്നു, ആളുകളൊക്കെ വന്നുകൂടി, എല്ലാം കഴിഞ്ഞ് എന്നെ കൊണ്ടുപോയി കല്ലറയ്ക്കകത്ത് വെച്ച് മണ്ണും വാരിയിട്ട് ഉഴുന്നുവടം ചായം കഴിച്ചു. നിങ്ങളെല്ലാവരും കൂടെ പോയി കഴിഞ്ഞ് മണിക്കൂറുകൾ പിന്നിടുമ്പോൾ ഞാൻ എൻ്റെ അസ്ഥിയും മാംസവും വേർപെട്ട് മണ്ണിൽ അലിഞ്ഞു ചേരുന്നത് മരണമെന്ന പ്രോസസ്സിലൂടെയാണ്. ആണോ? അങ്ങനെയെങ്കിൽ ഭൂമിയിൽ ദൈവം സ്ഥാപിച്ച വിവാഹത്തിന്റെ പ്രത്യേകത മരണത്താലല്ലാതെ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കാൻ കഴിയാത്ത പവിത്രമായൊരു ബന്ധമാണ് ഭൂമിയിൽ ദൈവം സ്ഥാപിച്ച വിവാഹം. കേട്ടോ അമ്മാമേ? അല്ല, നാട്ടിലെ പെണ്ണുങ്ങൾ അടിച്ച് കളടി അവനല്ലെങ്കിൽ വേറെ ഒരുത്തൻ, ഇവനെയൊക്കെ വെടിവെച്ചു കൊല്ലാൻ നിയമം വരണം. എന്നാ മിണ്ടാത്തെ? അങ്ങനെയൊന്നും അടിച്ചു കളയാൻ പറ്റുന്നതല്ല ദൈവം ഭൂമിയിൽ സ്ഥാപിച്ച വിവാഹം. ഇത് ഗൗരവമുള്ള വിഷയമാണ്. മനസ്സിലായോ? അതുകൊണ്ടാണ് 10-9.25 പൊരുത്തമുണ്ടെന്ന് പറഞ്ഞത്. അടിച്ചു പിരിഞ്ഞു പോകുമ്പോൾ ഒരു താലിച്ചരട് പോലും ഇല്ലാത്ത ദൈവ കുഞ്ഞുങ്ങൾ സമാധാനത്തോടെ ജീവിക്കാൻ കാരണം അത് ദൈവത്താൽ യോജിക്കപ്പെട്ടതായതുകൊണ്ടാണ്. അപ്പോൾ കല്യാണം പിടികിട്ടി. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ദൈവത്തെ ആരാധിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു. 1-ാം ഘട്ടം. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഞാൻ വായിച്ചപ്പോൾ സംഗതി കൊള്ളാലോ. അപ്പോൾ ഇന്നാളൊരുത്തൻ ചോദിച്ചു, ഷമീറെ, നിങ്ങൾ ഈ ആദമിനെ ഹവ്വയും ബൈബിൾ വായിച്ചപ്പോഴാണോ കണ്ടേ? നിങ്ങൾ മുമ്പ് പഠിച്ചിരുന്ന ഖുർആനിലൊന്നും ആദമിനെ ഹവ്വയും കണ്ടിട്ടില്ലേ? ഞാൻ പറഞ്ഞു കണ്ടിട്ടുണ്ട്. പിന്നെന്തിനാ അത് വിട്ടേച്ച് ഇതെടുത്ത്? അത് പറയാലോ. ഈ പുസ്തകം ലോകത്തോട് ഇതെല്ലാം പറഞ്ഞതിന് ശേഷം 610 വർഷം കഴിഞ്ഞാണ് ആ പുസ്തകം പറഞ്ഞത്. അതുകൊണ്ടാണ് അത് വിട്ടേച്ച് ഇതെടുത്ത്. പിടികിട്ടിയില്ല. AD 570. AD എന്ന് പറയുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ മരണത്തിന് ശേഷമാണല്ലോ AD 570 നബി തിരുമേനി സൗദി അറേബ്യ ജനിക്കുന്നത്. എത്രല്ല? 570. 40 വയസ്സ് തൊട്ട് 63 വയസ്സ് വരെയുള്ള കാലത്തിലാണ് പുള്ളിക്ക് കുറേശ്ശെ അവതരിക്കപ്പെട്ടതെന്നാണ് അവരുടെ ചരിത്രം. പോട്ടെ. 570 + 40 സമം വേറെ എണ്ണി കൂട്ടുവാന്നോ? 570 + 40 സമം 610. 610 വർഷം മുമ്പേ ഈ പുസ്തകം ഇത് പറഞ്ഞു കഴിഞ്ഞു. അതിന് ശേഷമാണ് ആ പുസ്തകം പറഞ്ഞത്. അതുകൊണ്ടാണ് ഇതെടുത്തേ. ഇനിയിപ്പോൾ മുനിയറ കേൾക്കുന്ന ആരെങ്കിലും ചിന്തിക്കുക, നിങ്ങളുടെ ദൈവം ആദ്യമായിട്ട് 2 മനുഷ്യനെ സൃഷ്ടിച്ചു, ആദം ഔവ. അതിന് 6 മാസം മുമ്പേ ഞങ്ങളുടെ ദൈവം സൃഷ്ടിച്ചായിരുന്നു 2 പേര്. എന്നാൽ പിന്നെ ആ 2 പേരുടെ പേര് മൈക്കിലൂടെ ഒന്ന് പറ, കയറി വാ. അറിയണമല്ലോ, നമുക്ക് പഠിക്കണ്ടേ? സകല മതക്കാരോടും ലോകത്തിൽ ആദ്യ മനുഷ്യരാരാന്ന് ചോദിച്ചാൽ സകല എണ്ണവും പറയുന്ന 2 പേരെ ഇന്ന് വരെ കേട്ടിട്ടുള്ളൂ. എന്തുവാ?
ആദമും ഹവ്വയും. അതാദ്യം ലോകത്തോട് പറഞ്ഞത് ഈ പുസ്തകമാണ്. മനസ്സിലായോ? അല്ലാതെ അബദ്ധം പറ്റിയൊന്നും കയറി എടുത്തതല്ലിത്. പണ്ടെൻ്റെ വാപ്പാടെ ആൾക്കാർ വഴി വെച്ച് കണ്ടപ്പോൾ പറഞ്ഞു, മുസ്ലിമിൽ നിന്നൊന്നും ആരും പോകത്തില്ല, നിനക്കെന്തോ അബദ്ധം പറ്റിപ്പോയി. അപ്പം അന്ന് ഞാനിങ്ങോട്ട് വന്ന സമയമാണേ, അതുകൊണ്ടൊരു ചെറിയ ചഞ്ചലം എൻ്റെ ഹൃദയത്തിലുണ്ടായി. അബദ്ധം പറ്റി അങ്ങനെ വന്നത് ആണോ എന്നൊരു ചഞ്ചലം അന്നുണ്ടായി. പുസ്തകം പഠിച്ചു വരുന്നതല്ലേ ഉള്ളൂ. അപ്പം ഞാൻ അന്നൊരു ഉപദേശിയെടുത്ത് ചോദിച്ചു, ഉപദേശി, എന്നെ പോലെ വിശ്വാസത്തിൽ വന്ന വേറെ ആരെങ്കിലും കേരളത്തിൽ ഒരു സമാധാനത്തിന്? അപ്പോൾ പുള്ളി പറഞ്ഞു, ആലപ്പുഴയിൽ നസീർ പാഷും കുടുംബം ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്നാൽ നമ്പർ തരാമോ? പിന്നെ തരാം. അങ്ങനെ നമ്പർ മേടിച്ച് ആലപ്പുഴയ്ക്ക് വിട്ടു നസീർ പാഷക്കാണ്. അവിടെ ചെന്നപ്പം പാസ്റ്റർ നസീറും ഭാര്യ റഷീദയും കർത്താവിൻ്റെ വേല ചെയ്യുക. ഞാൻ ചോദിച്ചു, നസീർ പാഷ എന്നാ വിശ്വാസത്തിൽ വന്നേ? എന്നോട് ചോദിച്ചു, നീ എന്നാ വന്നേ? ഞാൻ പറഞ്ഞു, ഞാൻ ഇപ്പോൾ 2002 വന്നേ. ഞാൻ 94 ഇറങ്ങിയെന്ന്. ആലപ്പുഴ ജനിച്ച, ആലപ്പുഴ വളർന്ന, ആലപ്പുഴയിൽ പാർട്ടി പ്രവർത്തകനായി ഇൻകുല സിന്താബ വിളിച്ച് നടന്ന നസീർ പാഷും റഷീദ ആമേ സഹോദരിയും കർത്താവിൻ്റെ വേല ചെയ്യുന്ന കണ്ടു. അപ്പോൾ എനിക്കൊരു സമാധാനം. അല്ല, അങ്ങനല്ലേ മലയാളി, അങ്ങനല്ലേ? നമ്മുടെ വീട്ടിൽ കറണ്ട് പോകുമ്പോൾ ജനൽ തുറന്ന് അപ്പുറത്തോട്ട് നോക്കി അവിടെയും കൂടെ പോയെന്ന് അറിയുമ്പോൾ ഒരു സമാധാനം. അപ്പോൾ ഒരുത്തനും കൂടെ ഉണ്ടല്ലോ എന്നുള്ള ഒരു സമാധാനം. അപ്പം ഞാൻ ചോദിച്ചു, നസീർ പാഷ വേറെ ആരെങ്കിലും ഉണ്ടോ? പുള്ളി പറഞ്ഞു, പിന്നെ പാഷ സിയാദ് മുഹമ്മദ് കോട്ടയത്തുണ്ടെന്ന്. കണ്ട ദൈവാസന അറിയാം. ഞങ്ങൾ ഒരുമിച്ച് വർഷങ്ങൾക്ക് മുമ്പ് കാസർഗോഡ് പ്രവർത്തിച്ച കഥയൊക്കെ ഇപ്പോൾ പറഞ്ഞപ്പോഴാണ് ഓർത്തത്. സ്തോത്രം. അപ്പോൾ ശ്രദ്ധിച്ചാട്ടെ. അപ്പോൾ പറഞ്ഞു, സിയാദ് മുഹമ്മദ് കോട്ടയത്തുണ്ടോ? നേരെ വിട്ടു. സിയാദിനെ കണ്ടിട്ട് ചോദിച്ചു, സിയാദ് വേറെ ആരെങ്കിലും ഉണ്ട്? പിന്നെ പാസ്റ്റർ ഷാജഹാൻ മലപ്പുറത്തുണ്ടെന്ന്. നേരെ വിട്ടു ചുങ്കത്തറയിൽ. അവിടെ ചെന്നപ്പോൾ ഷാജഹാനും ഷീജ ബീവിയും കർത്താവിൻ്റെ വേല ചെയ്യുന്നു. ഷാജഹാനെ കണ്ടപ്പോൾ ചോദിച്ചു, വേറെ ആരെങ്കിലും ഉണ്ടോ? പിന്നെ പാസ്റ്റർ ഇസ്മായിൽ അട്ടപ്പാടിയിലുണ്ടെന്ന്, ഡോക്ടർ മുരളീധരൻ്റെ കൂടെ ട്രൈബൽ മിഷനിലുണ്ടെന്ന്. ഇന്നല്ല കേട്ടോ, അന്ന്. നേരെ വിട്ടു ഇസ്മായിലിനെ കാണാൻ. കണ്ടു. ഇപ്പം എൻ്റെ അളിയനാ, പെങ്ങളെ കെട്ടി IPCയിലെ പാസ്റ്ററാ. അപ്പം ഇസ്മായിൽ പറഞ്ഞു, പാസ്റ്റർ റഫീഖ് വയനാടുണ്ടെന്ന്. റഫീഖിനെ കണ്ടപ്പോൾ പറഞ്ഞു, പാസ്റ്റർ മുനീർ കാസർഗോഡുണ്ടെന്ന്. മുനീറിനെ കണ്ടപ്പോൾ പറഞ്ഞു, പാസ്റ്റർ അബ്ദുൽ വഹാബ് കണ്ണൂർ തളിപ്പറമ്പിൽ പ്രവർത്തിക്കുന്നെന്ന്. അബ്ദുൽ വഹാബിനെ ചെന്ന് കണ്ടപ്പോൾ പുള്ളി പറഞ്ഞു, എൻ്റെ അനിയൻ അബ്ദുൽ സമദ് തിരുവനന്തപുരത്ത് നാലാഞ്ചിറ പ്രവർത്തിക്കുന്നെന്ന്. അബ്ദുൽ സമദിനെ ചെന്ന് കണ്ടപ്പോൾ പുള്ളി പറഞ്ഞു, നാലാഞ്ചിറ എന്നൊരു സൗദാ ബീവി ഇറങ്ങിയിട്ടുണ്ട്, ഇപ്പോൾ കുവൈറ്റിലുണ്ടെന്ന്. പിന്നെ ചുരുക്കി പറഞ്ഞാൽ ആയിരക്കണക്കിന് ആളുകളാണ് ഇന്ന് ഈ കൊച്ചു കേരളത്തിൽ ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. ഇപ്പം മനസ്സിലായത് അബദ്ധം പറ്റിയത് അല്ല. കഴിഞ്ഞ ആഴ്ച തിരുവനന്തപുരത്ത് യോഗത്തിന് പോയി. മദനയിലൊട്ടിച്ചിരിക്കുന്ന സുവിശേഷ യോഗത്തിൻ്റെ പോസ്റ്ററൊക്കെ നോക്കിയപ്പം അതിശയം വരിക. കാരണം എന്താ? പുതിയ പുതിയ പാസ്റ്റർമാരുടെ പേരുകളാ. പാസ്റ്റർ സുരേഷ്, സുമേഷ്, രതീഷ്, രമേശ്, നാരായണൻകുട്ടി, ഗോപാലകൃഷ്ണൻ, ഗോപിനാഥൻ, ആചാരി, കുട്ടപ്പൻ, രാജപ്പൻ, എല്ലാം പാസ്റ്റർ. സ്തോത്രം. മൂന്നാമത്തെ ഒരു ഭാഗം നോക്കുമ്പോൾ ഫാദർ മാർഷലിൻ ജെ മൊറൈസ് അച്ഛൻ, റോമൻ കത്തോലിക്ക പുരോഹിതനായിരുന്ന, സന്യാസിവരനായിരുന്ന ഫാദർ മാർഷലിൻ ജെ മൊറൈസ് അച്ഛൻ, യാക്കോബായ പുരോഹിതനായിരുന്ന ഫാദർ ജോർജ് മാത്യു പുതുപ്പള്ളി അച്ഛൻ, കത്തോലിക്ക പുരോഹിതനായിരുന്ന ഫാദർ ക്രിസ്പിൻ അച്ഛൻ, ഇവരെല്ലാം 60-70 വയസ്സിൽ പോത്തിനെ കുളിപ്പിക്കുന്ന കലക്കവെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെട്ട് പെന്തക്കോസുകാരുടെ കൂടെ കൂടി. കുഞ്ഞുകളി അല്ല കുഞ്ഞേ, ഇതിൻ്റെ പിന്നെ ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. അല്ലെങ്കിലും ആർക്കും ഇഷ്ടമുള്ള ഒരു കൂട്ടം അല്ലിത്. ചുമ്മാ കൊട്ടിപ്പാടി കലബില ബിലബിലാന്ന് പറഞ്ഞ് എന്തൊരു ബഹളം, ചെബിതല. നാളൊരുത്തൻ പറഞ്ഞ്, നിങ്ങളെല്ലാം കൂടെ കൈയടിച്ച് ദൈവത്തെയും കൂടെ ഓടിക്കുമല്ലോ. എന്തിനാ ഇങ്ങനെ കിടന്ന് ബഹളം? ഹലോ, എന്തിനാ ഇങ്ങനെ കിടന്ന് ബഹളം ഉണ്ടാക്കുന്നതെന്ന് ഒരുത്തൻ ചോദിച്ചു. ഞാൻ പറഞ്ഞു, എടാ, നിന്റെ വീട്ടിൻ്റെ അടുത്തൊരു തുണിക്കട ഉദ്ഘാടനം ചെയ്യാൻ മമ്മൂട്ടി വന്നാലോ? നീ ബഹളം ഉണ്ടാക്കും, അവിടെ കിടന്ന് ചാടിത്തുള്ളും, ചെണ്ട പൊട്ടിക്കും, കുണ്ടും പൊട്ടിക്കും. ഈ ഭൂമിയിലെ ഒരു മനുഷ്യൻ നിന്റെ അടുത്തലേക്ക്, നീ പ്രതീക്ഷിക്കുന്ന ഒരു മനുഷ്യൻ നിന്റെ അരികിലേക്ക് വരുമ്പം നീ ഇമാതിരി കോക്കറികളൊക്കെ ഇവിടെ കിടന്ന് കാണിക്കുന്നെങ്കിൽ 2-3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുമ്പോൾ അവരുടെ മധ്യേ ഞാൻ ഇറങ്ങി വരാമെന്ന് പറയുന്ന മഹാദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിച്ചറിയുന്ന ദൈവ കുഞ്ഞുങ്ങൾക്ക് അടങ്ങിയിരിക്കാനൊക്കത്തില്ല. അവർ ആത്മാവിൽ ദൈവത്തെ സ്തുതിക്കും. അവരുടെ സന്തോഷം അവർ കയ്യടിയിലൂടെ പ്രദർശിപ്പിക്കും. അവർ ദൈവത്തിന് മഹത്വം കൊടുക്കും. അവർ ദൈവത്തെ ആരാധിക്കും. ആ ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കുമ്പോൾ ചെയ്യുന്നത്. സ്തോത്രം. ഞങ്ങളല്ലാതെ മാർക്കറ്റിൽ മീൻ വാങ്ങാൻ പോകുമ്പോൾ അവിടെ ഇരുന്ന് കൈയടിക്കാറില്ല. സ്തോത്രം. ശ്രദ്ധിച്ചാട്ടെ. അപ്പം മനോഹരമായ 1-ാം ഘട്ടം. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ആകെ കൂടെ ഒരു ദൈവം, യഹോവയായ ദൈവം. ആകെ കൂടെ 2 മനുഷ്യൻ, ആദം ഹവ്വ. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ സംഗതി കൊള്ളാമല്ലോ. മനുഷ്യന്മാർ തമ്മിൽ അടിയില്ല, കാരണം വേറെ മനുഷ്യരില്ല. ദൈവങ്ങൾ തമ്മിൽ അടിയില്ല, കാരണം വേറെ. അതുകൊണ്ടാണ് പണ്ട് പിതാക്കന്മാർ പാടിയത്, ഏകസത്യ ദൈവമേയുള്ളൂ ഭൂവാസികളെ, ഏക സത്യ ദൈവമേയുള്ളൂ ഭൂവാസികളെ,
ഏക സത്യ ദൈവമേ ഉള്ളൂ. അപ്പൊ സന്തോഷത്തോടെ ഒന്നാം ഘട്ടം. വല്ല പ്രശ്നമുണ്ടോ? അപ്പൊ നമുക്ക് രണ്ടാം ഘട്ടത്തിലേക്ക് പോകാം. പിന്നെ എവിടെ പ്രശ്നത്തിന് തുടക്കം പറയാം? സുട്ടാവായ ദൈവത്തിൽ നിന്ന് സുട്ടിയായ മനുഷ്യനെ അകറ്റിക്കളയുവാൻ രംഗപ്രവേശനം ചെയ്ത ഒരു വില്ലനെ കണ്ടു. ആരാ ഈ വില്ലൻ? ലോകത്തിലെ മനുഷ്യന്മാര് പല പേരിലാണ് അവനെ സംബോധന ചെയ്യുന്നത്. പിശാച്, പിശാച്, ഇബ്ലീസ്, ശൈത്താൻ, സാത്താൻ എന്നിങ്ങനെ മനുഷ്യൻ വിവിധ നാമത്തിൽ സംബോധന ചെയ്യുന്നവൻ പിശാച്. പിശാചിനെ കുറിച്ച് വർണ്ണിക്കേണ്ട കാര്യമൊന്നുമില്ല, ഒരു രണ്ട് വാക്ക് തിരിച്ചറിവിന് പറയാം. പിശാചെന്ന് പറഞ്ഞാൽ ചില ആളുകൾ വിചാരിച്ചിരിക്കുന്നത് പണ്ട് ഒനിഡാ ടിവിയുടെ പരസ്യത്തിലൊരു മൊട്ടത്തലയും വരുമായിരുന്നു, കണ്ണും തള്ളി കൊമ്പും വെച്ച് പല്ലു ഉന്തി ഇളിച്ചോണ്ട് വരുന്നൊരു രൂപം. പിശാചെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കുന്ന ഒരു രൂപമാണ് പലരുടെയും മനസ്സിൽ കയറിപ്പോയി. എന്നാൽ വേദപുസ്തകം അവനെക്കുറിച്ച് പറയുന്ന ചില പരാമർശങ്ങൾ ശ്രദ്ധിക്കണം. ഒരാത്മാവ് അവനെ പിടിച്ചിട്ടു, ദുരാത്മാവ് അവനെ തള്ളിയിട്ടു, അശുദ്ധാത്മാവ് ഇവനെ വിട്ട് പോക എന്ന്. അപ്പം നിരവധി പ്രയോഗങ്ങളിലെല്ലാം ആത്മാവെന്ന് കൂട്ടി, ഈ ദുരാത്മാവ്, അശുദ്ധാത്മാവ്. മനസ്സിലായോ? അപ്പോൾ ഈ പിശാചെന്ന് പറഞ്ഞാൽ അവനൊരു മാനുഷിക ശരീരമുള്ളവൻ അല്ല, അവനൊരു ആത്മാവാണ്. എന്താത്മാവ്? ഇരുട്ടിൻ്റെ ആത്മാവ്, ഈവിൾ സ്പിരിറ്റ്. പക്ഷെ ഇവൻ എന്നും പ്രവർത്തിക്കാൻ ഇവൻ ചില ശരീരങ്ങളെ യൂസ് ചെയ്യുന്നു. തിരിച്ചറിയണം, ചില ശരീരങ്ങളെ യൂസ് ചെയ്യുന്നു. അത് മനുഷ്യൻ്റെ ശരീരമായാലും മൃഗത്തിൻ്റെ ശരീരമായാലും അവൻ യൂസ് ചെയ്യും. അതിന് ബൈബിളിൽ തെളിവുണ്ടോ? ഉണ്ട്. ഗദർദേശത്തൊരു മനുഷ്യൻ്റെ ശരീരത്തിലിരുന്നു, കർത്താവ് അവനെ ശാസിച്ചു, നേരെ എങ്ങോട്ട് പോയി? പന്നിക്കൂട്ടത്തിലോട്ട് പോയി. പന്നിയായാലും മനുഷ്യനായാലും അവൻ യൂസ് ചെയ്യും. അപ്പം ഇന്ന് രാത്രി മുനിയറക്കാർ ചോദിക്കാം, ദൈവമേ ഈ പിശാച് ഏത് മനുഷ്യനെയാണ് യൂസ് ചെയ്യുന്നത്? അറിഞ്ഞിരുന്നെങ്കിൽ ഒരു മുൻകരുതൽ എടുക്കായിരുന്നു. പറഞ്ഞു തരാം, മുൻകരുതലെടുത്തോ. ഏത് ശരീരത്തെ ഇവൻ യൂസ് ചെയ്യുമെന്ന് ചോദിച്ചാൽ ഇന്ന് രാത്രി പറയാം. വേദപുസ്തകത്തിൽ ഇങ്ങനെ ഒരു എഴുത്തെഴുതിയിട്ടുണ്ട്. എന്താ? മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു. മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ വസിക്കുന്നു. അർത്ഥാൽ യേശുക്രിസ്തു അകത്തില്ലാത്ത സകല ശരീരത്തിലും അവൻ ആക്സസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ തൊണ്ട കീറുന്നത്, യേശുക്രിസ്തുവിനെ സ്വീകരിക്കണം. പിശാചിനോട് ടാറ്റ പറയാൻ യേശുവിൻ്റെ അകത്ത് വരണം. കിട്ടിയോ? അപ്പോൾ അവിടെ കാണുന്നത് ഈ ഇരുട്ടിൻ്റെ ആത്മാവ് പിശാച്. ഇനി പിശാചിനെ കുറിച്ച് വേറെ ചില ആളുകളുടെ തെറ്റിദ്ധാരണയുണ്ട്. എന്താ? ഈ ചത്ത് കഴിഞ്ഞിട്ട് വെള്ള സാരിയും വെള്ള ബ്ലൗസ് കൊടുത്ത് ചട്ടി പുകയും പുകച്ച് പാട്ടും പാടി കിണറ്റുകാരെ വന്ന് എത്തി നോക്കുന്നതാണ് പിശാച് എന്നാ വേറെ ചിലരുടെ ചിന്ത. തെറ്റിദ്ധാരണ മാറ്റണം. മരിച്ച ആരുടെ ആത്മാക്കൾ ആർക്കും ഒരു ദോഷം ഉണ്ടാക്കാൻ വരത്തില്ല. പിന്നെ ആത്മാക്കൾ എവിടാന്നുള്ളത് സമയം ഉണ്ടെങ്കിൽ വായിച്ച് കേൾപ്പിക്കാം. അവിടെ നിൽക്കട്ടെ. മരിച്ച ആരുടെ ആത്മാക്കളൊന്നും സാരിയും ബ്ലൗസ് കൊടുത്ത് ചുവന്ന ചുരിദാറിട്ടുകൊണ്ട് തൂങ്ങിച്ചത്ത പെണ്ണ് ചത്ത് കഴിഞ്ഞപ്പം വെള്ള സാരിയും ബ്ലൗസ്. പിന്നെ ദൈവം തുണിക്കച്ചവടം നടത്തുക, അങ്ങോട്ട് വരുന്നവർക്കെല്ലാം വെള്ളം കൊടുത്ത് ഇങ്ങോട്ട് വിടും. എനിക്ക് അതിനേക്കാൾ അതിശയം തോന്നിയ മറ്റൊരു ചിന്ത പറയട്ടെ. ഈ ചത്തട്ട് തിരിച്ചു വരുന്ന യക്ഷികളെല്ലാം പെണ്ണുങ്ങളാണ്. അതിന് ആണുങ്ങളെ വിടാത്ത? ആണുങ്ങൾ ചാകുന്നില്ലേ ഇഷ്ടം പോലെ? അവരാരും വരുന്നില്ല. വരുന്ന യക്ഷികളെല്ലാം പെണ്ണുങ്ങളാണ്. നിങ്ങൾ പ്രതിഷേധിക്കണം. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കിക്കോണം സൗര്യന്മാരെ, ഇതെല്ലാം ഈ സീരിയലുകാരുണ്ടാക്കി വെച്ച മെനയാണ്. മനസ്സിലാകുന്നുണ്ടോ? ഈ സീരിയലുകാർ എന്തെല്ലാം മെനയാണ് ഉണ്ടാക്കി. ഞാൻ ഈ തീരദേശം എന്ന് പറയുമ്പോൾ ഓർമ്മ വരുന്ന ഞങ്ങളുടെ നാട് നിങ്ങൾക്ക് ഓർമ്മ വരും. കാര്യം നീണ്ടകര തുറമുഖം ഞങ്ങൾക്ക് കൊല്ലത്ത് തീർക്കാം. അപ്പം നീണ്ടകര ശക്തികുളങ്ങര ഭാഗത്തൊക്കെ തീരദേശത്ത് സുവിശേഷം അറിയിക്കാൻ ഞങ്ങൾ പരസ്യയോഗത്തിന് പോകും. അപ്പോൾ ഒരിക്കൽ അങ്ങനെ പോയപ്പം ഒരു മീൻപിടുത്തക്കാരൻ അച്ചായൻ വള്ളത്തെ ചാരി ഇങ്ങനെ നിൽക്കുക. അപ്പോൾ പുള്ളി ലുങ്കി ഉടുത്തിട്ടുണ്ട്, ഉടുപ്പിട്ടിട്ടില്ല, വായിക്കകത്ത് മുറുക്കാനും ഉണ്ട്. ഇങ്ങനെ ചവച്ച് വള്ളത്തെ ചാരി നിൽക്കുക. അപ്പോൾ നമ്മൾ അങ്ങോട്ട് ചെന്നു, എന്നാ ഉണ്ട് അച്ചായ? ഓ ഇങ്ങനെയൊക്കെ അങ്ങ് പോകുന്നു ഉപദേശി. എങ്ങനെയുണ്ട് വള്ളപ്പണിയൊക്കെ? ഓ മീനൊന്നും പഴയ പോലെ അങ്ങോട്ട് കയറുന്നില്ല ഉപദേശി. നിങ്ങളൊക്കെ ഒന്ന് പ്രാർത്ഥിക്കുക വല്ലതൊക്കെ ഇങ്ങോട്ട് കയറാൻ. ഞാൻ പറഞ്ഞു, പിന്നെ നിങ്ങളെയൊക്കെ പരിഗണിച്ചില്ലേ പിന്നെ കർത്താവ് ആരെ പരിഗണിക്കാനാ? കർത്താവ് നിങ്ങളുടെ കൂടെ അല്ലായിരുന്നു അല്ലേ? മീൻപിടുത്തക്കാരായ ആളുകളുടെ കൂടെ സഞ്ചരിച്ചില്ലേ കർത്താവ്? കർത്താവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗ്രൂപ്പ് നിങ്ങളാ. അതുകൊണ്ട് നിങ്ങൾ ധൈര്യമായിട്ടിരി, മീനൊക്കെ കയറുമെന്ന് പറഞ്ഞു. പ്രാർത്ഥിക്കണം ഉപദേശം. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ പുള്ളിയുടെ ഉടുപ്പിട്ടിട്ടില്ലല്ലോ. അപ്പം നെഞ്ചത്ത് വലിയൊരു കുരിശ് ഇങ്ങനെ ഇട്ടേക്കുക. അപ്പം ഞാൻ കൗതുകത്തിന് ചോദിച്ചു, ഇതെന്നാ ഇത്രയും വലിയ കുരിശ് നെഞ്ചത്തിട്ടേക്കുന്നേ? എന്നെ പുള്ളി പറഞ്ഞു, നിങ്ങൾ ഉപദേശിമാർക്ക് ഇതൊന്നും അറിയത്തില്ലയോ? ഞാൻ ചോദിച്ചു, എന്നെ കുരിശ് കണ്ട പിശാച് അടുക്കിയാലോ ഉപദേശി? അപ്പം ഞാൻ ചോദിച്ചു, ഈ ബൈബിള് ഞാൻ തുടക്കം മുതൽ ഒടുക്കം വരെ പലതവണ വായിച്ചിട്ടും അങ്ങനൊരു വാക്യം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ അച്ഛാ. അതെവിടെ അച്ഛാ ആ വാക്യം? എന്നെ പുള്ളി പറയാ, ബൈബിളിലല്ല ഉപദേശി, സീരിയലിലാന്ന്. നമ്മൾ പിന്നെ സീരിയൽ കാണാത്തതുകൊണ്ട് അതെന്തോ സീരിയലിൽ എന്തുവാ? സീരിയലിൽ ഈ വെള്ളസാരിയും ബ്ലൗസ് കൊടുത്ത് പിശാച് പാട്ടും പാടി വരുമ്പോൾ ഞങ്ങളുടെ അച്ഛൻ കുരിശെടുത്ത് അങ്ങോട്ട് കാണിക്കുമ്പോൾ കുരിശിൽ നിന്ന് പ്രകാശം അങ്ങോട്ട് അടിക്കുന്നു. പിശാച് എന്ത് ചെയ്യുന്നു? അലറിക്കൊണ്ട്. അപ്പം ഇത് കണ്ടപ്പോൾ ഈ പാവപ്പെട്ടവൻ്റെ ഹൃദയത്തിൻ്റെ അകത്ത് കയറിയ ഒരു ചിന്ത, കുരിശ് കണ്ട പിശാച് ഓടുവന്ന്. അപ്പം ഞാൻ ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കുരിശിരിക്കുന്ന ഒരു സ്ഥലം എനിക്കറിയാം, അച്ചായനറിയാവോ എന്ന് ചോദിച്ചു. നിങ്ങൾക്കറിയാവോ? സെമിത്തേരി.
മാർബിളിൻ്റെ കുരിശ്, ഗ്രാനൈറ്റിൻ്റെ കുരിശ്, തടിയുടെ കുരിശ്, സിമെൻറ്റിൻ്റെ കുരിശ്, എല്ലാ കുരിശും ഇരിക്കുന്ന സ്ഥലമാണ് സെമിത്തേരി. അങ്ങനെയാണെങ്കിൽ പിശാചിൻ്റെ പൊടി പോലും ഇല്ലാത്ത സ്ഥലം ഏതായിരിക്കണം? വാ തുറന്ന് പറ. സെമിത്തേരി. ദൈവത്തിൻ്റെ പ്രകാശം ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലം ഏതായിരിക്കണം? സെമിത്തേരി. അങ്ങനെയാണെങ്കിൽ പ്രകാശം അടിക്കുന്നിടത്തല്ലേ കുർബാന കഴിക്കേണ്ടത്. പോയാലോ? 10 മണി കഴിഞ്ഞാൽ രക്തം ചെയ്യാൻ പറഞ്ഞ് അതുവഴി ഇത്രയും കുരിശുണ്ടായിട്ട് അപ്പോഴാണ് ഈ ഇത്തിപ്പോന്നേം കഴുത്തായിട്ടുണ്ട് നടക്കണം. പിശാച് വരുത്തില്ലെന്ന് ചിലർ മറച്ച് പിടിക്കുന്നു. സ്തോത്രം. അപ്പം ഇതൊക്കെ സീരിയലുകാരുണ്ടാക്കി വെച്ച മേനയാണ്. മനസ്സിലാകുന്നുണ്ടോ? ഹലോ, മനസ്സിലാകുന്നുണ്ടോ? ഇതൊന്നും ദൈവികമായിട്ടൊന്നും ഇട്ടുകൊണ്ട് നടക്കണ്ട. പിന്നെ കിടക്കുന്നത് ഇരുന്നോട്ടെ, വല്ല ബുദ്ധിമുട്ട് വരുമ്പോൾ പണയം വെക്കാം, കിടന്നോട്ടെ. അല്ലാതെ ഇതിനകത്ത് ദൈവികമായിട്ടൊന്നും കൊണ്ട് ഒട്ടിക്കാതിരുന്നാൽ മതി. പോട്ടെ. അപ്പം ചുരുക്കി പറഞ്ഞാൽ ഈ ദൈവത്തിൽ നിന്ന് മനുഷ്യരെ അകറ്റിക്കളയുവാൻ ഈ ഇരുട്ടിൻ്റെ ആത്മാവിൻ്റെ രംഗപ്രവേശം. എന്താ അവൻ്റെ ഉദ്ദേശം? ഇന്ന് രാത്രി ദൈവമക്കൾ ഗൗരവത്തോടെ കേട്ടോണം. നീ ഈ പട്ടണത്തിൽ ഒരു വലിയ കൊട്ടാരം പണിയുന്നതിന് അവന് എതിർപ്പില്ല. നീ ഇടുക്കി പട്ടണത്തിൽ ഒരു വലിയ ബിസിനസ് നടത്തുന്നതിന് അവന് എതിർപ്പില്ല. നീ ഈ പട്ടണത്തിൻ്റെ അകത്ത് എന്തൊക്കെ കാണിച്ചു കൂട്ടുന്നതിന് അവന് എതിർപ്പില്ല. അവൻ ഒറ്റ കാര്യത്തിലേ എതിർപ്പുള്ളൂ, നീ ദൈവത്തിങ്കലേക്ക് തിരിയരുത്. മനുഷ്യനെക്കുറിച്ചുള്ള പിശാചിൻ്റെ ഉദ്ദേശം അത്ര മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് മനസ്സിലാക്കിക്കോണം, നീ ഈ ലോകത്തിൽ എന്തൊക്കെ നേടിയെന്ന് പറഞ്ഞാലും, വേദപുസ്തകം പറയുന്നു, ഈ ലോകം മുഴുവൻ നേടിയാലും ഇടുക്കി പട്ടണത്തിലെ മുഴുവൻ നന്മകളും നിന്റെ പേരിൽ പ്രമാണം എഴുതി വാങ്ങിച്ചു വെച്ചാലും നിന്റെ ആത്മാവ് നരകത്തിൽ പതിച്ചാൽ നിനക്ക് എന്ത് പ്രയോജനമെന്ന് ഇന്ന് രാത്രി ചിന്തിക്കണം. മനസ്സിലായോ? അതുകൊണ്ട് ഈ ലോകത്തിലെ ചില ആളുകൾ ഈ ലോകത്തിലെ നന്മ കിട്ടിയതിനെ കുറിച്ച്, ദൈവം എന്നെ മാനിച്ചു, എന്നെ അനുഗ്രഹിച്ചു. ആര്? ദൈവം എന്നെ അനുഗ്രഹിച്ചെന്ന. എന്ത് കിട്ടി? കാറ് കിട്ടി, വീട് കിട്ടി. എടാ, ദൈവമില്ലെന്ന് പറയുന്ന നിരീശ്വരവാദികൾ ഈ കൊച്ചു കേരളത്തിലുണ്ട്, ഇല്ലയോ അച്ഛാ? കൊച്ചിയിലും കോഴിക്കോടും എറണാകുളത്തും എല്ലായിടത്തും നിരീശ്വരവാദികളുണ്ട്. ഈ രവിചന്ദ്രനെ പോലുള്ള ആളുകളുണ്ട്. അവരൊക്കെ വഴിയിലിരുന്ന് ഭിക്ഷ എടുത്താണോ ജീവിക്കുന്നത്? ആണോ? ദൈവമില്ല, ഒരു കുന്തം ഇല്ലെന്ന് പറയുന്ന നിരീശ്വരവാദികൾ ഈ കൊച്ചു കേരളത്തിൽ നല്ല ഫ്ലാറ്റിൽ, നല്ല ബെഡും, നല്ല AC റൂമിലുമൊക്കെ അവർ താമസിക്കുന്നു. അവർ സഞ്ചരിക്കുന്നത് BMW, ഓഡി, ബെൻസ്, ജാഗ്വാറിലൊക്കെ ഇവർ സഞ്ചരിക്കുന്നത്. ദൈവമില്ലെന്ന് പറയുന്നവൻ ഇവിടെ BMW-യിലും ഓഡിയിലും ബെൻസിലും സഞ്ചരിക്കുമ്പോഴാണ് ഇവിടെ ഒരു പാട്ട മാരുതിക്കാറും വെച്ച് നമ്മൾ പറപ്പിക്കുക, കൃപയാൽ ഒരു മാരുതിക്കാർ ദൈവം നമ്മൾ പറപ്പിക്കുക. അപ്പോൾ പാസ്റ്റർ അതിൻ്റെ ഉന്തിൻ്റെ കൂടെ ഒരു തള്ളും. പാസ്റ്റർ, ഇതൊന്നും ആയിട്ടില്ല ബ്രദറെ, ദൈവം തുടങ്ങിയിട്ട്. ഒന്ന് ചിന്തിച്ച് നോക്കേ, എങ്ങോട്ടായി പോന്നേ? ഒന്ന് ചിന്തിച്ചേ, ഒന്ന് മടങ്ങി വന്നേ. ദൈവമക്കളെ, ഒന്ന് മടങ്ങി വന്നേ. ഈ ലോകത്തിലെ നന്മകൾ എന്ത് നമുക്ക് കിട്ടിയാലും അത് ഈ ലോകത്തിൽ അവകാശപ്പെടാൻ കഴിയുന്ന മറ്റു മനുഷ്യന്മാർ ഈ ലോകത്തിലുണ്ട്. പക്ഷേ ഈ ലോകത്തിൽ ഒരുത്തനും അവകാശപ്പെടാൻ കഴിയാത്ത ഒരു ലോട്ടറി, ഒരു ബോണസ്, ഒരു ഭാഗ്യം രക്ഷിക്കപ്പെട്ട ദൈവമക്കൾക്ക് ലഭിച്ചിട്ടുണ്ട്. അറിയാമോ? ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പറോട്, ഇവിടുത്തെ പ്രസിഡന്റിനോട്, ഇവിടുത്തെ MLA-യോട്, MP-യോട്, മുഖ്യമന്ത്രിയോട്, എന്തിന് പ്രധാനമന്ത്രിയോടും ചോദിക്കാം, ഈ അണ്ടകടാകത്തെ മുഴുവൻ സൃഷ്ടിച്ച മഹാദൈവത്തെ പിതാവേ എന്ന് വിളിക്കാനുള്ള പുത്രത്വത്തിന്റെ ആത്മാവിനെ അവൻ എനിക്ക് നൽകിയിട്ടുണ്ട്. അത് നിനക്കുണ്ടോ? അതാണ് ദൈവമക്കളുടെ പ്രിവിലേജ്, രക്ഷിക്കപ്പെട്ടവന്റെ പ്രിവിലേജ്. ദൈവമക്കളെന്ന് വിളിക്കപ്പെടാനുള്ള ഭാഗ്യം ഈ ലോകത്തിലെ ഒരു അംബാനിക്കും ഇല്ല. അതറിയോ? കോടിക്കണക്കിന് രൂപ കൊടുത്താൽ അത് വാങ്ങാനും പറ്റില്ല. അറിയോ? ഈ സാധുക്കളായ നമുക്ക് ദൈവം തന്ന ലോട്ടറിയാണ്. അതിനേക്കാൾ വലുത് ഇനി ഒന്നും കിട്ടിയില്ലേലും സാരമില്ലെന്ന് പറയണം ദൈവമക്കൾ. ഈ ലോകയാത്രയിൽ എന്തെങ്കിലും ഒരു ഭൗതിക നന്മ കിട്ടിയോ? മേടിച്ചോ? പിണക്കൊന്നുമില്ല, മേടിച്ചോ. ദൈവത്തിനറിയാം ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമുക്ക് ആവശ്യമായ. ഞാൻ ചോദിക്കട്ടെ, നമ്മളൊരു മക്കളെ ജനിപ്പിച്ച ഈ കുഞ്ഞുങ്ങൾ വളർന്നു വരുന്ന ഓരോ കാലഘട്ടത്തിലും അവർ ചോദിക്കുന്നത് മാത്രം മേടിച്ചു കൊടുത്താണോ നമ്മൾ വളർത്തിയേ? അല്ല. ചെറിയ പ്രായത്തിൽ നിന്ന് അവർ വളർന്നു വരുമ്പോൾ ഉടുപ്പിടണം, നിക്കറിടണം, അല്ലെങ്കിൽ ഇന്നത് ധരിക്കണമെന്നൊന്നും അവർക്കാരും ട്യൂഷൻ എടുത്തു കൊടുത്തില്ല, നമ്മളായിട്ട് കൊടുത്തേ. വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും കുഞ്ഞുങ്ങൾക്ക് വേണ്ടത് എന്താണെന്ന് മാതാപിതാക്കൾക്ക് അറിയാമെങ്കിൽ എന്നെയും നിന്നെയും സൃഷ്ടിച്ച ദൈവത്തിനറിയാം. ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ എനിക്കും നിനക്കും ആവശ്യമായ നന്മ എന്താണെന്ന് അതറിഞ്ഞു ദൈവത്തിന് ഹിതമെങ്കിൽ അത് നൽകി തരുമ്പോൾ സ്തോത്രത്തോടെ മേടിച്ചോ. പക്ഷെ മേടിക്കുമ്പോൾ തലച്ചോറിൻ്റെ അകത്തൊരു ചിന്തയും കൂടെ വേണം. നാളെ ഒരൊറ്റ രോഗം വന്നാൽ മതി, ഒറ്റ മാസം കൊണ്ട് ഇന്ന് നേടിയതെല്ലാം തീരാം. അന്നേരവും എനിക്ക് ദൈവത്തോട് പിണക്കമില്ല. കാരണം കിട്ടിയാൽ സ്തോത്രം, കിട്ടിയില്ലെങ്കിൽ പരാതിയില്ല. അതാ ക്രിസ്തീയ ജീവിതം. പെന്തക്കോസ്ത് ചരിത്രം അത് അങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. ന്യായമായി ലഭിക്കേണ്ടുന്ന ഓഹരി പോലും തരത്തില്ലെന്ന് പറഞ്ഞ് കുടുംബക്കാർ ഇറക്കി വിട്ട പിതാക്കന്മാർ,
കൈക്കുഞ്ഞുങ്ങളെ പിടിച്ചുകൊണ്ട് തിരുവല്ല ബസ് സ്റ്റാൻഡിൽ വന്ന് നിന്നിട്ട് തെക്കോട്ട് പോകണോ വടക്കോട്ട് പോകണോ എന്നറിയാതെ നെടുവീർപ്പിട്ട് ദൈവമുഖത്തേക്ക് നോക്കിയ പിതാക്കന്മാർ, അന്ന് അവര് ന്യായമായി അവർക്ക് കിട്ടാനുള്ള നന്മകളൊക്കെ അവർ ചപ്പന്നും ചവറന്നും കണ്ട് അവർ വലിച്ചെറിഞ്ഞു. ഈ പുസ്തകത്തിന് വേണ്ടി, നിത്യതയ്ക്ക് വേണ്ടി അവരിറങ്ങി. അന്ന് പിതാക്കന്മാർ വലിച്ചെറിഞ്ഞതൊക്കെ ന്യൂ ജനറേഷൻ ഇപ്പൊ കുനിഞ്ഞു പറക്കുക. അതിന് നമ്മുടെ പാസ്റ്റർമാരാണ് ആമേൻ. പറക്കടാ മോനെ, പറക്കുന്നല്ല, പ്രാപിച്ചോ, അതാ ഇപ്പോഴത്തെ വാക്ക്. പിതാക്കന്മാർ വലിച്ചെറിഞ്ഞതൊക്കെ എന്ത് ചെയ്യുക? പ്രാപിച്ചോ. നാളെ ഒരുത്തൻ പറയുന്നു, വീട് ആർക്ക് വേണം? വീട് എൻ്റെ പോക്കറ്റ് നിറയെ വീട്, എന്നാ പിടിച്ചോ എന്ന്. വാട്ട് കയറിയ ഭൂതങ്ങളൊക്കെ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. പിന്നെ ആരും അനങ്ങാത്ത. അബദ്ധം പറ്റിയാൽ കാണാൻ വിളിച്ചാണ്, ഇനി മേലെ വിളിച്ചേക്കരുത്. അല്ലാതെ ഒരു വഴിയില്ല. ഞാൻ നിർത്തുമെന്നൊന്നും നിങ്ങൾ പ്രതീക്ഷിക്കരുത്. ചാകുന്ന വരെ ഞാൻ പറഞ്ഞുകൊണ്ടേയിരിക്കും. എൻ്റെ ലക്ഷ്യം ഒന്നേ ഉള്ളൂ. എന്താ? ഈ ശബ്ദവരിയിൽ ഇന്ന് രാത്രി കേൾക്കുന്ന ഓരൊറ്റ കുഞ്ഞു പോലും നിത്യതയിൽ നഷ്ടപ്പെടരുത്. അവിടെ ഉണ്ടാവണം. വേറെ ഒരു ഉദ്ദേശവും ഇതിൻ്റെ അകത്തില്ല. അതുകൊണ്ട് ഈ ലോകത്തിലെ നന്മ വല്ലതും കിട്ടിയ സ്തോത്രം, കിട്ടിയില്ലേ പരാതിയില്ല. അതിൻ്റെ അപ്പുറത്താണ് ജീവൻ്റെ പുസ്തകത്തിൽ പേരെഴുതപ്പെടണം. കർത്താവ് പോലും പറഞ്ഞെന്താ? ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടക്കുന്നു, അതൊക്കെ നല്ലതാ, പക്ഷെ അതിൻ്റെ പേരിൽ അധികം തുള്ളണ്ട. പറഞ്ഞില്ലേ? ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നത് നിങ്ങൾ വലിയ സന്തോഷമൊന്നും വേണ്ട. ജീവപുസ്തകത്തിൽ പേരെഴുതിയിട്ടുണ്ടെങ്കിൽ സന്തോഷിച്ച് തുള്ളിക്കോളാൻ പറഞ്ഞു. അതാ രക്ഷിക്കപ്പെട്ടവന്റെ പ്രിവിലേജ്. സുട്ടാവായ ദൈവത്തിൽ നിന്ന് മനുഷ്യനെ അകറ്റണമെന്ന ഉദ്ദേശവുമായി രംഗപ്രവേശനം ചെയ്ത ഇരുട്ടിന്റെ ആത്മാവ് മനുഷ്യനോട് ദൈവം ചെയ്യരുത് 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 എന്ന് പറഞ്ഞ കൽപ്പനയെ ലംഘിപ്പിക്കുവാൻ മനുഷ്യനിൽ സ്വാധീനം ചെലുത്തി ഇരുട്ടിന്റെ ആത്മാവിന്റെ വലയത്തിൽ വീണുപോയ മനുഷ്യൻ ദൈവത്തെക്കാൾ അധികം ഇരുട്ടിന്റെ വാക്കിന് ചെവി കൊടുത്തത് നിമിത്തം ബൈബിൾ ഇങ്ങനെ പ്രഖ്യാപിച്ചു: ഏകനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ആകയാൽ ആദാമ്യ പാപനിമിത്തം സകല മനുഷ്യരും പാപത്തിലാണ്. സ്തോത്രം. ഇതാണ് രണ്ടാം ഘട്ടം. അപ്പൊ ചില ആളുകൾക്ക് ചില ചോദ്യങ്ങൾ വരും, ന്യായമായ ചോദ്യം. അല്ല ഉപദേശി, അല്ല ഈ മനുഷ്യൻ പാപം ചെയ്തു ദൈവത്തിൽ നിന്നകന്നു എന്നൊക്കെ പറഞ്ഞു. അല്ല പണ്ടങ്ങാണ്ട് ഒരു ആൻറ്റി ഒരു ആപ്പിൾ തിന്നതിനാണോ ഇത്രയും വലിയ പ്രശ്നം ഉണ്ടാക്കിയത് നിങ്ങളുടെ ദൈവം? പണ്ടങ്ങാണ്ട് ഒരു പെണ്ണുമ്പിള്ള ഒരു ആപ്പിൾ തിന്നു, കെട്ടിയവനോട് സ്നേഹമുള്ളവളായതുകൊണ്ട് ഇച്ചിരി കെട്ടിയവനും കൊടുത്തു. അതിനിപ്പോൾ ഇത്രയും വലിയ വിഷയം ഉണ്ടാക്കേണ്ട കാര്യം എന്താ? നല്ല ചോദ്യമാണ്. പിന്നെ ചില ബുദ്ധിജീവികളുടെ അടുത്ത ചോദ്യം, ഓക്കെ ആദമും ഹവ്വയും പാപം ചെയ്തു എന്നിരിക്കട്ടെ, അതിൻ്റെ പേര് ഒരു തെറ്റും ചെയ്യാത്ത ബാക്കിയുള്ള മനുഷ്യരൊക്കെ പാപിയാണെന്ന് പറയുന്നത് യുക്തിക്ക് നിരക്കുന്ന കാര്യമാണോ? നല്ല ചോദ്യമാണ്. മൂന്നാമത്തെ ചോദ്യം, ഇനിയിപ്പോൾ അങ്ങനെ ആണെങ്കിൽ തന്നെ നിങ്ങൾ ക്രിസ്ത്യാനികൾ അങ്ങ് പാപിയായാൽ പോരെ? ഞങ്ങൾ ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും കൂടെ ചേർത്ത് നിങ്ങൾ പാപി എന്ന് വിളിക്കുന്നത് എന്തിനാ? നല്ല ചോദ്യമാണ്. അങ്ങനെയൊക്കെ ചോദിക്കണം. അപ്പോൾ നമുക്ക് ഇന്ന് രാത്രി 3 ചോദ്യത്തിൻ്റെ ഉത്തരം കണ്ടെത്തണം. കാര്യം ഉപദേശിമാരെല്ലാം വിളിച്ചു പോവുക, മനുഷ്യ പാപിയോ കവലകൾ തോറും ഉപദേശിമാർ മൈക്കൊണ്ട് നടക്കുക. മനുഷ്യ നീ പാപിയാണ്, നിനക്ക് പാപമോചനം ആവശ്യമാണ്. വഴിയെ ബസ്സേ പോകുന്ന പിള്ളേരെല്ലാം ഇത് നോക്കിയിട്ട് ചിരിക്കുക. ഞങ്ങൾ കവലയിൽ നിന്ന് പാടുകയും പ്രസംഗിക്കുകയൊക്കെ ചെയ്യുമ്പോൾ വഴി പോകുന്ന പിള്ളേരൊക്കെ നോക്കി ചിരിക്കും. ചില ആളുകൾ ഇങ്ങനെ വായും പൊത്തി ചിരിച്ചുകൊണ്ടൊക്കെ പോകുന്ന കാണാം. കാര്യം ഒരു നാണവും ഇല്ലാതെ റോഡിൽ നിന്ന് അങ്ങ് തൊണ്ട കീറുക അല്ലേ? ഹലോ, സ്തോത്രം. ആ ശുശ്രൂഷയുടെ മഹത്വം എന്താന്ന് അനുഭവിച്ചവർക്ക് അറിയാം. അന്ന് രാത്രിയിൽ ഉറക്കത്തിനൊരു സുഖമുണ്ടെന്ന്. അതൊന്നും അറിയാത്ത ചില ഏലിയൻസ് ബാംഗ്ലൂരിൽ ഇരിപ്പുണ്ട് AC റൂമിൻ്റെ അകത്ത്. അപ്പം ഈ ഏലിയന്മാർ പറയും ഇതൊക്കെ കൊള്ളത്തില്ലെന്ന്. ഏലിയൻ ഇവിടുത്തെ കവലയിൽ ഇറങ്ങി വന്ന് 10 മിനിറ്റ് പ്രസംഗിക്കണമെങ്കിൽ ചിലപ്പോൾ 1ഉം 2ഉം പോവും. അതിനൊക്കെ കഴിവുള്ളവരെ ദൈവം വിളിച്ചിറക്കിയേക്കുന്നത്. അപ്പൊ ഉപദേശിമാർ കവലകളിൽ നിന്ന് വിളിച്ചു പോവുക. എന്താ മനുഷ്യൻ? പിള്ളേർ ചിരിക്കുകയാണ്. കാര്യം കാലം മാറിയതൊന്നും ഈ ഉപദേശിമാരുടെ തലയിൽ കയറുന്നില്ലേ? മനുഷ്യൻ കുടിലിൽ നിന്ന് കൊട്ടാരത്തിലെത്തി. മനുഷ്യൻ ആകാശത്തൂടെ പറക്കാൻ തുടങ്ങി. ചൊവ്വായിലും വ്യാഴത്തിലും വീട് വെക്കാൻ പറ്റുമെന്നുള്ള കണ്ടുപിടുത്തം നടക്കുന്നു അല്ലേ? UK ഇരിക്കുന്ന മലയാളി ചന്ദ്രനിൽ 30 ഏക്കർ വസ്തു മേടിച്ചു. അറിഞ്ഞില്ലേ? 30 ഏക്കർ വസ്തു മേടിച്ചു. സുനിത വില്യംസ് ബഹിരാകാശത്ത് താമസിച്ചിട്ട് തിരിച്ചു വന്നു. കാലം മാറി. പണ്ടത്തെ കൽക്കരിയുടെ ട്രെയിനൊക്കെ പോയി, ഇപ്പോൾ വന്ദേ ഭാരത്.
ആയി. എന്നിട്ട് ഉപദേശിമാർ തൊണ്ട കീറുന്നത് എന്തുവാ? മനുഷ്യൻ ആ കാലം മാറി ഉപദേശി അപ്ഡേറ്റ് ആകൂ. പഴഞ്ചൻ കാര്യം പറയാതെ അപ്ഡേറ്റഡ് ആകൂ. പുതിയ തലമുറ പറയുക. തിരിച്ചൊരു ചോദ്യം ചോദിച്ചോട്ടേടാ, ഒറ്റ ചോദ്യം. മനുഷ്യൻ കുടിലിൽ നിന്ന് കൊട്ടാരത്തിലെത്തി, സമ്മതിച്ചടാ. ആകാശത്ത് കൂടെ പറക്കുന്നവൻ സമ്മതിച്ചടാവേ. ബഹിരാകാശത്ത് താമസിച്ചിട്ട് തിരിച്ചു വന്നവൻ സമ്മതിച്ചു. ചന്ദ്രൻ ഈ വസ്തു മേടിച്ചത് ഉപദേശി സമ്മതിച്ചടാ. കൽക്കരി ട്രെയിൻ മാറി വന്ദേ ഭാരത് ആയത് ഉപദേശി സമ്മതിച്ചു. മുനിയറയിലെ ഗ്രാമവാസികളോട് ഒരു നാട്ടുചോദ്യം ചോദിക്കാം. കൽക്കരി ആയിക്കോട്ടെ വന്ദേ ഭാരത് ആയിക്കോട്ടെ, രണ്ടിൻ്റെയും പേരെന്താ? ട്രെയിൻ എന്നാ. ട്രെയിനെ സഞ്ചരിച്ചിട്ടുണ്ടോ? ഉണ്ടോ? ഉണ്ട്. ഈ ട്രെയിനിൻ്റെ അകത്ത് ടോയ്ലറ്റ് എന്ന് പറഞ്ഞൊരു സംവിധാനമുണ്ട്. ഉണ്ടോ? ഉണ്ട്. ആ ടോയ്ലറ്റിൻ്റെ അകത്തിരിക്കുന്ന 50 രൂപയുടെ ഒരു സ്റ്റീൽ കപ്പ് ഇപ്പോഴും ചങ്ങലക്കിട്ടാ വെച്ചേക്കുന്നത്. എന്താ മാറാത്തെ? ഇവിടെ എല്ലാ മേഖലയിലും മാറ്റം വന്നു. കണ്ടുപിടുത്തം മാറി, ഇന്റർനെറ്റ് മാറി, സയൻസ് മാറി, എല്ലാം മാറി. പക്ഷെ ട്രെയിനിന്റെ ടോയ്ലറ്റിന്റെ അകത്തിരിക്കുന്ന 50 രൂപയുടെ സ്റ്റീൽ കപ്പ് ഇപ്പോഴും ചങ്ങലക്കിട്ടാ വെച്ചേക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയും കൂടെ യാത്ര ചെയ്തു, ഞാൻ പരിശോധിച്ചു. അങ്ങനെ ആണ് ചങ്ങലക്കിട്ട് വെച്ചേക്കുന്നു. അത് മാത്രമേ എന്നാ മാറാത്തെന്ന് ചോദിച്ചാൽ സിമ്പിൾ സിമ്പിൾ സിമ്പിൾ. തരം കിട്ടിയാൽ കക്കൂസെന്ന് കപ്പടിച്ചുകൊണ്ട് പോകുന്ന മനുഷ്യന്മാർ ഇവിടെ ഉണ്ടെന്ന്. അതുകൊണ്ടാണ് ചങ്ങലയിട്ട് വെച്ചേക്കുന്നത്. ആണോ? ഓ, അത് ഇച്ചീച്ചി പോലെ. എന്നാൽ നമുക്ക് മുനിയറയിൽ നാളെ രാവിലെ SBIയിലോ ഫെഡറൽ ബാങ്കിലോട്ടോ നാളെ രാവിലെ ഒന്നൊക്കെ, നാളെ ഞായറാഴ്ച ആയതുകൊണ്ട് വേണ്ട, തിങ്കളാഴ്ച കയറി ചെല്ലണം. എന്താ? അവിടെ ചെന്ന് കഴിഞ്ഞാൽ 5 രൂപ വിലയുള്ള ഒരു ലക്ഷ്മി പേന നൂല് കൊണ്ട് പോസ്റ്റേ കെട്ടിയിട്ടേക്കുന്നു. അതിനാമാമേ പേന ഓടിപ്പോവോ? 5 രൂപ വിലയുള്ള ലക്ഷ്മി പേന നൂല് കൊണ്ട് പോസ്റ്റ് കെട്ടിയിട്ടേക്കുന്നു. അതിനാ ഉദ്ദേശി? മാന്യന്മാർ വരുന്ന സ്ഥലമാണ് ബാങ്ക്. ഒന്നുകിൽ പണം ഇടാൻ അല്ലെങ്കിൽ എടുക്കാൻ. മാന്യന്മാർ വരുന്ന സ്ഥലത്ത് 5 രൂപയുടെ പേന നൂല് കൊണ്ട് പോസ്റ്റ് കെട്ടിയിട്ടേക്കുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ ഉത്തരം സിമ്പിൾ. തരം കിട്ടിയാൽ 5 രൂപയുടെ പേന അടിച്ചുകൊണ്ട് പോകുന്നവനും മുനിയറ് ഉണ്ട്. അതുകൊണ്ട് പേടിച്ചാ കെട്ടിയിട്ടേക്കുന്നത്. പറഞ്ഞതിൻ്റെ ഉദ്ദേശം വല്ലതും തല കയറിയോ? സകലവിധ മേഖലകളിലും മാറ്റം വന്നെങ്കിലും മാറ്റം വരാത്ത ഒരേ ഒരു മേഖല ഇന്നും തുടരുന്നുണ്ടെങ്കിൽ അത് ഇരുകാലി മനുഷ്യന്റെ സ്വഭാവം. എന്തെല്ലാം കണ്ടുപിടുത്ത ഉലകത്തിലുണ്ടായിട്ടും മനുഷ്യന്റെ സ്വഭാവത്തിന് മാത്രം ഒരു മാറ്റവും വന്നിട്ടില്ല. പിന്നെ ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട്. അത് പറയാതിരിക്കുന്നത് മോശം. അത് പറയാം. പണ്ട് സ്വന്തം പെൺകുഞ്ഞുങ്ങളെ വെറുതെ വിടുമായിരുന്നു, അല്ലേ? അങ്ങനെ ഒരു മാറ്റമുണ്ട്. പണ്ട് സ്വന്തം കുഞ്ഞുങ്ങളെ വെറുതെ വിടുമായിരുന്നു. ഇന്ന് സ്വന്തം പെമ്മക്കളെ പോലും വെറുതെ വിടാത്ത ചെകുത്താന്മാരായി ഇരുകാലി മനുഷ്യൻ മാറിക്കഴിഞ്ഞു. ഇവിടെ ഇരിക്കുന്ന അമ്മമാർ പറ, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ പണ്ട് അയലത്തെ വീട്ടിൽ ഏൽപ്പിച്ചിട്ട് മാർക്കറ്റിൽ പോയില്ലേ? ഡീ സുമതി, കൊച്ചു ഇവിടെ ഇരിക്കട്ടെടി, ഞാൻ ദാ വരുന്നെന്ന് പറഞ്ഞൊരു കാലം. ആ കാലം പോയി. ഇന്ന് ജനിപ്പിച്ച അപ്പൻ്റെ അടുക്കൽ പെൺകുഞ്ഞിനെ ഒറ്റയ്ക്ക് നിർത്തിയേച്ച് മാർക്കറ്റ് വരെ പോയിട്ട് വരാൻ ധൈര്യമില്ലാത്ത അമ്മമാർ ഈ സാക്ഷര കേരളത്തിലുണ്ടെന്ന് മറക്കരുത്. ഈ ചെകുത്താൻ, ഈ മനുഷ്യനെന്ന് പറയുന്ന ഇരുകാലി എപ്പോൾ എന്ത് പ്രവർത്തിക്കുമെന്ന് ആർക്കും പ്രഡിക്റ്റ് ചെയ്യാൻ കഴിയാത്തവനായി മാറിക്കഴിഞ്ഞു. വിവാഹ സ്വപ്നങ്ങളുമായി കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ച ഉത്ര എന്ന് പറഞ്ഞൊരു പെൺകുഞ്ഞ് സ്വപ്നത്തിലെങ്കിലും ചിന്തിച്ചോ, എൻ്റെ ഭർത്താവിൻ്റെ കയ്യിൽ ഒരു മൂർഖം പാമ്പിരിപ്പുണ്ടെന്നും ഇന്ന് രാത്രി അതിനെ കൊണ്ട് കടിപ്പിച്ചെന്നെ കൊല്ലുമെന്നും അവൾ ചിന്തിച്ചോ? സംഭവിച്ചില്ലേ? സംഭവിച്ചു. ചിന്തിക്കണം, ചിന്തിക്കണം. തലച്ചോറുള്ളവനുണ്ട്, ചിന്തിക്കണം. ഈ മൃഗജാലങ്ങൾ പോലും ചെയ്യാൻ മടിക്കുന്ന ഹീനകൃത്യങ്ങളല്ലേ പ്രിയപ്പെട്ടവരെ ഈ ഇരുകാലി മനുഷ്യൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഞാൻ നിങ്ങളോട് ചോദിക്കാം അമ്മമാരെ, ആകാശത്തൊരു പരുന്ത് വട്ടമിട്ട് പറക്കുന്ന കണ്ടാൽ ഭൂമിയിലിരിക്കുന്ന കോഴിയമ്മ എന്ത് ചെയ്യും? എന്ത് ചെയ്യും? പറ. ചിറക് പിരിച്ച് കുഞ്ഞുങ്ങളെ അതിൻ്റെ അകത്ത് സംരക്ഷിക്കുന്ന ഒരമ്മ മനസ്സ് ആരെ കാണാം? കോഴിയമ്മയിൽ കാണാം. മനുഷ്യനെ നോക്ക്. കാമുകനോടൊപ്പം ജീവിക്കാൻ വയറ്റിൽ നൊന്ത് പ്രസവിച്ച ചോരക്കുഞ്ഞിനെ തീരദേശത്തിന്റെ കടൽ ഭിത്തിയിൽ എറിഞ്ഞു കൊന്ന അമ്മ ആലപ്പുഴയിൽ. കോഴിയമ്മയല്ലേ നല്ലത്? കോഴിയമ്മ ഒരു മുട്ട ഇട്ടാൽ ഉടനെ കൂകും. ഈ കൂക്കി വിളി കേൾക്കുമ്പോൾ അമ്മ മക്കളോട് പറയും, എടി കോഴി കൂവുന്നടി, കൂട്ടിപ്പോയി നോക്ക്, മുട്ട ഇട്ടോന്ന്. കാരണം കോഴിയമ്മ ഒരു സിഗ്നൽ കൊടുക്കുക. പക്ഷെ നിങ്ങൾ അറിഞ്ഞോ നാട്ടാരെ, ഈ അടുത്ത കാലത്ത് ഒരു അമ്മ KSRTC ബസിന്റെ പുറകിലത്തെ സീറ്റിൽ മുട്ട ഇട്ടേച്ച് ഞാനൊന്നും അറിഞ്ഞില്ലേ എന്ന് പറഞ്ഞിറങ്ങി അങ്ങ് പോയി. കൂകിയതുമില്ല, വിളിച്ചതുമില്ല, ആരും ഒട്ട് അറിഞ്ഞതുമില്ല. മുട്ട ഇപ്പൊ അമ്മ തൊട്ടിലി വളരുക. കോഴിയമ്മയല്ലേ നല്ലത്? എന്തെല്ലാം വാർത്തകൾ കേൾക്കണം. എടോ മനുഷ്യന്മാരെ, തലച്ചോറുണ്ടെങ്കിൽ ചിന്തിക്കടോ. എന്തുകൊണ്ട് ഇത് ആവർത്തിക്കപ്പെടുന്നു? എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു? പണ്ട് കാലത്ത് നമുക്ക് ദോഷമായിരുന്ന പല കാര്യങ്ങളും പുതിയ തലമുറയ്ക്കിന്ന് ഫാഷനാ. ശരിയാന്നോ? പണ്ട് വഴിവക്കിൽ നിന്ന് കൂടെ പഠിക്കുന്ന കൂട്ടുകാരനോട് ഒന്നും മിണ്ടാൻ പേടിച്ചിരുന്ന പെൺകുഞ്ഞുങ്ങളാ. ഇന്നോ
ഇന്ന് എറണാകുളത്ത് മറൈൻ ഡ്രൈവിൽ ചുംബന സമരം. മനസ്സിലാകുന്നുണ്ടോ കാലം പോയ പോക്ക്? പണ്ട് ദോഷമായിരുന്നതൊക്കെ ഇപ്പൊ ഫാഷനാ. ബാല്യകാലത്തിലേക്കൊന്ന് തിരിഞ്ഞു പോയാച്ചാ, സ്കൂള് കട്ട് ചെയ്ത് ആരും കാണാതെ സിനിമയ്ക്ക് പോയ രംഗം ഒന്നോർത്തെ. ഹൃദയം 100 മൈൽ സ്പീഡിലാണ് ഇടിച്ചത്. ആരെങ്കിലും കണ്ട് വീട്ടിൽ പറയുമോ മാമൻ കാണുമോ അച്ചമ്മ കാണുമോ ഒച്ചപ്പൻ കാണുമോ എന്നൊക്കെ പേടിച്ച് തിയേറ്ററിൽ പടം തുടങ്ങിക്കഴിഞ്ഞ് ഇരുട്ടത്ത് പമ്മി കയറിയിരുന്നു. തീരുന്നതിന് മുമ്പ് ഇരുട്ടത്ത് ചാടി ഇറങ്ങി, ബാഗും മറച്ചു പിടിച്ച് പേടിച്ചു പോയി. ആ കാലം പോയി. ഇന്ന് സ്കൂൾ യൂണിഫോം ഇട്ട് സ്കൂൾ ബാഗും തോളിലിട്ട് തിയേറ്ററിന്റെ മുമ്പിൽ ചെന്ന് ഒരു മൊബൈലും പൊക്കി പിടിച്ച് പുതിയ തലമുറ അലറുകയാണ്. ഹലോ ഗൈസ്, മാറ്റം കണ്ടു? എന്നാ മിണ്ടാത്ത? സ്തോത്രം. ഈ പറയുന്നൊക്കെ ഉള്ളതല്ലയോ? വേണ്ട, അമ്മമാരോട് ഞാൻ ചോദിക്കാം. പണ്ട് കാലത്ത് അമ്മമാരുടെ ഹൃദയത്തിൽ ഒരു ധൈര്യം എന്താ? 10 മണി തൊട്ട് 4 മണി വരെ എൻ്റെ കുഞ്ഞു സുരക്ഷിതനാ. കാരണം എവിടാ? അവര് സ്കൂളിലായിരുന്നു. ഇന്ന് ഏറ്റവും കൂടുതൽ നെഞ്ചെടുപ്പ് എപ്പോഴാ? സ്കൂൾ വിട്ട് വീട്ടിലെത്തുന്നത് വരെ. എന്താ? കലാലയങ്ങളിലും ക്യാമ്പസുകളിലും ചൂടപ്പം പോലെ വിറ്റഴിക്കപ്പെടുന്ന ലഹരി, നാക്കിന്റെ തുമ്പത്ത് ഒട്ടിച്ചു വെക്കുന്ന സ്റ്റാമ്പിന്റെ രൂപത്തിൽ പോലും ലഭിക്കുന്ന രാസലഹരി, സിന്തറ്റിക് ലഹരി ഭാവിയുടെ ഭരണചക്രം തിരിക്കേണ്ടുന്ന കുഞ്ഞുങ്ങളെ കീഴടക്കി കഴിഞ്ഞു. കീപ്പോട്ടാണോ? കീപ്പോട്ട് 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 അല്ലേ? കണ്ടുപിടുത്തം മേപ്പോട്ട്, ഇന്റർനെറ്റ് മേപ്പോട്ട്, സയൻസ് മേപ്പോട്ട്, ശാസ്ത്രം മേപ്പോട്ട്, എല്ലാം മേപ്പോട്ട്. മനുഷ്യന്റെ ധാർമ്മികത മാത്രം കീപ്പോട്ട്. എന്തുകൊണ്ട് മാറ്റാൻ കഴിയുന്നില്ല? തലച്ചോറുള്ളവൻ ചിന്തിക്കണോ? അപ്പൊ ഒരുത്തൻ അവിടെ പറയും പിണറായി രാജിവെക്കണം. പിന്നെ അങ്ങേരാന്നല്ലോ കുഴപ്പം. പിണറായി രാജിവെച്ചാൽ ഈ പ്രശ്നങ്ങളൊക്കെ തീരുമോ? നാട് VD സതീശൻ ഭരിച്ചാൽ ഇവിടെ കുറ്റകൃത്യമൊന്നും ഉണ്ടാവത്തില്ലേ? പിന്നെ ഇവർ രണ്ടുപേരെ മാറ്റി താമരക്കാർ വന്നാൽ ഇവിടെ കുറ്റകൃത്യം ഉണ്ടാവത്തില്ലേ? ഇവിടെ മനുഷ്യന്മാരെ ഇവിടെ ആര് ഭരിച്ചാലും ഒരു കാര്യം തലച്ചോറുള്ളവൻ തിരിച്ചറിഞ്ഞോ? പാപത്തെ അറസ്റ്റ് ചെയ്യാനുള്ള സംവിധാനം ഇവിടുത്തെ ഭരണഘടനയ്ക്ക് ഇല്ലാത്ത കാലത്തോളം ഇവിടെ ആരൊക്കെ മാറി മാറി ഭരിച്ചാലും ഈ ഉലകത്തിൽ മനുഷ്യവർഗത്തെ തിന്മയിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയുന്ന ഒരു സംവിധാനം ഇവിടെ ഉണ്ടാകത്തില്ല. മനസ്സിലായോ? കാരണം പാപത്തെ അറസ്റ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു സംവിധാനം ഇല്ല. പാപം ഒരു മനുഷ്യനായിരുന്നെങ്കിൽ പിണറായി സഖാവിന് ഒരു പരാതി കൊടുത്ത് അവനെ അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ട് നാട് സ്വർഗ്ഗമാക്കാം. പറ്റുന്നില്ല. പാപം ഒരു വടവൃക്ഷമായിരുന്നെങ്കിൽ ഒരു പണിക്കാരനെ വിളിച്ച് അതിനെ വെട്ടിക്കളഞ്ഞ് വേരോടെ വെട്ടിക്കളഞ്ഞ് നാടിനെ രക്ഷിക്കാൻ കഴിയുന്നില്ല. പാപം ഒരു വസ്തുവായിരുന്നെങ്കിൽ അല്പം പെട്രോൾ ഒഴിച്ച് കത്തിച്ച് അതിൻ്റെ ചാരമെടുത്ത് പമ്പയിലോ കാവേരിയിലോ കൊണ്ട് ഒഴുക്കി നാടിനെ രക്ഷിക്കാൻ പറ്റുന്നുണ്ടോ? ഉണ്ടോ? വെട്ടിക്കളയാൻ കഴിയുന്ന വൃക്ഷമല്ല പാപം, കത്തിച്ചു കളയാൻ കഴിയുന്ന വസ്തുവല്ല പാപം, അറസ്റ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു മനുഷ്യനല്ല പാപം. പിന്നെയോ മനുഷ്യന്റെ ഹൃദയക്കൂടിൻ്റെ അകത്ത് കുടിയിരുന്ന് അവനെ കൺട്രോൾ ചെയ്ത് അവൻ ആഗ്രഹിക്കാത്ത സകല തിന്മയിലേക്കും അവനെ വഴിതിരിച്ചു കൊണ്ടുപോകുന്ന ആ അദൃശ്യ ശക്തിയാണ് പാപം. പാപത്തെ അറസ്റ്റ് ചെയ്യാൻ കഴിയുന്ന എന്തെങ്കിലും ഒരു ഉപകരണം ലോകത്തിൽ ഏതെങ്കിലും രാജ്യത്ത് ആരെങ്കിലും കണ്ടുപിടിച്ചെന്ന് നിങ്ങൾക്ക് അറിവ് കിട്ടിയാൽ ഞങ്ങൾ ഉപദേശിമാരെ ഒന്ന് അറിയിച്ചു സഹായിക്കണം. അന്ന് ഞങ്ങളുടെ റിട്ടയർമെന്റ് ദിവസമാണ്. അന്ന് ഞങ്ങളുടെ സുവിശേഷ യോഗത്തിന് കർട്ടൻ വലിച്ചിടുന്ന ദിവസമാണ്. പിന്നെ ഞങ്ങളുടെ ആവശ്യം നിങ്ങൾക്കില്ല. എന്നാൽ ഇന്ന് വരെ അങ്ങനെ ഒരു ഉപകരണം ഉലകത്തിൽ ഒരിടത്തും കണ്ടുപിടിച്ചിട്ടില്ലാത്തത് കൊണ്ടും ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ തിന്മയിലേക്ക് പോകുന്ന മനുഷ്യനെ നന്നാക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരേ ഒരു സംവിധാനം അത് സുവിശേഷമാണെങ്കിൽ ആമേൻ, ആ സന്ദേശം ഞങ്ങൾ ലോകത്തിന്റെ 5 വൻകരകളിലും അഭിമാനത്തോടെ പ്രസംഗിച്ചുകൊണ്ടേയിരിക്കും. കാരണം മനുഷ്യവർഗത്തെ രക്ഷിപ്പാൻ കഴിയുന്ന ഒരേ ഒരു സന്ദേശം അത് യേശുക്രിസ്തുവിന്റെ സുവിശേഷമാണ്. സ്തോത്രം. അതുകൊണ്ട് ഞങ്ങൾ ഇത് പ്രസംഗിക്കുന്നു. അല്ലെങ്കിൽ മുനിയറക്കാർ പറ, കഴിഞ്ഞ മുനിയറ കൺവെൻഷൻ കേൾക്കാൻ എൻ്റെ കെട്ടിയോനൊന്ന് വന്നതാണ്, അന്ന് മുതൽ അയാൾ കഞ്ചാവ് അടിക്കാൻ തുടങ്ങിയെന്ന് ഒരു ഭാര്യ പറയട്ടെ. നിങ്ങളുടെ കൺവെൻഷൻ കഞ്ചാവ് അടിക്കാൻ തുടങ്ങിയെന്ന് ഒരമ്മ പറയട്ടെ. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഈ യോഗ ഇന്നത്തിടം വെച്ച് വൈൻഡപ്പ് ചെയ്യാം. പറഞ്ഞിട്ടില്ലെന്ന് മാത്രമല്ല, ആമേ, സുവിശേഷം ആർക്കും ഒരു ദോഷവും വരുത്തിയിട്ടില്ല. മറിച്ച് ഷമീറിനെ പോലെ, സിയാദിനെ പോലെ, സുരേഷിനെ പോലെ, സുമേഷിനെ പോലെ അമ്മയപ്പന്മാർക്ക് തലവേദനയായി ജീവിച്ച അനേക മക്കളെ അമ്മയപ്പന്മാർക്ക് കൊള്ളാവുന്ന മക്കളാക്കി തിരിച്ചു കൊടുത്ത പുണ്യമാണ് ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്ന സുവിശേഷം.
ഇന്നേക്ക് 23 വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ നാട്ടിലെ കവലയിൽ ഞങ്ങൾ കൂട്ടുകാരെല്ലാം കൂടെ ഒത്തുകൂടും. കൂട്ടുകാരൊത്തുകൂടിയാൽ ആദ്യത്തെ ഡയലോഗ് എന്താണെന്നറിയോ? പിരിവിടളിയ കുപ്പിയെടുക്കാം, ഷെയർ ഇടളിയ കുപ്പിയെടുക്കാം. കൂട്ടുകാരുമായി ഷെയറിട്ട് കുപ്പിയെടുത്ത് വെള്ളമടിച്ചും ആളില്ലാത്ത വീട്ടിൻ്റെ, പണി നടക്കുന്ന വീട്ടിൻ്റെ ടെറസിൻ്റെ മേലെ വലിഞ്ഞു പിടിച്ച് കയറി ഒരുമിച്ച് പൊറോട്ടയും ചിക്കനും ഒക്കെ മേടിച്ചു വെച്ച് കുപ്പിയും പൊട്ടിച്ച് പാട്ടും കൂത്തും ഗാനമേള നടത്തി അടുത്ത ദിവസത്തെ കുപ്പിക്ക് പണം കണ്ടെത്താൻ നാട്ടുകാരുടെ മരച്ചീനിയും തേങ്ങയും കരിക്കുമൊക്കെ ചാക്കിലാക്കി കൂട്ടുകാരുമായി ഉത്സവപ്പറമ്പ് തോറും അടിയുണ്ടാക്കി നടന്ന ഭൂതകാലം. പെറ്റതള്ളക്ക് വേദനയായി ജീവിച്ച കാലം. ആ കാലങ്ങളിൽ കോളാമ്പിയും പിടിച്ച് മീശയും പഠിച്ച ഉപദേശമാർ കവലയിൽ നിന്ന് കുടിക്കല്ലേ, വലിക്കല്ലേ, മാനസാന്തരപ്പെടുവനെന്നൊക്കെ പ്രസംഗിക്കുന്ന കണ്ടാലുണ്ടല്ലോ, ഇവൻ്റെ ചെവിക്കല്ലിനിട്ട് ഒന്ന് കൊടുത്താൽ എന്താന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പലവട്ടം. അതുകൊണ്ട് അങ്ങനെ ആർക്കെങ്കിലും തോന്നുന്നെങ്കിൽ വിഷമിക്കരുത്, മാറും. അല്ല, എനിക്ക് മാറിയല്ലോ. അതുകൊണ്ട് അങ്ങനെയൊക്കെ തോന്നും. സ്തോത്രം. മനസ്സിലാകുന്നുണ്ടോ? എന്നാൽ 23 വർഷങ്ങൾക്ക് അപ്പുറത്ത് പൊട്ടന്മാരെ പോലെ ഇവർ വിളിച്ചു പറയുന്ന ഈ സുവിശേഷത്തിന് അല്പമൊന്ന് ചെവി കൊടുക്കാൻ മനസ്സ് കാണിച്ചപ്പോൾ ജീവിതത്തിന്റെ ചരിത്രം മാറി. ഇന്ന് രാത്രി ശബ്ദപരിധിയിൽ എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നിന്റെ ജീവിതത്തെക്കുറിച്ച് ലോകം വിലയിട്ടെങ്കിൽ, അതെ, നീ ഭൂമിക്ക് ഭാരമാണെന്ന് പറഞ്ഞെങ്കിൽ, നീ നന്നാകത്തില്ലെന്ന് പറഞ്ഞെങ്കിൽ, നീ നശിച്ചു പോകുമെന്ന് പറഞ്ഞെങ്കിൽ, ഒരു മുഴം കയറിലോ ഒരു കുപ്പി വിഷത്തിലോ തീർത്ത് കളയാമെന്ന് ചിന്തിക്കുന്നെങ്കിൽ ഇന്ന് രാത്രി വിളിച്ചു പറയട്ടെ, അരുത്. പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. നിന്റെ ജീവിതത്തിന്റെ ചരിത്രം മാറ്റിമറിക്കാൻ കഴിയുന്ന ഒരു ദൈവം ഇന്ന് ജീവിക്കുന്നു. സ്തോത്രം. ഞങ്ങളാരും ഇഷ്ടപ്പെട്ട് ഈ വണ്ടിയുടെ പുറകെ ഓടിക്കേറിയതല്ല. സ്തോത്രം. മനസ്സിലായോ? ഇന്ന് ഞങ്ങൾ ഈ കവലെ പരസ്യോത്തിനൊക്കെ ചെന്ന് പ്രസംഗിക്കാൻ നിൽക്കുമ്പം ഈ മീശ പോലും കുരുക്കാത്ത ചില നെത്തോലി പിള്ളേരൊക്കെ വന്നേച്ച് ഇങ്ങനെ പറയും, എടുത്തുകൊണ്ട് പോടാ, ഇവിടെ വേണ്ടെന്നൊക്കെ പറയും. ഇപ്പം നമ്മുടെ ഉള്ളി ചിരി ഉണ്ടെങ്കിലും നമ്മൾ പറയും, ശരി മോനെ എന്നാൽ അങ്ങ് പോകുക എന്ന് പറഞ്ഞ് നമ്മളങ്ങ് പോകാൻ നോക്കും. അന്നേരം ഇവൻ്റെ എലുമ്പൻ്റെ ചിരിയുണ്ട്. ഇവൻ്റെ ചിരി കണ്ട നമ്മൾ പേടിച്ചങ്ങ് പോയത്. ഇവനെ കാലെ വാരി ഭിത്തിയിലോട്ടോ ഒറ്റ അടി അടിക്കാൻ ആർജവും ഇല്ലാഞ്ഞിട്ടോ അതിന് ആംബിയർ ഇല്ലാഞ്ഞിട്ടൊന്നുമല്ല ഈ പോന്നേ. ഈ പുസ്തകം കയ്യിലിരിക്കുന്ന കാലത്തോളം നീ സേഫാ. മനസ്സിലായോ? എന്ന് പറഞ്ഞാൽ സുവിശേഷം ആർക്കും ഒരു ദോഷവും വരുത്തുന്നില്ലെന്നായി പറഞ്ഞത്. ഒരുത്തൻ്റെ കയ്യിൽ വേദപുസ്തകം പിടിച്ച് അവൻ പ്രാർത്ഥനയ്ക്ക് പോന്നെങ്കിൽ അവൻ സമൂഹത്തിന് നല്ലതേ ഉണ്ടാക്കുന്നുള്ളൂ, അവനൊരു ദോഷവും ഉണ്ടാക്കുന്നില്ല. മനസ്സിലായോ? അതുകൊണ്ട് പിണറായി പറയുന്ന പോലെ വിരട്ടലും ബലവേശലൊന്നും ഇങ്ങോട്ട് പ്രസംഗിക്കാൻ കഴിവുള്ളവനെയൊക്കെ ദൈവം വിളിച്ചിറക്കിയിട്ടുണ്ട്. ഞങ്ങൾ പ്രസംഗിക്കും. സ്തോത്രം. എന്നാ മിണ്ടാത്? ഞാനല്ലേ പറയൂ, ഞാനെങ്കിലും പറയണ്ടേ? സ്തോത്രം. അപ്പൊ ശ്രദ്ധിച്ചാട്ടെ. അപ്പൊ വിഷയം എന്താ? മനുഷ്യന്റെ അകത്ത് പാപം പ്രവേശിച്ചു. ജാതി മതവും വേർതിരിച്ചാണോ പാപം കയറിയത്? അങ്ങനെയാണ് ഇരുമ്പഴിക്കകത്ത് ആരെ കാണാൻ പാടുള്ളൂ? ക്രിസ്ത്യാനികൾ മാത്രമേ കാണാൻ പാടുള്ളൂ. എല്ലാവരുടെ വീട്ടിലും വിശ്വാസങ്ങളുണ്ട്, ദൈവങ്ങളുണ്ട്, മതവിശ്വാസങ്ങളുണ്ട്, ഗ്രന്ഥങ്ങളുണ്ട്, പള്ളിയുണ്ട്, മോസ്കുണ്ട്, അമ്പലങ്ങളുണ്ട്. എല്ലാം ഉള്ള നാട്ടിലാണ് ഈ മനുഷ്യന്മാർ ഈ നിലയിൽ അധപ്പതിച്ചുകൊണ്ടിരിക്കുന്നത്. മനസ്സിലാകുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പം മനുഷ്യൻ പാപിയാ. അപ്പോഴാ ചോദിക്കുന്നത്, പണ്ടൊക്കെ ഒരു ആൻറ്റി ഒരു ആപ്പിൾ തിന്നതാണോ പാപം? പറയാം, ഒരു കഥ പറയാം. 2 കുടുംബക്കാർ തമ്മിൽ അതിരുതർക്കം ഉണ്ടാകുന്നു എന്ന് വെക്കുക, വസ്തുതർക്കം. 2 വീട്ടുകാരും തമ്മിൽ അടി. നാട്ടുകാരുടനെ ആരെ വിളിക്കും? പോലീസിനെ വിളിക്കും. പോലീസ് വന്നിട്ട് പറഞ്ഞു, അമ്മാമേ ഇതൊന്നും മേപ്പോട്ട് കൊണ്ടുപോകുന്നേ അല്ലല്ലോ, ക്ഷമിക്കേ, ഒന്ന് ക്ഷമിക്ക്. ഉടനെ അമ്മാമ്മ പറഞ്ഞു, എൻ്റെ സർവേക്കല്ല് തോണ്ടിയിട്ട് ക്ഷമിക്കാനോ? സാറ് പോ. ഇപ്പുറത്ത് വന്ന് ഇപ്പുറത്ത് അമ്മാമ്മയോട് പറഞ്ഞു, അമ്മാമ്മ അങ്ങ് ക്ഷമിക്കും, ഒന്നുമില്ലേലും നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരല്ലേ, മണ്ണേ പ്രതി മാണിക്യം. ഉടനെ അമ്മാമ്മ പറഞ്ഞു, അത് വേറെ മണ്ണ്, ഇത് വേറെ മാണിക്യം, അങ്ങോട്ട്. അപ്പം 2 പേരും തയ്യാറല്ല. എന്നാ കോടതി കേസെടുക്കട്ടെ. കേസെടു. കോടതി വിധി വരുന്നവരെ ഇവിടെ തമ്മിലടിക്കരുത് കേട്ടോ. കേട്ടു. എന്നാ വേണ്ട, മത്തായുടെ കടയിൽ നിന്ന് 2 രൂപയുടെ വള്ളിക്കറിഞ്ഞ് മേടിച്ചുണ്ട്. 2 രൂപയുടെ വള്ളിക്കയർ, ഞങ്ങൾ കൊല്ലത്തുകാർ ഇഴക്കയറെന്ന് പറയും. 2 രൂപയുടെ കയറ് മേടിച്ചുകൊണ്ട് വന്നു. സർവേറെ വിളിച്ചു, കുറ്റി അടിച്ച് കയർ അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചു തിരിച്ചെല്ലാം കെട്ടി വെച്ചിട്ട് പറഞ്ഞു, ഇനി കോടതി വിധി വരുന്നവരെ ഇവിടെ എന്ത് ചെയ്യരുത്, തമ്മിലടിച്ചേക്കട്ടെ. കേട്ടല്ലോ? കേട്ടു. നിങ്ങൾ കേട്ടു. 2 വീട്ടുകാരെ സമാധാനിപ്പിച്ച് വിട്ടു. പോലീസും പോയി, റവന്യൂം പോയി. 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇതിൽ ഒരു വീട്ടിൽ ഒരു തലതെറിച്ച ചെറുക്കനുണ്ട്. അവനൊരു പിച്ചാത്തി എടുത്തുകൊണ്ട് ഇങ്ങോട്ട് ഇറങ്ങി. അവന്മാരുടെ ഒരു കയറും കെട്ടി വെച്ചിട്ട് പോയേക്കുന്ന കയറേ മുറിച്ചം കളഞ്ഞു.
ഇതറിഞ്ഞ പോലീസ് വണ്ടി താണ്ടടാ തിരിച്ചു വരുന്നു. ആരടാ കയറ് മുറിച്ച്? കൊണ്ടല്ല അവനാ സാറ്. ഇങ്ങോട്ട് വാടാ, പിടിച്ചു കൊടുത്തു, ചെവിക്കല്ലോട്ട് ഒറ്റയടി. കയറടാ ജീപ്പിലെന്നും പറഞ്ഞെടുത്ത് ജീപ്പിലോട്ട് ഇട്ടു. കേൾക്കണേ, ഇത് കണ്ടുകൊണ്ട് മുറുക്കിക്കൊണ്ട് ഒരു അമ്മച്ചി തിണ്ണയിലിരിപ്പുണ്ട്. അമ്മച്ചി പറഞ്ഞ ഡയലോഗ് ഒന്ന് കേട്ടെ. അമ്മച്ചി പറയാ, അയ്യോ അയ്യോ എന്തരടി ആ കൊച്ചനെ ഇട്ട് അടിക്കുന്നത്, 2 രൂപയുടെ കയറ് മുറിച്ചതിന് ഇങ്ങനെ ഇട്ട് അടിക്കണോ? ഇപ്പം അമ്മച്ചിക്ക് എന്തോ മനസ്സിലായി? 2 രൂപയുടെ കയറ് മുറിച്ചതിന് തല്ലുന്നത് എന്തിന്? അതുകൊണ്ട് മത്താട് കടയിൽ തൂങ്ങി കിടക്കുന്ന ഇഷ്ടം പോലെ കയറ്. എന്നാൽ ഞാൻ വേണേൽ 10 രൂപ തരാം, 5 വള്ളി കയറ് മേടിച്ചാൽ ആ കൊച്ചിനെ അങ്ങ് ഉവ്വ. ഒരു വണ്ടി കയറ് പകരം കൊടുത്താൽ കൊച്ചിനെ വിടുവോ? പറ. ഇല്ല. എന്താ കാര്യം? 2 രൂപയുടെ കയറ് മുറിച്ചതിനല്ല അടി, നിയമ ലംഘനം നടന്നിരിക്കുന്നു. കേവലം ഒരു പഴം തിന്നതല്ല പാപം. സുട്ടാവായ ദൈവം സുട്ടിയായ മനുഷ്യന്റെ മുമ്പിൽ വെച്ച നിയമം ലംഘിച്ചു. കയറ് മുറിച്ചവൻ നിയമ നടപടി അനുസരിച്ച് ജാമ്യമെടുത്ത് പുറത്തു വരുന്നതാണ് ഈ ലോകത്തിന്റെ നിയമമെങ്കിൽ, ആകാശം മാറിയാലും ഭൂമി ഒഴിഞ്ഞു പോയാലും മാറ്റം വരാത്ത സ്വർഗത്തിലെ ദൈവത്തിന്റെ നിയമം, പാപത്തിന്റെ ശമ്പളം മരണം. അതിലൂടെ മനുഷ്യൻ കടന്നു പോയേ മതിയാകൂ. ഇപ്പൊ കേവലം ഒരു പഴം തിന്നതല്ലടോ പാപം. അപ്പം മനസ്സിലായി. എന്നാലും ഈ ആദാമും ഹവ്വയും പാപം ചെയ്തതിന്റെ പേരിൽ ഒരു തെറ്റും ചെയ്യാത്ത ബാക്കിയുള്ള മനുഷ്യരൊക്കെ പാപിയാന്ന് അത് പറഞ്ഞില്ല. പറയാം. അതിനു മുമ്പ് ഒരു ചോദ്യം. ലോകത്ത് രാജ്യത്ത് ഇന്നും മരുന്ന് കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ലാത്ത ഒരു രോഗം നിലനിൽക്കുന്നു. എന്താ പേര്? HIV, എയ്ഡ്സ് എന്ന് പറയുന്ന ഒരു മാരക രോഗം നിലനിൽക്കുന്നുണ്ട്. ഈ എയ്ഡ്സ് രോഗിയായ അപ്പനും അമ്മയ്ക്കും ഒരു കുഞ്ഞ് ജനിച്ചാൽ ആ കുഞ്ഞാരാ? എയ്ഡ്സ് രോഗിയാ അല്ലേ? ആ കുഞ്ഞ് മരിക്കും കാലം വരെ ആരാ? എയ്ഡ്സ് രോഗിയാ. നിങ്ങൾ എനിക്കൊരു ഉത്തരം പറഞ്ഞതാ. ഈ ചോരക്കുഞ്ഞ് ചെയ്ത തെറ്റെന്താ? ചോരക്കുഞ്ഞ് വ്യഭിചാരം ചെയ്തോ? പറ. ഇല്ല. ആരെങ്കിലും ബ്ലഡ് സ്വീകരിച്ചോ? ഇല്ല. തൊട്ടിലേക്ക് കടന്ന് എയ്ഡ്സ് രോഗിയുടെ ബ്ലഡ് എടുത്ത് വെച്ച് ഷേവ് ചെയ്തോ? ഇല്ല. പിന്നെ എങ്ങനെ കുഞ്ഞു രോഗിയായെന്ന് പറ? കുഞ്ഞെന്ത് തെറ്റാ ചെയ്തേ? ഒന്നും ചെയ്തില്ല. അപ്പനും അമ്മയും വഴിവിട്ടു ജീവിച്ചതിൻ്റെ ഫലം ഒരു തെറ്റും ചെയ്യാത്ത കുഞ്ഞ് ഒരു ജന്മം മുഴുവൻ അനുഭവിച്ചു തീർക്കുന്നു. ഒരു ഡിഗ്രിക്കും എതിർപ്പില്ല, ഒരു മെഡിക്കലിനും എതിർപ്പില്ല, ഒരു ശാസ്ത്രത്തിനും സയൻസിനും എതിർപ്പില്ല. എന്താ കാരണം? അവർക്ക് പറയാൻ ഒരു ഉത്തരവുണ്ട്. അത് മാതാപിതാക്കളിൽ നിന്ന് രക്തത്തിലൂടെ അടുത്ത തലമുറയിലോട്ട് വന്നതല്ലയോ പാസ്റ്ററേന്ന്. സമ്മതിച്ചല്ലോ? അങ്ങനെങ്കിൽ ആദാമ്യ പാപം എങ്ങനെ സകല മതക്കാരിലും മനുഷ്യരിലേക്കും വന്നു എന്നുള്ളതിന് വേദപുസ്തകം പറയുന്ന ഒരു ഉത്തരം ഒന്ന് കാത് തുറന്ന് കേട്ടോ. വായിച്ചേ. അപ്പോസ്തല പ്രവൃത്തി 17:26. 17:26 ഒന്ന് ഉറക്ക വായിച്ചു കൊടുത്താട്ട്. ഭൂതലത്തിലെങ്കും കുടിയിരിപ്പാൻ അവൻ ഒരുത്തനിൽ നിന്നും മനുഷ്യജാതിയെ ഒക്കെയും ഉളവാക്കി. ശ്രദ്ധിച്ചേ. ഭൂതലത്തിലെങ്ങും കുടിയിരിപ്പാൻ അവൻ ഒരുത്തനിൽ നിന്നും മനുഷ്യജാതിയൊക്കെയും ഉളവാക്കി. ഇത് പുറത്തുള്ള സഹോദരങ്ങൾക്ക് കേട്ടാൽ പെട്ടെന്ന് പിടുത്തം കിട്ടത്തില്ല. ഇതെന്തുവാ ഈ പറഞ്ഞതെന്ന്. അതുകൊണ്ട് പുറത്തുള്ളവർക്കൂടെ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ അല്പം ഒന്ന് ആ വാക്യത്തെ ഒന്ന് സിമ്പിളാക്കാൻ പോവാ. എങ്ങനെയാ സഹോദരി? അവിടെ 2 പദമുണ്ട്, ശ്രദ്ധിക്കണം. അവൻ എന്നൊരു പദമുണ്ട് അല്ലേ? അത് ദൈവത്തെ കുറിക്കുന്നു. അപ്പോൾ അവിടെ എന്താക്കണം? ദൈവമെന്ന് വായിക്കണം. ഒരുത്തൻ എന്നൊരു പദമുണ്ട്, അത് ആദമിനെ കുറിക്കുന്നു. അപ്പോൾ അവിടെ എന്ത് വായിക്കണം? ആദമെന്ന് വായിക്കണം. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. മനസ്സിലായെങ്കിൽ ആ രീതിയിലൊന്ന് വായിച്ചേ. അവൻ എന്നുള്ളിടത്ത് ദൈവമെന്നും ഒരുത്തൻ എന്നുള്ളിടത്ത് ആദമെന്നും ചേർത്തൊന്ന് വായിച്ചേ, പുറത്തുള്ളവർക്ക് മനസ്സിലാക്കാൻ വേണ്ടി. ഭൂതലത്തിലെങ്ങും കുടിയിരിപ്പാൻ ദൈവം ഒരുത്തനിൽ നിന്ന് മനുഷ്യജാതിയെ ഒക്കെയും ഉളവാക്കി. കണ്ടോ? ഭൂതലത്തിൽ, ശ്രദ്ധിച്ചു കേട്ടോണം, ഭൂതലത്തിലെങ്ങും കുടിയിരിപ്പാൻ ദൈവം. അപ്പൊ ദൈവം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പഞ്ചായത്തിൽ ഒതുങ്ങുന്ന പുള്ളി അല്ല, ഏതെങ്കിലും ഒരു വില്ലേജിൽ തളച്ചിടാൻ പറ്റുന്നവൻ അല്ല, ഏതെങ്കിലും ഒരു ജില്ലക്കകത്ത് തളച്ചിടാൻ പറ്റുന്നവൻ. ദൈവം ഇനി മുതൽ 6 മാസത്തേക്ക് ഇടുക്കി ജില്ലയിൽ കാണും, കൊല്ലത്തുകാരല്ല ഇങ്ങോട്ട് പോരേന്ന് പറയാൻ ദൈവത്തെ ഒരിടത്തും തളച്ചിടാൻ പറ്റത്തില്ല, ഒരു വില്ലേജിലും തളച്ചിടാൻ പറ്റത്തില്ല. മൂക്കി ശ്വാസമുള്ള പേട്ട് മനുഷ്യന്റെ കൽപ്പനയ്ക്കനുസരിച്ച് താളം ചവിട്ടുന്നവനല്ല സൃഷ്ടാവായ ദൈവം. ഹലോ, മനസ്സിലായോ? മൂക്കി ശ്വാസമുള്ള പേട്ട് മനുഷ്യന്റെ കൽപ്പനയ്ക്കനുസരിച്ച് താളം തുള്ളുന്നവനല്ല പടച്ചവൻ, സൃഷ്ടാവ്, ഈശ്വരൻ, ദൈവം. ആണോ? മേപ്പോട്ട് വലിക്കുന്ന ശ്വാസം കീപ്പോട്ട് വിടാൻ പറ്റാതെ പോയാൽ ഏതൊരു മനുഷ്യനുമില്ല പുലേനാർക്കോട്ടെ പോയി കിടന്ന് എന്ത് ചെയ്യും? വലിക്കും.
അല്ലേ? അങ്ങനല്ലേ? അങ്ങനല്ലേ? ഏതൊരു മനുഷ്യന് ഉറച്ചു നിന്നാൽ ഒരു ശ്വാസം. ചില മനുഷ്യന്റെ ചിന്ത എന്താ? ഇച്ചിരി തിന്നു കുടിച്ച് നല്ല തടിയൊക്കെ ആയില്ല, ജിമ്മേലൊക്കെ പോയി മസിലൊക്കെ ഉരുട്ടി അവിടെ ഇവിടെയൊക്കെ ഒന്ന് മുടച്ചു പൊങ്ങി സഞ്ചരിക്കുന്ന ഇറച്ചിക്കട പോലെ ഇങ്ങനെ നടക്കുമ്പോൾ അവൻ്റെ ചിന്ത ആരും കയറി എന്തും എടാ 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 മേപ്പോട്ട് വലിക്കുന്ന ശ്വാസം കീപ്പോട്ട് വിടാൻ പറ്റാതെ പോയാൽ നീ വാഴപ്പിണ്ടി പോലെ റോഡെ കിടക്കും, എത്ര കിലോ ഇറച്ചി ഉണ്ടെങ്കിലും. അതുകൊണ്ട് മിനിമം മനുഷ്യനെ ഭയപ്പെട്ടില്ലെങ്കിലും ദൈവത്തെ ഭയപ്പെട്ട് ജീവിച്ചോണം. മനസ്സിലായോ? മൂക്കി ശ്വാസമുള്ള പേട്ട് മനുഷ്യന്റെ കൽപ്പനയ്ക്കനുസരിച്ച് തില്ലാന കളിക്കുന്നവനല്ല സൃഷ്ടാവ്. ആണോ? ഹലോ, ആണോ? മൂക്കി ശ്വാസമുള്ള പേട്ട് മനുഷ്യൻ പറയുന്ന അനുസരിച്ച് ഇരിക്കാനും എഴുന്നേക്കാനും നടക്കാനും കടക്കാനും അടക്കാനും തുറക്കാനും നിന്റെ കീഴെ പണിയെടുക്കുന്ന ബംഗാളിയാണോ ദൈവം? നിന്റെ കീഴെ പണിയെടുക്കുന്ന ബംഗാളിയോട് പറഞ്ഞ അവൻ ചിലപ്പോൾ കേക്ക് ശരി സേട്ടാ അങ്ങനെ ചെയ്യാം സേട്ടാ എന്ന് പറയും. മൂക്കി ശ്വാസമുള്ള വേട്ട് മനുഷ്യന്റെ കൽപ്പനയ്ക്കനുസരിച്ച് താളം ചവിട്ടുന്നവനല്ല സൃഷ്ടാവ്. മനസ്സിലാവുന്നുണ്ടോ? ഒരു വരി ഉപദേശിമാരോടും കൂടെ പറയുക. ഉപദേശിമാരോട് ഇത് മനസ്സിലാക്കണം. അതെന്തിനാ? ഇപ്പൊ പിള്ളേർ കളിയാ ശുശ്രൂഷ. കുറെ പിള്ളേർ ഇപ്പൊ സ്റ്റേജേ കയറി ഇപ്പോൾ തന്നെ ആത്മാവ് ശക്തിയോടെ ഇറങ്ങും. ഇവൻ പറയുമ്പോൾ ഇറങ്ങാനും കയറാനും ഇവന്റെ വേലക്കാരനാണോ പരിശുദ്ധാത്മാവ്? ഇതന്നെ കുഞ്ഞു കളിയോ ഇത്? ഇപ്പൊ ഇത് ശുശ്രൂഷ ഇപ്പൊ പിള്ളേർ കളിയായി മാറിയേക്കുക. ഒരു കാര്യം ഞാൻ പറയാം, പിള്ളേരെ വൈറലാക്കാൻ വേണ്ടി ബൈബിൾ എടുത്ത് കൊച്ചുങ്ങളുടെ കൈ കൊടുത്തേച്ച് മൊബൈലും പിടിച്ചുകൊണ്ട് കുണുങ്ങി നിൽക്കുന്ന അമ്മമാരോടും കൂടെ പറയുക, ഇത് പിള്ളേർ കളിക്കാനുള്ളതല്ല, ഇത് ദഹിപ്പിക്കുന്ന അഗ്നി കൂടിയാ. ഇപ്പൊ ഇറങ്ങിയൊക്കെ ഒരു ട്രെൻഡ്. പഠിക്കേണ്ട സമയത്ത് പിള്ളേരെ പഠിക്കാൻ വിട്ടോണം. സ്തോത്രം. ശുശ്രൂഷയ്ക്ക് ദൈവം വിളിക്കണം, പിള്ളേർ കളിക്കാനുള്ളതല്ല. ഇപ്പോൾ തന്നെ ശക്തി. പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞാൽ ആരാന്നാ? ഇവിടെ ഇരിക്കുന്ന അഭിഷിക്തന്മാരോട് ചോദിച്ചു. തൃത്വത്തിൽ 3 ആളത്വങ്ങളും ഏറ്റക്കുറച്ചിലില്ലാത്ത ദൈവം ആണോ? അങ്ങനെ ആ ദൈവത്തെ മൂക്കി ശ്വാസമുള്ളവൻ കമാൻഡ് ചെയ്യുവാന്ന് ഇപ്പോൾ. പിന്നെ നീ പറയുമ്പം ആനക്കൊക്കെ പോയ നമ്മളിതൊക്കെ ശീലമായി കഴിഞ്ഞ കാര്യങ്ങൾ ഒരേ ഉപദേശി വന്ന് മാറ്റാൻ പറഞ്ഞാൽ മാറ്റൂല. മാറ്റുമോ? ശീലമായി എന്തെല്ലാം. നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന പലരോടും പള്ളി വിട്ട് എന്തിനാന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയും മാർത്തോമാക്കാർ കൊള്ളാത്തത് കൊണ്ടോ, കത്തോലിക്കർ കൊള്ളാത്തത് കൊണ്ടോ, യാക്കോബക്കാർ കൊള്ളാത്തത് കൊണ്ടോ, മോശക്കാരായോണ്ടോന്ന് ആണോ പള്ളി വിട്ടേ? ആണോ? അല്ലല്ലോ. നല്ല മനുഷ്യന്മാരാണ് എല്ലാവരും, അല്ലയോ? ഇവിടുത്തെ സമുദായക്കാരായിരിക്കുന്ന ക്രൈസ്തവ സമൂഹമൊക്കെ നല്ല മനുഷ്യരല്ലേ? മിണ്ടുന്നില്ല. അതെ, അവരാരും മോശക്കാരായതുകൊണ്ടാണോ നിങ്ങൾ അവരെ വിട്ടിട്ട് പെന്തക്കോസിലോട്ട് വന്നേന്നോ? അല്ല. പിന്നെ എന്തിനാ വന്നതെന്ന് ചോദിച്ചാൽ ഒറ്റ മറുപടി, വചനപ്രകാരം ദൈവത്തെ ആരാധിക്കാൻ ഇറങ്ങി. വചനപ്രകാരം ദൈവവചനം പഠിച്ചപ്പോൾ ചിലത് അവിടെ ഒക്കുന്നില്ല, അത് ശരിയല്ല എന്നും ബോധ്യപ്പെട്ടത് കൊണ്ട് നമ്മൾ ഇങ്ങോട്ട്, അത്രേ ഉള്ളൂ. അല്ല ഒരു മോശക്കാരായതുകൊണ്ടൊന്നും അല്ല നമ്മൾ ഇങ്ങോട്ട് ഇറങ്ങി. വചനപ്രകാരം ദൈവത്തെ ആരാധിക്കാൻ എന്നും പറഞ്ഞാൽ ഇറങ്ങിയ. എന്നിട്ട് ഇവിടെ വചനവിരുദ്ധമായത് കാണുമ്പോൾ എന്ത് ചെയ്യുക? സ്തോത്രം, സ്തോത്രം. പിന്നെന്തിനാ പള്ളി വിട്ടെ? എനിക്കിതുവരെ പിടികിട്ടിയിട്ടില്ല. ഇനി വേണം ഒന്നുകൂടെ ലളിതമാക്കാൻ ഒരു വരി പറയാം. ചാക്കോച്ചൻ ക്രിസ്മസിൻ്റെ അന്ന് മെഴുകുതിരിയും പിടിച്ചുകൊണ്ട് ഓടിപ്പോവാ പള്ളിയിലോട്ട്. ഉപദേശി വഴി വെച്ച് കണ്ടു. ചാക്കോച്ച എവിടെ പോവാ? ക്രിസ്മസ് അല്ലയോ ഉപദേശി, പള്ളി പോവാന്ന്. എടാ ഒരു 10 മിനിറ്റ് ഞാൻ പറയുന്നത് എന്നാ ഉപദേശി? എടാ മോനെ ചാക്കോച്ച, യേശു ജനിച്ചത് ഡിസംബർ 25 വല്ലതും ബൈബിളിലുണ്ടോ? ബൈബിളിലൊന്നും ഇല്ല. പിന്നെ ഇത് എവിടുന്ന് വന്നെന്ന് നിനക്കറിയാവോ? ഇതൊക്കെ ആര് നോക്കുന്നു? എന്നാ നീ അറിയണം. എന്താ? ബാബിലോണ്യ മതക്കാരും പാഗൻ മതക്കാരും ആരാധിക്കുന്ന ദൈവം ആരാ? ആരാ ആരാ ആരാ? സൂര്യദേവൻ. ആരാ ഈ സൂര്യദേവൻ? അത് ഇന്ന് നമ്മൾ രാവിലെ ഉദിച്ചു വരുന്ന. എടാ അതല്ല. പിന്നെ ആരാ? ആ പേരിലിരിക്കുന്ന ഒരുത്തനുണ്ട്. അതാരാ? യെശയ്യാവ് 14:12 അരുണോദയപുത്രനായ ശുക്ര വെട്ടേറ്റ് വീണവൻ. അപ്പം അങ്ങനെ ഉണ്ട്. സൂര്യദേവൻ്റെ ഭാര്യ സൊമീറാമിസ് എന്ന് പറഞ്ഞൊരു ദേവിയുണ്ടെന്നും അതിനൊരു കുഞ്ഞ് ജനിച്ചെന്നും ആ കുഞ്ഞ് സൂര്യദേവൻ്റെ അവതാരമാണെന്നും ഒക്കെ അവർ വിശ്വസിക്കുന്നു. ആര്? പാഗൻ മതക്കാർ. അതുകൊണ്ട് ആ കുഞ്ഞിൻ്റെ ജന്മദിനമായ ഡിസംബർ 25 പിന്നീട് പള്ളിക്കാർ വലിച്ചെടുത്ത് എന്താക്കിയത്? ക്രിസ്മസ് ആക്കിയത്. അപ്പം ഈ കുഞ്ഞിനെ എടുത്തുകൊണ്ടിരിക്കുന്ന അമ്മയുടെ ഫോട്ടോ നീ കണ്ടിട്ടുണ്ടോ? ചാക്കോച്ചൻ പറഞ്ഞില്ല. മഡോണ എന്ന പേര് ലോകവ്യാപകമായി അറിയപ്പെടുന്ന ഈ അമ്മയും കുഞ്ഞിൻ്റെ ചിത്രം അതാ പിന്നെ പള്ളിയിൽ കൊണ്ടുവച്ച് ഉണ്ണീശവും മറിയാക്കിയത്.
അപ്പോൾ ഇങ്ങനെയൊക്കെയാണോ സംഗതി? പിന്നെ ഇതൊക്കെ അയ്യോ എൻ്റെ പൊന്നു പാസ്റ്റർ, ഇതൊക്കെ ആരെങ്കിലും പറഞ്ഞാലല്ലേ അങ്ങനെ പറയുന്നതിന് മുമ്പേ അടിക്കാൻ നിൽക്കുമല്ലേ, പിന്നെ അങ്ങനെ പറയുന്നത്? അപ്പം അങ്ങനെയൊക്കെയാ കളി ഇല്ലയോ? എന്നാൽ പിന്നെ അപ്പം ഞാൻ ഇതും കൊണ്ട് മെഴുകുതിരിയും കത്തിച്ചു പോയി ഈ അരുണോദയപുത്രന് അതാ അയ്യോ എടുത്ത് ദൂരെ എറിഞ്ഞിട്ട് പറഞ്ഞു, പാസ്റ്റർ ചർച്ച എവിടാ? ഞങ്ങളുടെ ചർച്ച കൊണ്ട് അപ്പുറത്താ. എന്നാൽ ഞാനും വരുന്നു. അങ്ങനെ പുള്ളി ചാക്കോച്ചൻ പാസ്റ്ററുടെ കൂടെ ചർച്ചയിൽ വന്നു വചനം കേട്ടു. 3 ആഴ്ച ആരാധന കൂടിയപ്പം പുള്ളി കാര്യം മനസ്സിലായി. അങ്ങനെ വചനം കേട്ടു, രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു. ഇപ്പോൾ ചാക്കോച്ചൻ പെന്തക്കോസ്തുകാരനായി. സന്തോഷമുണ്ടോ? അടുത്ത വർഷം ക്രിസ്മസ് ഡിസംബർ 25 വന്നപ്പോൾ ചാക്കോച്ചൻ കാണുക, സഭയ്ക്കകത്ത് ബലൂണും വീർപ്പിച്ച് തോരണവും വലിച്ചു കെട്ടി പാസ്റ്റർ സെക്രട്ടറിയും കൂടെ മുഴുത്ത കേക്ക് മുറിച്ച് സെക്രട്ടറി പാസ്റ്ററിൻ്റെ അണ്ണാക്കി വെച്ച് കൊടുക്കുക. എന്നെ അനക്കുമൊക്കെ പോയെ. ഇതേ കാര്യം അവൻ പള്ളിയിൽ നിന്ന് ചെയ്തപ്പോൾ പറഞ്ഞു, പാപം അതേ കാര്യം പള്ളിക്കകത്ത് ചെയ്യുമ്പോൾ വിശുദ്ധമാവുമോ? ഒന്ന് പറഞ്ഞതാ. ഇപ്പം ലൈവ് കേൾക്കുന്നവർ വേണേൽ പറയും, പാസ്റ്റർ ഇതൊന്നും പബ്ലിക്ക് പറയാം. ലൈവുകാരെ ഇവിടെ ഇരിക്കുന്നതെല്ലാം ഏറെക്കുറെ പെന്തിക്കോസുകാരാന്ന് സംഘാടകർ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവരോട് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇല്ലെങ്കിൽ ഇതെടുത്തിട്ട് പറയും കൺവെൻഷൻ വേദി നമ്മളിത് ഇതും കൂടെ നന്നാകണ്ടേ. അപ്പം ശ്രദ്ധിച്ചോ. അതുകൊണ്ട് വചനപ്രകാരം ദൈവത്തെ ആരാധിക്കാൻ ഇറങ്ങിത്തിരിച്ചതെങ്കിൽ അന്ത്യത്തോളം പ്രാണം പോകുവോളം വചനത്തിന് വേണ്ടി നിൽക്കണം, ദൈവവചനത്തിന് വേണ്ടി നിൽക്കണം. മനസ്സിലായി? ഒരു വരി അതിനു വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ കേവലം ഒരു പഴം തിന്നതല്ല പാപം, പിന്നെന്താ? നിയമലംഘനം. അടുത്ത ചിന്ത എന്താ പറഞ്ഞത്? ആമേൻ. ഭൂതലത്തിലെങ്ങും കുടിയിരിപ്പാൻ ദൈവം. അപ്പൊ ദൈവം ഭൂതലത്തിലെങ്ങും കുടിയിരിക്കുന്നവൻ. അപ്പൊ ന്യായമായൊരു ചോദ്യം വരും, ഉപദേശി ഈ ദൈവം എവിടാ കുടിയിരിക്കുന്നത് അതൊന്ന് പറയാമോ? ഒന്ന് പോയി കാണാനാ. പറയാം. വായിച്ചുകൂടെ അതിന്റെ 24-ാം വാക്യം. 24 ദൈവം എവിടാ കുടിയിരിക്കുന്നതെന്നും കൂടെ ദേശം കേൾക്കട്ടെ. വായിര്. ലോകവും അതിലുള്ളതൊക്കെയും ലോകവും അതിൽ കാണുന്ന സകലത്തെയും ഉണ്ടാക്കിയ ദൈവം സ്വർഗത്തിനും ഭൂമിക്കും നാഥനാകൊണ്ട് കൈപ്പണിയായ കെട്ടിടങ്ങളിലൊന്നും ദൈവം വസിക്കുന്നില്ല. മുനിയറക്കാരെ, മനുഷ്യന്റെ കൈപ്പണിയായ കെട്ടിടങ്ങളിലൊന്നും ദൈവം വസിക്കുന്നില്ലെന്ന് തിരുവചനം പറയുന്നു. സ്തോത്രം. മനസ്സിലാകുന്നുണ്ടോ? കൈപ്പണിയായ കെട്ടിടങ്ങളിലൊന്നും ദൈവം വസിക്കുന്നില്ല. സ്തോത്രം. വേണ്ട, നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയെ പറഞ്ഞു തരാം. 2018 പ്രളയം വന്നോ? വേഗം പറ. വന്നു. പാരമ്പര്യം പറയുന്ന ക്രിസ്ത്യാനിയുടെ വീട്ടിലിരിക്കുന്ന യേശുവും ഗീവർഗീസും ഉൾപ്പെടെ ഒഴുകിപ്പോയോ? പോയി. ചാക്കോച്ചൻ വെളി ഇറങ്ങി നോക്കിയപ്പോൾ യേശു തെക്കോട്ടും വർഗീസ് വടക്കോട്ടും ഒഴുകുന്നു. മേപ്പോട്ട് നോക്കിയപ്പോൾ രക്ഷിക്കാൻ ആര് വരുന്നു? ഹെലികോപ്റ്റർ വരുന്നു. ഒറ്റ നിലവിളി വിളിച്ചു. സത്യമായി പറ, ഒരു വരി കള്ളം പറയാതെ പറ. ചാക്കോച്ചൻ വിളിച്ചത് എന്തായിരിക്കും? ഹെലികോപ്റ്ററെ ഒന്ന് വേഗം വന്ന് എന്നെ ഒന്ന് രക്ഷിക്കുന്നാണോ വർഗീസിനെ രക്ഷിക്കാൻ? സത്യം പറ, കള്ളം പറയരുത്. എന്നെ രക്ഷിക്കണമെന്നാണ് വിളിച്ചത് അല്ലേ? അതെ. ഹെലികോപ്റ്റർ വന്ന് ചാക്കോച്ചനെ തൂക്കിയെടുത്ത് ദുരിതാശ്വാസ ക്യാമ്പിൽ കൊണ്ടുപോയി രക്ഷിച്ചു. 3 ആഴ്ച കഴിഞ്ഞ് വെള്ളമൊക്കെ ഇറങ്ങി ചാക്കോച്ചൻ തിരിച്ച് വീട്ടിൽ വന്ന് നോക്കിയപ്പോൾ ഒഴുകിപ്പോയ വർഗീസ് അവിടെ ചെളി പിടിച്ച് കിടപ്പുണ്ട്. പുള്ളി ഓടിച്ചെന്ന് അതിനെ തുടച്ചെടുത്ത് ഷോക്കേഴ്സിൽ കൊണ്ടുവച്ച് അതിനോട് പറയുക, എന്നെ രക്ഷിക്കണേ വർഗീസേന്ന്. ഇവനെന്ന് നേരം വെളുക്കുമെന്ന് നിങ്ങൾ ചിന്തിച്ചു? ഇതിൽ കൂടുതലൊന്നും ഇനി പറയണ്ടല്ലോ. വല്ലതും മനസ്സിലായോ? സാക്ഷര കേരളം അല്ലേ? സാക്ഷരം. അരിയാഹാരം കഴിക്കുന്നവന് ബോധം വരാൻ ഡിഗ്രി ഒന്നും വേണ്ട. ഞാൻ ഈ പിള്ളേരെ കൊണ്ട് പറയിക്കാം. മക്കളെ, മനുഷ്യനെ സൃഷ്ടിച്ചതാരാ? ദൈവം. ഉറക്കെ പറ മക്കളെ, ദൈവം. കണ്ടോ കുഞ്ഞി പിള്ളേർ പറയാ മനുഷ്യനെ സൃഷ്ടിച്ച ആരാ? ദൈവം. ഇന്ന് ദൈവത്തെ സൃഷ്ടിക്കുന്ന ആരാ? മനുഷ്യനെന്ന്. കണ്ടോ, കുഞ്ഞിൻ്റെ തലയ്ക്കകത്ത് കയറി വലുതിൻ്റെ തലയിൽ കയറുന്നില്ല. മനുഷ്യനെ സൃഷ്ടിച്ച ആരാ? ദൈവം. ഇന്ന് ദൈവത്തെ സൃഷ്ടിക്കുന്ന ആരാ? മൂക്കി ശ്വാസമുള്ള മനുഷ്യൻ. എങ്ങനെ വേണം? ഇരിക്കുന്ന വേണം, നടക്കുന്ന വേണം, കിടക്കുന്ന വേണം, ബ്ലാക്ക് ആൻഡ് വൈറ്റ് വേണം, കളർ വേണം. ആരുണ്ടാക്കി തരും ഈ മൂക്കി ശ്വാസമുള്ള പേട്ട്? എടാ മണ്ടം മനുഷ്യ. MBBS MDയും ഡിഗ്രിയൊക്കെ പഠിച്ച ഡോക്ടർമാര് അവരെ കൊണ്ടാവുന്ന പണി 58 ചെയ്തേച്ച് ഒടുവിൽ പറയുന്ന ഒരു പദമുണ്ട്, ഞങ്ങളെ കൊണ്ട് ഒക്കുന്നതെല്ലാം ഞങ്ങൾ ചെയ്തിട്ടുണ്ട്, ഇനി നിങ്ങൾ സർവശക്തനായ ദൈവത്തോട് പ്രാർത്ഥിക്കാനാ പറയുന്നത്. സകലമാന ഡിഗ്രിക്കും മേലെയാണ് ദൈവം. ഇത് മനസ്സിലാക്കാൻ ഡിഗ്രി ഒന്നും വേണ്ടോ, തലയിൽ ആള് താമസം ഉണ്ടായിരുന്നാൽ മതി. പിടികിട്ടുന്നുണ്ടോ? മനുഷ്യന്റെ കൈപ്പണിയായ കെട്ടിടങ്ങളിൽ ദൈവം വസിക്കുന്നില്ല.
പിന്നെ എവിടാ ദൈവം വസിക്കുന്നത്? ഇന്ന് രാത്രി കേട്ടോ, മുനിയറക്കാര് കേട്ടോ, ദൈവം വസിക്കാൻ ആശിക്കുന്ന മന്ദിരം എന്റെയും നിന്റെ ഹൃദയമാകുന്ന മന്ദിരത്തിലാണ് ദൈവം വസിക്കാൻ ആശിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് രാത്രി തുറക്കപ്പെടേണ്ടത് കെട്ടിടത്തിന്റെ വാതിലുകളല്ല, നിന്റെ ഹൃദയത്തിന്റെ വാതിൽ ഇന്ന് രാത്രി ദൈവത്തിനായി തുറക്കപ്പെടണം. അതിനകത്ത് ഈശ്വരൻ വസിക്കുമ്പോൾ നിന്റെ ജീവിതം വെളിച്ചമുള്ളതായി മാറും, നിന്റെ ജീവിതം അനുഗ്രഹിക്കപ്പെട്ടതായി മാറും, നിന്റെ ജീവിതം സമാധാനമുള്ളതായി മാറും. ദൈവം നിന്റെ ഹൃദയത്തിൽ വസിക്കണം. അതിനെന്ത് ചെയ്തെന്നാ ഭൂതലത്തിലെങ്ങും ദൈവം കുടിയിരിപ്പാൻ. അപ്പൊ ഭൂതലത്തിലെങ്ങും കുടിയിരിപ്പാൻ ദൈവം, ഭൂതലത്തിലെങ്ങും കുടിയിരിക്കണം. ആരിലാ ദൈവം കുടിയിരിക്കുന്നേ? മനുഷ്യരിൽ. അപ്പൊ ഭൂതലത്തിലെങ്ങും ദൈവം കുടിയിരിക്കണമെങ്കിൽ ഭൂതലത്തിലെങ്ങും ആര് വേണം? മനുഷ്യൻ വേണം. അതുകൊണ്ട് ഏകനിൽ നിന്ന്, ആദമിൽ നിന്ന് ഹിന്ദുവിനെ സൃഷ്ടിച്ചെന്നല്ല, മുസൽമാനെ സൃഷ്ടിച്ചെന്നല്ല, ക്രിസ്ത്യാനിയെ സൃഷ്ടിച്ചെന്നല്ല എഴുതിയത്. പിന്നെന്താ എഴുതിയത്? മനുഷ്യജാതിയെ സൃഷ്ടിച്ചു. എത്ര മനോഹരമാണ് ആ പദം! കാവി ഉടുത്തവനെ, തൊപ്പിയിട്ടവനെ, കൊന്തയിട്ടവനെ, ചരട് കെട്ടിയവനെ, കുടുംബ കെട്ടിയവനെ എല്ലാം ഒറ്റ രക്തത്തിൽ നിന്ന് സൃഷ്ടിച്ചു, ആദാമ്യ രക്തത്തിൽ നിന്ന്. അതുകൊണ്ട് ആദാമ്യ പാപത്താൽ സകല മനുഷ്യനും പാപിയായി. പിടികിട്ടിയോ? അയ്യോ, ഉപദേശി ആവേശത്തോടെ പറഞ്ഞായിരിക്കും കാവി ഉടുത്തവനും തൊപ്പിയിട്ടവനും കൊന്തയിട്ടവനും ഒക്കെ ഒറ്റ രക്തം. ആണോ? ഒന്ന് തെളിയിക്കാവോ? പിന്നെന്താ? നാളെ രാവിലെ 4 ബോട്ടിൽ എടുക്കും. 4 ബോട്ടിൽ 4 മൃഗങ്ങളുടെ രക്തം, ആട്, ആന, പോത്ത്, പശു എടുക്കുക. അടുത്ത മെഡിക്കൽ ലാബിലോട്ട് കൊടുക്കും. 10 മിനിറ്റ് മിടുക്കി പെമ്പിള്ളേർ സ്റ്റിക്കർ ഒട്ടിച്ച് വെളിയിലോട്ട് വെക്കും. ഇത് ആട്, ഇത് ആന, ഇത് പോത്ത്, ഇത് പശു. കണ്ടുപിടിക്കാനുള്ള സംവിധാനമൊക്കെ ഇന്ന് ലാബിലുണ്ട്. ഉണ്ട്. വീണ്ടും 4 ബോട്ടിൽ എടുക്കണം, മറക്കരുത്. ഒന്നിൽ ഇവിടെ അടുത്തുള്ള അമ്പലത്തിലെ പൂജാരിയുടെ രക്തം, ഇനി ഒന്നിൽ അടുത്ത ജമാഅത്ത് പള്ളിയിലെ മുസ്ലിയാരുടെ രക്തം, ഇനി ഒന്നിൽ കത്തോലിക്ക പള്ളിയിൽ അച്ഛൻ്റെ രക്തം, ഇനി ഒന്നിൽ മുനിയറ കൺവെൻഷൻ്റെ ഉപദേശയുടെ രക്തം. അതേ ലാബിൽ കൊടുക്കുക. ഏതെങ്കിലും പിള്ളേർ സ്റ്റിക്കർ ഒട്ടിച്ച് തരുമോ? മാറിപ്പോവല്ലേ, മൂലയിരിക്കുന്ന മുസ്ലിയാർ, അറ്റത്തിരിക്കുന്ന പൂജാരി, മേപ്പോട്ട് വെച്ചിട്ടുണ്ട് പള്ളിയിൽ അച്ഛൻ. തരുമോ അച്ഛാ? പറ, തരുമോ? ഇല്ല. ചിലപ്പോൾ ABCD ഗ്രൂപ്പൊക്കെ അവർ തിരിച്ചെന്നിരിക്കാൻ സമ്മതിക്കുന്നു. പിള്ളേർ ഇറങ്ങി വന്നിട്ട് പറയുന്നത് മനുഷ്യന്റെ സമയം എന്നൊക്കെ എടുത്തരുത്, ഇതെല്ലാം മനുഷ്യന്റെ രക്തം. കറുത്തവന്റെ, വെളുത്തവന്റെ, കാവി എടുത്തവന്റെ, തൊപ്പിയിട്ടവന്റെ, കൊന്തയിട്ടവന്റെ എല്ലാം കൈമുറിച്ചാൽ പുറത്തോട്ട് വരുന്നത് ഒറ്റ രക്തം. പിന്നെ എന്തിന്റെ പേരിലാണ് ഇവിടെ മനുഷ്യന്മാർ തമ്മിലടിക്കുന്നേ? ചിന്തിച്ചിട്ടുണ്ടോ? ചിന്തിക്കണം. ഒറ്റ രക്തമല്ലേ, എന്തിനാ തമ്മിലടിക്കുന്നേ? ജാതിയുടെ, മതത്തിന്റെ, വർണ്ണത്തിന്റെ, വർഗത്തിന്റെ, കളറിന്റെ, കൊടിയുടെ ഒക്കെ പേരിൽ ഇവിടെ മനുഷ്യൻ ഇന്ന് തമ്മിലടിക്കുക. അപ്പുറത്ത് കിടക്കുന്ന കാവി ഉടുത്തവനും ഇപ്പുറത്ത് കിടക്കുന്ന കൊന്തയിട്ടവനും എൻ്റെ കൂടപ്പുറപ്പാണെന്നും അവനെ എന്നെ സൃഷ്ടിച്ചത് ഒരു ദൈവമാണെന്നും ചിന്തിച്ചാൽ തീരാവുന്ന പ്രശ്നം ഈ നാട്ടിലുള്ളൂ. പിന്നെ എന്തിനു മനുഷ്യൻ തമ്മിലടിക്കുന്നു? അവിടെയാണ് തലച്ചോറുള്ളവൻ ചിന്തിക്കേണ്ടത്. ഒറ്റ രക്തത്തിന്റെ ഉടമ. കൊന്തയും കുരിശും കഴുത്തിലിട്ടുകൊണ്ട് ബൈക്കിൽ പാഞ്ഞു പോയ ചെറുക്കൻ ടിപ്പറിൻ്റെ അടിയിലോട്ട് ചെന്ന് കയറി, തലപൊട്ടി മെഡിക്കൽ കോളേജിൽ കൊണ്ട് ചെന്നു. ഡോക്ടർ പറഞ്ഞു, ഇപ്പോൾ ഒരു കുപ്പി ബ്ലഡ് അടച്ചാൽ കൊച്ചിനെ നമുക്ക് രക്ഷിക്കാം. ക്രിസ്ത്യാനി ചെറുക്കൻ്റെ ക്രിസ്ത്യാനി അമ്മ ക്രിസ്ത്യാനി ദൈവത്തോട് കരയുക, എൻ്റെ ഈശോയെ, എൻ്റെ കുഞ്ഞിന് ആര് ബ്ലഡ് കൊടുക്കുമെന്ന്. തൊട്ടടുത്ത ബെഡിൽ അമ്മയ്ക്ക് കൂട്ടിരിക്കാമെന്ന കാവി ഉടുത്ത RSSകാരൻ കരച്ചിൽ കേട്ടിട്ട് പറഞ്ഞു, അമ്മ കരയണ്ട അമ്മ, ഞാൻ തരാം ബ്ലഡ്. വേണ്ട, നീ BJP അല്ലേ, നീ ഇന്ന് വരെ ഒരു തള്ള പറഞ്ഞിട്ടുണ്ടോ? പറ, നാളെ പറയുമോ? ഇല്ല. കൊച്ചി രക്ഷപ്പെട്ടാൽ മതി. പിന്നെ എന്തിൻ്റെ പേരിലാണോ മനുഷ്യന്മാർ തമ്മിലടിക്കുന്നത്? ജാതിയും മതമൊന്നും ഇല്ലാത്ത നിമിഷങ്ങൾ മനുഷ്യന്റെ ജീവിതത്തിൽ വരുമെന്ന് 2 പ്രളയം പഠിപ്പിച്ചിട്ടും മലയാളി പഠിച്ചോ? നിന്റെ പറമ്പിലെ വെള്ളം എന്തിനാടി എൻ്റെ പറമ്പിൽ കൂടെ വരുന്നതെന്ന് ചോദിച്ചു വഴക്കുണ്ടാക്കിയ കുഞ്ഞമ്മ. ഏതെങ്കിലും പറമ്പിൽ കൂടി വെള്ളം ഒന്ന് പോയാൽ മതി ഈശ്വരാ എന്ന് വിളിച്ചു. പഠിച്ചോ? അന്യർ അകത്ത് പ്രവേശിക്കരുത്, പട്ടിയുണ്ട് സൂക്ഷിക്കുക ബോർഡ് വെച്ചു. വെള്ളം അകത്തോട്ടങ്ങ് ഇറച്ച് കയറിയപ്പോൾ മക്കളും കൊച്ചുമക്കളും കൂടെ അന്യരെ വിളിച്ചിട്ട് പറയുക, പപ്പയും മമ്മിയും കുടുങ്ങി കിടക്കുന്നു, അന്യർ കയറിക്കോളാൻ രക്ഷിക്കാൻ. അപ്പൊ പട്ടിയൊക്കെ ഒഴുകിപ്പോയെന്ന്. അന്യര് കയറിയല്ലേ രക്ഷിച്ചേ? ആണോ? 3 മാസം കഴിഞ്ഞ് വെള്ളമൊക്കെ ഇറങ്ങി മക്കളും കൊച്ചുമക്കളും കൂടെ നാട്ടിൽ വന്ന് മതിലിന് 2 കട്ടയും കൂടെ പൊക്കി കെട്ടി അടുത്ത ബോർഡ് വെച്ചു, അന്യർ അകത്ത് പ്രവേശിക്കരുത്, പുതിയ പട്ടിയുണ്ട് സൂക്ഷിക്കുക. ഇനി അടുത്ത പ്രളയം പറഞ്ഞ യവന് ബോധം വരാം. പ്രളയം വന്നപ്പോൾ എന്തായിരുന്നു സീൻ? ലുങ്കി എടുത്ത് ഉരിഞ്ഞു കൊടുക്കുന്നു, സാരി വലിച്ചു ഒടിഞ്ഞു കൊടുക്കുന്നു, ബിരിയാണി ചെമ്പിൻ്റെ അകത്തിരുത്തി വലിച്ചോണ്ട് പോകുന്നു, അല്ലേ? കയറിട്ട് കൊടുക്കുന്നു, കെട്ടിപ്പിടിക്കുന്നു. ഒരുത്തൻ കുനിഞ്ഞു നിന്ന് മുതുക് ചവിട്ടി കയറി മുതുക് കാണിച്ചു കൊടുക്കുന്നു. എന്തൊരു സ്നേഹം! ദുരിതാശ്വാസ ക്യാമ്പിലോ അവന് കിടക്കാൻ ബെഡ് വേണ്ട, മെത്ത വേണ്ട, ടാർപ്പ വിരിച്ചവൻ കിടക്കുന്നു. അപ്പുറത്തവൻ്റെ കയ്യിൽ ഉരിഞ്ഞവൻ പുതയ്ക്കുന്നു. ജാതി പ്രശ്നമില്ല, മതപ്രശ്നമില്ല, കറുപ്പുമില്ല, വെളുപ്പുമില്ല, കൂടിയതുമില്ല, കുറഞ്ഞതുമില്ല. ഇവൻ്റെ അക്കൗണ്ടിൽ ലക്ഷങ്ങൾ കിടപ്പുണ്ട്, എടുക്കാൻ നിവർത്തിയില്ലാത്തതുകൊണ്ട് മറ്റവൻ കൊണ്ടുവന്ന പഴങ്കഞ്ഞി ഉണക്കമീനും ഇവനും അടിക്കുക. ഒരു പടക്കവും ഇല്ല. എന്തൊരു സ്നേഹം!
ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ ഓർത്തു പോകും, ദൈവമേ എന്നും പ്രളയമായിരുന്നെങ്കിൽ. മണ്ടം മനുഷ്യന്മാരെ, ചിന്തിക്കടോ, ചിന്തിക്കേ. അപ്പുറത്ത് കിടക്കുന്നവനും ഇപ്പുറത്ത് കിടക്കുന്നവനും ആമേ എൻ്റെ കൂടപ്പുറപ്പാണെന്നും അവനെ എന്നെ സൃഷ്ടിച്ചത് ഒറ്റ രക്തത്തിൽ നിന്നാണെന്നും ആമേ തിരിച്ചറിയാൻ കഴിയുന്ന ഒരു തലച്ചോറാണ് സുവിശേഷം ഞങ്ങളിൽ വരുത്തിയ മാറ്റം. പിടികിട്ടിയോ? പിടികിട്ടിയില്ല. അതുകൊണ്ടാണ് ഈ ചില ആളുകൾ തിരുവനന്തപുരത്തൊക്കെ ഉപദേശിമാരെ കളിയാക്കി പറഞ്ഞ ഒരു ഡയലോഗുണ്ട്. എന്താണെന്നറിയാമോ? ഓ യവന്മാർക്കൊരു നാണവമാനം ഇല്ലാത്തവന്മാരുടെ ആര്? ഓ ഈ പാസ്റ്റർമാർ തന്നെ. ഓ അടിച്ചാലും ഇടിച്ചാലും ചവിട്ടി തേച്ചാലും യവന്മാർ പിന്നെയും വലിഞ്ഞേറി വരുമെന്ന് നാണമില്ലാത്തവന്മാർ തന്നെ. സത്യമല്ലേ ഭാഷ? ഒരർത്ഥത്തിൽ സത്യമല്ലേ ഭാഷ? നമ്മളൊരു നാണവും മാനവും ഇല്ലാത്തവന്മാർ അല്ലേ, വലിഞ്ഞു കയറി പിന്നെ എന്തൊരു. പക്ഷെ ഒരു കാര്യം ഇന്ന് രാത്രി മുനിയറയിലെ മാന്യ സഹോദരങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ അടിച്ചാലും ഇടിച്ചാലും ചീത്ത വിളിച്ചാലും തുപ്പിയാലും ചവിട്ടി തേച്ചാലും പിന്നെയും നാണമില്ലാതെ ഈ വലിഞ്ഞു കയറി പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് വലിഞ്ഞു കയറി വരുന്നത് എന്താണെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അതിൻ്റെ കാരണം എന്താണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? നീ എൻ്റെ കൂടപ്പുറപ്പാന്നുള്ള തിരിച്ചറിവ് ഈ പുസ്തകം ഞങ്ങളുടെ തലച്ചോറി തന്നതുകൊണ്ട്, നീ എൻ്റെ സഹോദരനാന്നുള്ള തിരിച്ചറിവ് ഈ പുസ്തകം ഞങ്ങളുടെ തലച്ചോറി തന്നതുകൊണ്ട്, നീ കള്ളു കുടിച്ച് നടക്കുന്ന കാണുമ്പോൾ, നീ ഓടെ കിടക്കുന്ന കാണുമ്പോൾ, നിന്റെ കുടുംബം തകർന്നെന്ന് കേൾക്കുമ്പോൾ, നീ ആത്മഹത്യ ചെയ്യാൻ ഒരുങ്ങിയെന്ന് അറിയുമ്പോൾ, നീ ആശുപത്രിയിലായെന്ന് കേൾക്കുമ്പോൾ, നിന്റെ രക്തബന്ധങ്ങൾ കൊണ്ടാകാത്ത ഒരു പെയിൻ പ്രാർത്ഥിക്കുന്നവന്റെ ചങ്കിനകത്ത് ദൈവം തരുമ്പോഴാ നാണമില്ലാതെ വലിഞ്ഞു കയറി പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു കയറി വരുന്നത്. ഈ തിരിച്ചറിവ് ആ മനുഷ്യന്മാർക്കുണ്ടാകുന്നത്. മനസ്സിലായോ? ഇപ്പം ഈ ലൈവിൽ കൂടെ ചലഞ്ച് ചെയ്ത് പറയാം. ഇപ്പം ഈ വേദിയിലോട്ട് കാവി ഉടുത്തോ ചരട് കെട്ടിയോ തൊപ്പിയിട്ടോ കൊന്തയിട്ടോ ഒരുത്തൻ ഇപ്പം ഇങ്ങോട്ട് കയറി വന്നാൽ നല്ല ധൈര്യത്തോടെ പറയാം, ലൈവിലൂടെ പറയാം, ഈ ഇവിടെ ഇരിക്കുന്ന മുഴുവൻ ഉപദേശിമാരും അവനെ തോളെ പിടിച്ച് ആദ്യം വിളിക്കുന്ന എന്തായിരിക്കും? പറ, ഉറക്കെ പറ, ബ്രദർ, സഹോദര. അങ്ങനെ വിളിക്കാൻ കഴിയുന്ന ഒരു തലച്ചോറ സുവിശേഷം ഞങ്ങളിൽ വരുത്തിയ മാറ്റം. ഞങ്ങളുടെ ജാതിയും മതവും സർട്ടിഫിക്കറ്റും മാറ്റിയ സന്ദേശമല്ല സുവിശേഷം. സകല മനുഷ്യരെ ഒന്നുപോലെ കാണാൻ, സകല മനുഷ്യരെ ഒന്നുപോലെ ചേർത്ത് പിടിക്കാൻ, സകല മനുഷ്യരെ ഒന്നുപോലെ സ്നേഹിക്കാൻ കഴിയുന്ന ഒരു തലച്ചോറാണ് സുവിശേഷം ഞങ്ങളിൽ വരുത്തിയ മാറ്റം. പിടികിട്ടിയോ? എന്തുകൊണ്ട് സ്നേഹിത നിനക്കത് കഴിയുന്നില്ല? നിന്റെ ഹൃദയക്കൂടിൻ്റെ അകത്ത് കൂടിയിരിക്കുന്ന പാപമെന്ന ഇരുട്ട് പുറത്തു പോകാതെ നിനക്ക് തരം തിരിച്ച് സ്നേഹിക്കാനേ പറ്റൂ. അത് പുറത്തു പോയാൽ നിനക്ക് ഞങ്ങളെപ്പോലെ സകല മനുഷ്യനെ ഒന്നുപോലെ ചേർത്ത് പിടിക്കാൻ കഴിയും. അത് കഴിയാത്ത വർഗീയ വിഷം നിന്റെ അകത്തിരിക്കുന്നെങ്കിൽ അതിനൊറ്റ കാരണം, നിന്റെ ഹൃദയക്കൂടിൻ്റെ അകത്ത് കുടിയിരിക്കുന്ന പാപമെന്ന ഇരുട്ട് പുറത്തു പോയിട്ടില്ല. ജാതി മത വർണ്ണ വർഗ വ്യത്യാസമില്ലാതെ ഷമീറും ഷിയാദും സുരേഷും രമേശും നാരായണൻ ഗോപാലകൃഷ്ണനും ജോസഫും തോമസ് കുട്ടിയും ഒന്നിച്ച് ഒരു സ്ഥലത്തിരുന്ന് ഒരു ദൈവത്തെ ആരാധിക്കുന്ന ഒരു സ്ഥലമേ ഉലകത്തിലുള്ളൂ. അതാണ് ദൈവസഭ. ജാതി മത പ്രശ്നമില്ലാതെ. എത്ര മനോഹരം! അങ്ങനെ ഒരു തലച്ചോറാണ് നിനക്ക് വരേണ്ട മാറ്റം. എന്തുകൊണ്ട് അതിന് കഴിയുന്നില്ല? നിനക്കിന്നും തരംതിരിച്ച് മാത്രമേ സ്നേഹിക്കാൻ പറ്റുന്നുള്ളൂ. നിനക്കിന്ന് ജാതി മത വർണ്ണ വർഗം പാർട്ടി കളർ കൊടി തിരിച്ചേ സ്നേഹിക്കാൻ പറ്റുന്നുള്ളൂ. എന്താ കാരണം? നിന്റെ ഹൃദയക്കൂടിൻ്റെ അകത്ത് കുടിയിരിക്കുന്ന പാപം. ആ പാപം ആദാമിൽ നിന്ന് സകല മനുഷ്യരിലേക്കും പ്രവേശിച്ചു. പാപം മനുഷ്യന്റെ അകത്ത് കയറി. വേഗത്തിൽ പറയാം. പാപം മനുഷ്യന്റെ അകത്ത് പ്രവേശിച്ചപ്പോൾ മനുഷ്യന് സംഭവിച്ച ഏറ്റവും വലിയ ദുരന്തം തിരുവെഴുത്തിൽ രേഖപ്പെടുത്തി. വായിച്ചുകൊണ്ട് റോമാലേഖനം 1-ാം അധ്യായം 21, 22, 23 വാക്യങ്ങളിലേക്ക് വേഗത്തിൽ. റോമ 1:21, 22, 23 വേഗത്തിൽ. ദൈവത്തെ അറിഞ്ഞിട്ടും മനുഷ്യൻ ദൈവത്തെ അറിഞ്ഞിട്ടും അവനെ ദൈവമെന്ന് ഓർത്ത് മഹത്വീകരിക്കുക, അവനെ ദൈവമെന്ന് ഓർത്ത് മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ നിരൂപണങ്ങളിൽ വ്യർത്ഥരായി തീർന്നു. അടുത്തത്, അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി. മനുഷ്യന്റെ ഹൃദയത്തിന്റെ അകത്ത് ഇരുട്ട് പ്രവേശിച്ചു. ഇരുട്ട് പ്രവേശിച്ചപ്പോൾ എന്ത് സംഭവിച്ചെന്ന് വായിര്. അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി. അപ്പോഴോ ജ്ഞാനികൾ എന്ന് പറഞ്ഞുകൊണ്ട് അവർ മൂഢരായിപ്പോയി. പാപം അകത്ത് കയറിയപ്പോൾ തലച്ചോറിന്റെ അകത്ത് ഒരു ചിന്ത വന്നു, എനിക്കെല്ലാം അറിയാം, എന്നെ ആരും പഠിപ്പിക്കണ്ട. ജ്ഞാനികളെന്ന് ചിന്തിച്ചു, പക്ഷേ മൂഢരായിപ്പോയി, ഒന്നും അറിയത്തില്ലെന്ന്. എല്ലാം അറിയാന്നുള്ള ചിന്ത തലേ കയറി, പക്ഷെ ഒന്നും. പണ്ട് തിരുവനന്തപുരത്തിന്റെ തെക്കേയറ്റം പാലോട് ഒരു കത്തോലിക്ക അച്ചായനോട് സുവിശേഷം പറഞ്ഞു ചെന്നപ്പോൾ പുള്ളി ഉടനെ എന്നോട് ഇങ്ങോട്ട് ഓവർടേക്ക് ചെയ്ത് അടിച്ചു. എടാ പൊന്നു മോനെ, എനിക്ക് വയസ്സ് 54 ഉണ്ടടാ. അതിന് 54 വർഷമായിട്ട് ക്രിസ്ത്യാനിയായിട്ടാണ് ഞാൻ ജീവിക്കുന്നത്. ഇനിയിപ്പോൾ എൻ്റെ അടുത്ത് എന്തോ സുവിശേഷം? പുള്ളിയുടെ തലച്ചോറിൻ്റെ അകത്ത് കയറിയിരിക്കുന്നത് ഞാൻ ജനിച്ചതേ
പിന്നെ 54 വർഷമായി ക്രിസ്ത്യാനിയാടാ. അപ്പോൾ ഒരു കൗതുകത്തിന് ഞാൻ ചോദിച്ചു, ആണോ 54 വർഷമായിട്ട് ക്രിസ്ത്യാനിയാ? പിന്നെ എന്നാ പിന്നെ യേശുവിൻ്റെ പേരെന്നാച്ചാന്ന് ചോദിച്ചു. യേശുവിൻ്റെ പുള്ളി പറഞ്ഞ മറുപടി, പുള്ളി പറഞ്ഞ പോലെ തന്നെ ഞാനങ്ങ് പറയാം. പുള്ളി എന്നോട് പറയുക, യേശുവിൻ്റെ പേര് യേശു, ഇപ്പം വേറെന്തൊരു പേരിരിക്കണം യേശുവിനെന്ന്. യേശുവിൻ്റെ പേര് യേശു, ഇപ്പം വേറെന്തൊരു പേരിരിക്കണം യേശുവിനെന്ന്. 54 വർഷത്തെ ചിലർ കണ്ണു തെളിയിരിക്കുന്നു, വേറെ പേരുണ്ടോന്ന്. ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്നവന് പേർ വിളിക്കപ്പെടും എന്ന് തിരുവഴുത്തിലുണ്ട്. പക്ഷെ അച്ചായൻ കണ്ടിട്ടില്ല. എന്നാ കാണാതെ? വായിച്ചാലല്ലേ കാണൂ. ബൈബിൾ എടുത്ത് ഷോക്കഴിച്ച് വെച്ച് കറണ്ട് ചാർജിൻ്റെ കോപ്പിയും കരമടച്ചതിൻ്റെ രസീതും തൊഴിലുറപ്പിൻ്റെ ചീട്ടും നോട്ടീസും കിട്ടുന്ന പേപ്പറെല്ലാം ബൈബിളെ കൊണ്ട് വെച്ച് ഷോക്കഴിച്ച് വെച്ച് എമ്പരത്തിപ്പൂവും പറിച്ചിട്ട് ചന്ദനത്തിരിയും കത്തിച്ച് പുകച്ച് പുസ്തകം എടുത്ത് ഷോക്കഴിച്ച് വെച്ചേച്ച് റോഡിൽ കൂടെ ഓലക്കാലം പിടിച്ചുകൊണ്ട് നടക്കുക. പുസ്തകം തുറന്ന് നോക്കടാവേ. സ്തോത്രം. നീ ഒരു പെന്തക്കോസുകാരൻ്റെ വാക്ക് കേൾക്കണ്ട. നിന്റെ വീട്ടിനകത്തിരിക്കുന്ന തിരുവെഴുത്ത് തുറന്ന് വായിച്ചു നോക്ക്. വേദപുസ്തകം പറയുന്നു, നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. ബൈബിള് വായിക്കേ. സ്തോത്രം. ജ്ഞാനികളെന്ന് പറഞ്ഞുകൊണ്ട് അവർ മൂഢരായി. എന്നിട്ട് എന്ത് ചെയ്തെന്നാ? വായിര് എന്ത് ചെയ്തു? മൂഢരായിപ്പോയി. അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി. ജ്ഞാനികൾ എന്ന് പറഞ്ഞുകൊണ്ട് അവർ മൂഢരായിപ്പോയി. അക്ഷയനായ ദൈവത്തിന്റെ തേജസ്സിനെ അവർ ക്ഷയമുള്ള മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇഴജാതി എന്നിവയുടെ രൂപസദൃശ്യമായി മാറ്റിക്കളഞ്ഞു. കണ്ടോ പാപമകത്ത് കയറിയപ്പോ സൃഷ്ടിച്ച ദൈവത്തെ അങ്ങ് മറന്നു, സൃഷ്ടാവിനെ മറന്നു. എന്നിട്ട് എന്തിനു മഹത്വം കൊടുത്തു? സൃഷ്ടിക്ക് മഹത്വം കൊടുത്തു. ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വവും സ്തുതിയും പുകഴ്ചയും ആരാധനയും ഒക്കെ പങ്കുവെച്ചെന്ന്. ആർക്കൊക്കെ? ഒന്നുകൂടെ വായിച്ചുകൂടെ, ആർക്കൊക്കെയാന്ന്? ക്ഷയമുള്ള ദൈവത്തിന്റെ തേജസ്സിനെ അവർ ക്ഷയമുള്ള മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇഴജാതി എന്നിവയുടെ രൂപസദൃശ്യമായി മാറ്റിക്കളഞ്ഞു. ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം പങ്കുവെച്ച ആർക്കൊക്കെ പങ്കുവെച്ചു? മനുഷ്യന് മഹത്വം കൊടുത്തു. ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം മനുഷ്യന് കൊടുത്തപ്പോൾ ഇവിടെ ആരുണ്ടായി? ആൾ ദൈവങ്ങളുണ്ടായി. പിടി കിട്ടുന്നുണ്ടോ? ഇപ്പൊ കേരളത്തിൽ ആൾ ദൈവങ്ങളെ തട്ടിയിട്ട് നടക്കാൻ മേല. ഓരോ ആഴ്ചയിലും ഓരോന്ന് വരുവായി. ചില മാസങ്ങൾക്ക് മുമ്പ് ഞാനും വായിച്ചു പത്രത്തിൽ, കേരളത്തിൽ അറിയപ്പെടുന്ന ഒരാൾ ദൈവത്തിന് പനിയാ, പ്രാർത്ഥിക്കണമെന്ന്. എന്നിട്ടും മനസ്സിലാക്കാത്ത മണ്ടൻ മലയാളി. മനുഷ്യന് മഹത്വം കൊടുത്തു. പിന്നെന്തോ പറഞ്ഞേ? പക്ഷി. പിന്നെന്തോ പറഞ്ഞേ? നാൽക്കാലി. പിന്നെന്തോ പറഞ്ഞേ? ഇഴജാതി. പാരമ്പര്യം പറയുന്ന ക്രിസ്ത്യാനി ഈ പറഞ്ഞ നാലിനെയും കൂടെ ഒന്നിച്ച് ഒരു കണ്ണാടി കൂട്ടിലാക്കി കട്ടപ്പനെ വെച്ച് മഹത്വം കൊടുക്കുന്നു. വരുന്ന വഴി കണ്ടു. മനസ്സിലായില്ല. ഒരു നാൽക്കാലി, മേലെ ഇരുകാലി, കീഴെ ഇഴജാതി, ഇഴജാതിക്ക് 2 ചറവും കൂട്ടിലിരിപ്പുണ്ട്. ചിലർക്ക് പിടി കിട്ടി. ദൈവത്തെ അങ്ങ് മറന്നു. മനസ്സിലായോ? മാനസാന്തരപ്പെടറോ? നോക്ക്. അക്ഷയനായ ദൈവത്തിന്റെ തേജസ്സിനെ ക്ഷയമുള്ള മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇഴജാതി എന്നിവയുടെ രൂപസാദൃശ്യമാക്കി മാറ്റിക്കളഞ്ഞു. പാപം ചെയ്ത് പാപത്തിന്റെ പടുകുഴിയിലേക്ക് ആണ്ടുപോയ മനുഷ്യൻ സൃഷ്ടാവിനെ അങ്ങ് മറന്നു. സൃഷ്ടിക്ക് മഹത്വം കൊടുത്തു. പാപത്തിൽ നിന്ന് പാപത്തിലേക്ക് പിന്നെയും കടന്നുപോയി. അവന്റെ ഹൃദയം മോക്ഷം തേടി അലഞ്ഞു. മോക്ഷത്തിനായി മനുഷ്യൻ കൊതിച്ചു. മോക്ഷം തേടി നിലവിളികളും പ്രാർത്ഥനകളും ഉയർന്നു. മോക്ഷം തേടി നേർച്ച കാഴ്ചകൾ, തീർത്ഥയാത്രകൾ, പുണ്യകർമ്മ ക്രിയാദികളെല്ലാം ചെയ്തു മനുഷ്യൻ. എന്തിനധികം പറയുന്നു? മോക്ഷം തേടി, ഈശ്വര കടാക്ഷം തേടി. കൂടപ്പുറപ്പായ ഒരു മനുഷ്യനെ വെട്ടിനുറുക്കി നരബലി നടത്തി നോക്കി പത്തനംതിട്ട ഇലന്തൂരിൽ. കിട്ടിയോ മോക്ഷം? കിട്ടിയോ? അകത്ത് കിടന്ന് ഉണ്ട തിന്നുക. ഇപ്പൊ ഉണ്ടയില്ല, ചപ്പാത്തിയാന്ന്. തിന്നുക. കിട്ടിയോ? മോക്ഷം തേടി മൂക്കിൽ ശ്വാസമുള്ള മനുഷ്യൻ അവനെ കൊണ്ടാവുന്ന പണി 58 ചെയ്തു, കിട്ടിയില്ല.
നേർച്ച കാഴ്ചകൾ, തീർത്ഥയാത്രകൾ, പുണ്യകർമ്മ ക്രിയാദികളെല്ലാം നടത്തി കിട്ടിയില്ല. എന്നാൽ ഇന്ന് രാത്രി ഒരു സന്തോഷ വാർത്ത മുനിയറയോട് പറയാം. സകല മനുഷ്യന്റെയും നിലവിളിക്ക് മറുപടിയായി ഇന്നേക്ക് 2000 വർഷങ്ങൾക്കപ്പുറത്ത് സാക്ഷാൽ ദൈവം വേഷത്തിൽ മനുഷ്യനായി ലോകത്തിലേക്ക് ഇറങ്ങി വന്ന് പാലസ്തീന്റെ പച്ചമണ്ണിൽ കാലമർത്തി ചവിട്ടിക്കൊണ്ട് ലോകത്തോട് വിളംബരം ചെയ്തു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു, എന്നിൽ വസിക്കുന്നവരാരും ഇരുളിൽ നടക്കുകയില്ല. ഇന്ന് രാത്രി മുനിയറക്കാരെ, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാണെന്ന അവകാശത്തോടെ അധികാരത്തോടെ ലോകത്തോട് സംസാരിച്ച, ലോകം കണ്ട ഒരേ ഒരു പ്രസംഗകൻ, ലോകം കണ്ട ഒരേ ഒരു പ്രവാചകൻ, ലോകം കണ്ട ഒരേ ഒരു മഹാഗുരു, ലോകം കണ്ട ഒരേ ഒരു ദൈവം, അവനാണ് ഇന്ന് രാത്രിയിൽ ഷമീർ അബ്ദുൽ സലാം പ്രസംഗിക്കുന്ന നസ്രത്തുകാരനായ യേശു ക്രിസ്തു. അതുകൊണ്ട് ഇന്ന് രാത്രി മുനിയറയോട് ഞങ്ങൾ ആവർത്തിച്ച് വിളംബരം ചെയ്യുന്നു, മറ്റൊരുത്തനിലും രക്ഷയില്ല, മറ്റൊരുത്തനിലും രക്ഷയില്ല. മാനവജാതിക്ക് പാപത്തിന്റെ, തിന്മയുടെ, തെറ്റിന്റെ പടുകുടിയിൽ നിന്ന് മോക്ഷം പ്രാപിപ്പാൻ, ആമേൻ, ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ യേശുക്രിസ്തു എന്ന ഏക നാമമല്ലാതെ പോരാ, ഏക സത്യ സുവിശേഷമല്ലാതെ പോരാ, ഏക സത്യ നിത്യ ദൈവമല്ലാതെ മറ്റൊരു രക്ഷാ മാർഗമില്ല. പ്രൈസ് ദി ലോർഡ്. അതാണ് സുവിശേഷം. അത് പറയാനാ സുവിശേഷം. യേശുക്രിസ്തു വേഷത്തിൽ മനുഷ്യനായി ലോകത്തിലേക്ക് ഇറങ്ങി വന്ന ദൈവം. പാപത്തിന്റെ ശമ്പളമാകുന്ന മരണമെന്ന ശിക്ഷാവിധി എനിക്കും നിനക്കും പകരമായി എൻ്റെ കർത്താവ് ഏറ്റെടുത്തു. ഇന്ന് രാത്രി പുറം കണ്ണടച്ച് അകക്കണ്ണ് തുറന്ന് കാൽവരിയിലേക്ക് നോക്കിയാൽ ഒരു കാഴ്ച കാണാം. ആയിരങ്ങളിൽ പതിനായിരങ്ങളിൽ സുന്ദരനായവൻ, വെണ്മയും ചുവപ്പുമുള്ള എൻ്റെ പ്രിയൻ. ശൂന്യങ്കാരത്തി പറഞ്ഞു, എൻ്റെ പ്രിയൻ അവൻ ആയിരങ്ങളിൽ പതിനായിരങ്ങളിൽ സുന്ദരനാ, അവൻ പവിഴ നിറമുള്ളവനാ, വെണ്മയും ചുവപ്പുമുള്ളവൻ, അതിശ്രേഷ്ഠൻ. മറുഭാഗത്ത് യെശയ്യാ പ്രവാചകൻ വിളിച്ചു പറഞ്ഞു, അല്ലല്ല, എന്തിനാ ഈ വർഷാവർഷം മുനിയറ കൺവെൻഷൻ എന്നും പറഞ്ഞ് ഇവന്മാരെന്തിനാ ഇങ്ങനെ കിടന്ന് തൊണ്ട കീറുന്നതെന്ന്. ആരെയും ബുദ്ധിമുട്ടിക്കാനല്ല, പ്രാണനാഥൻ്റെ കൽപ്പനയായതുകൊണ്ടാണ്. ചെയ്തേ ഒക്കത്തുള്ളൂ, നിവർത്തിയില്ല, അതുകൊണ്ട് ചെയ്യും. കാഹളം ധ്വനിക്കുന്നവരെ ഇവിടെ എവിടെങ്കിലുമൊക്കെ ഇത് നടന്നുകൊണ്ടേ ഇരിക്കും. സ്തോത്രം. അന്ത്യകൽപ്പന കൈമാറിയ കർത്താവ് ഒലിവുമലയിൽ നിന്ന് സ്വർഗാരോഹണം ചെയ്യുന്ന നിമിഷം വന്നു. സ്വർഗാരോഹണം ചെയ്യുമ്പോൾ ശിഷ്യന്മാരിങ്ങനെ തല ഉയർത്തി നോക്കി നിൽക്കുക. അതാ യേശു അവരുടെ കണ്ണിന് മറഞ്ഞു. സ്വർഗത്തിൽ നിന്ന് വെള്ളവസ്ത്രം ധരിച്ച 2 ദൂതന്മാർ ഇറങ്ങി വന്നു. തല ഉയർത്തി നിൽക്കുന്ന ശിഷ്യന്മാരോട് പറഞ്ഞ വാചകം വായിക്കുക. അപ്പോസ്തല പ്രവൃത്തി 1:11 വേഗത്തിൽ. 1:11 2:37 കുറിവാക്യം. അവിടെ എത്തുമ്പോൾ നമ്മൾ പ്രസംഗം നിർത്തും. വായിച്ചോ. ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ട പോലെ തന്നെ അവൻ വീണ്ടും വരുമെന്ന് പറഞ്ഞു. ഇന്ന് രാത്രി മുനിയറ ദേശത്തോട് ഒരിക്കൽ കൂടി ഞങ്ങൾ വിളംബരം ചെയ്യുന്നു, യേശു ക്രിസ്തു വീണ്ടും മടങ്ങി വരും. ശ്രദ്ധിച്ചേ, ഇത് കേട്ട ശിഷ്യന്മാർ എന്ത് ചെയ്തു എന്നും കൂടെ വായിച്ച് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവാ. വായിച്ചേ, താഴോട്ട് വായിച്ചേ. പിന്നെ അവർ യെരൂശലേമിനെ സമീപിച്ചതും, ശിഷ്യന്മാര് യെരൂശലേമിന് സമീപത്ത് ഒരു ശബ്ബത്ത് ദിവസത്തെ വഴിദൂരമുള്ള ഒലിവുമല വിട്ട് യെരൂശലേമിലേക്ക് മടങ്ങിപ്പോയി. നിൽക്കട്ടെ, എങ്ങോട്ട് പോയി? യെരൂശലേമിൽ എത്തിയപ്പോൾ അവരെന്ത് ചെയ്തു? വായിര്. അവിടെ എത്തിയപ്പോൾ അവർ പാർത്ത മാളിക മുറിയിൽ കയറിപ്പോയി. എല്ലാവരും എന്നെ നോക്ക്, പറയുന്നതൊക്കെ ശരിയാണെന്ന് പരിശോധിക്കുക. ഇങ്ങോട്ട് നോക്കണം. അവര് ശിഷ്യന്മാര് തിരിച്ച് ഒലിവുമല എവിടെ എത്തി? യെരൂശലേമിൽ എത്തിയിട്ട് എവിടെ കയറിപ്പോയി? കയറിപ്പോയവരുടെ പേര് വിവരം പുസ്തകത്തിലുണ്ട്, വായിച്ച് കേൾപ്പിക്കാൻ പോവുക. കണ്ണും കാതും തുറന്ന് കേട്ടോണം. പിന്നെ ഞങ്ങൾ തന്നെ ഉണ്ടാക്കി പറഞ്ഞൊന്നും ആരും പറയരുത്. കേറിപ്പോയവരുടെ പേര് വിവരം വായിച്ച കുഞ്ഞെ. പത്രോസ്, യോഹന്നാൻ, യാക്കോബ്, അന്ത്രയോസ്, തോമസ്, മത്തായി, ആൽഫയുടെ മകനായ യാക്കോബ്, എരിവുകാരനായ ശീമോൻ, യാക്കോബിന്റെ മകനായ യൂദാ, ഇവരെല്ലാവരും സ്ത്രീകളോടുകൂടെ യേശുവിന്റെ അമ്മയായ മറിയോടും അവന്റെ സഹോദരന്മാരോടും കൂടെ ഒരു മനസ്സോടെ പ്രാർത്ഥന കഴിച്ചു പോന്നു. ക്ലിയർ ആണ്? ഒരു വരി കൂട്ടിയില്ല, ഒരു വരി കുറച്ചില്ല. മേപ്പോട്ട് കയറിപ്പോയവരുടെ പേര് വിവരം. പത്രോസ് ലീഗ. ആരാ പത്രോസ്? ഒന്നാമത്തെ പോപ്പ് എന്ന നാട്ടിലെ ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്ന പത്രോസ്, യോഹന്നാൻ, യാക്കോബ്, അന്ത്രയോസ്, ഫിലിപ്പോസ്, തോമസ്, ബർത്തലോമായി, മത്തായി, അൽഫയുടെ മകനായ യാക്കോബ്, എരിവുകാരനായ ശീമോൻ, യാക്കോബിന്റെ മകനായ യൂദാ, ഇവരെല്ലാവരും സ്ത്രീകളോടും യേശുവിന്റെ അമ്മയായ മറിയോടും അവന്റെ സഹോദരന്മാരോടും ഒപ്പം ഒരു മനപ്പെട്ട് പ്രാർത്ഥന കഴിച്ചു പോന്നു. അങ്ങനെ ആന്നോ?
ആന്ന്. അപ്പൊ കയറിപ്പോയുടെ കൂട്ടത്തിൽ പത്രോസ് ലീഗ ഉണ്ട്, തോമാസ് ലീഗ ഉണ്ട്, യൂദാസ് ലീഗ ഉണ്ട്, യേശുവിന്റെ അമ്മയായ മറിയ ഉണ്ടോ? പറ. ഉണ്ട്. അങ്ങനെ അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോ എന്തോ സംഭവിച്ചു? 2-ാം അധ്യായം 1-ാം വാക്യം. ഒന്നുകൂടെ. അവരെല്ലാവരും അങ്ങനെ മര്യാദക്ക് അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അവരുടെ ഇടയിലോട്ട് കുറച്ച് പെന്തക്കോസുകാർ വന്നപ്പോൾ, അങ്ങനെ ആണോ അമ്മാമേ? പെന്തക്കോസുകാർ ആണോ? അങ്ങനെ ഒരു കാറും ഇല്ല. പിന്നെന്തുവാ? പെന്തക്കോസ് നാൾ വന്നപ്പോൾ. അതെന്ത് നാള്? പെരുന്നാള്. 50-ാം പെരുന്നാൾ ദിവസം, ഡേ ഓഫ് പെന്തക്കോസ്, പെന്തക്കുസ്ത പെരുന്നാൾ ദിവസം വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു. ആരാ എല്ലാവരും? ഇനി പറയണോ? പത്രോസ്, യോഹന്നാൻ, യാക്കോബ്, അന്ത്രയോസ്, ഫിലിപ്പോസ്, തോമസ്, ബർത്തലോമായി, മത്തായി, അൽഫയുടെ മകനായ യാക്കോബ്, എരിവുകാരനായ ശീമോൻ, യാക്കോബിന്റെ മകനായ യൂദ, ഇവരെല്ലാവരും സ്ത്രീകളോടും യേശുവിന്റെ അമ്മയായ മറിയോടും സഹോദരങ്ങളോടും ഒരുമിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അവരുടെ ഇടയിലോട്ട് എന്ത് കയറി? പെന്തക്കോസുകാർ കയറി എന്നാണോ? അല്ല, പെന്തക്കോസ് പെരുന്നാൾ വന്നപ്പോൾ എല്ലാവരും ഒരുമിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്ന പോലെ ആകാശത്തു നിന്നൊരു മുഴക്കമുണ്ടായി. അവർ ഇരുന്നിരുന്ന വീട് മുഴുവനും നിറച്ചു. അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. അവരിൽ ഓരോരുത്തരുടെ മേൽ പതിഞ്ഞു. അടുത്ത വാക്ക്, എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി. ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. സഭ പറ, എന്ത് സംസാരിച്ചു? അന്യഭാഷ സംസാരിക്കുക. ഈ അന്യഭാഷ സംസാരിക്കുന്ന ആൾക്കാരെ ആ നാട്ടുകാരെന്തോ വിളിക്കുന്നത്? എന്ത് കോസ്? പെന്തക്കോസ്. അങ്ങനെയാണ് 1-ാമത്തെ പെന്തക്കോസുകാരി മറിയ. എന്നാ മിണ്ടാത്? 1-ാമത്തെ പെന്തക്കോസുകാരൻ പത്രോസ് ലീഗ, 1-ാമത്തെ പെന്തക്കോസുകാരൻ തോമാസ് ലീഗ, 1-ാമത്തെ പെന്തക്കോസുകാരൻ യൂദാസ്. ഇവരെല്ലാം കലവില പറഞ്ഞെന്നല്ലേ എഴുതി വെച്ചേക്കുന്നത്? അവര് പറഞ്ഞിട്ടല്ലേ മുന്നേറക്കാർ പറയാൻ തുടങ്ങിയേ? അതുകൊണ്ട് പെന്തക്കോസുകാർക്ക് അമ്മയില്ലെന്ന് ആരെങ്കിലും പറഞ്ഞാൽ നേർക്ക് നേരെ എന്ന് പറയണം, നിങ്ങളുടെ പള്ളി ഫോട്ടോയേ ഉള്ളൂ, ഞങ്ങളുടെ കൂടെ ജീവനോട്ടിരുന്ന് അന്യഭാഷ പറഞ്ഞു. പുസ്തകത്തിലുള്ളതാണോ? അവർ അന്യഭാഷ സംസാരിക്കാൻ തുടങ്ങി. ആ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ഒരാൾ പ്രസംഗിക്കാൻ എഴുന്നേറ്റു. ആരാ? പത്രോസ് ലീഗ എഴുന്നേറ്റ് പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ഒറ്റ പ്രസംഗം. എന്ത് സംഭവിച്ചെന്നാണ് കുറിവാക്യം 2:37. നമ്മൾ തിരിച്ചവിടെ എത്തി. വായന 2:37. ഇത് കേട്ടിട്ട് അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ടു. ഒന്നുകൂടെ. ഇത് കേട്ടിട്ട് അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ടു. പത്രോസ് ലീഗ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ ഒറ്റ പ്രസംഗം കേട്ടവിടെ ഹൃദയത്തിൽ കുത്തുകൊണ്ടു. നിങ്ങൾ പറ, എന്തുകൊണ്ടു? നിങ്ങളുടെ ആരുടെയെങ്കിലും ബൈബിളിൽ ഇത് കേട്ടിട്ട് അവർ ഇക്കിളി കൊണ്ടു അങ്ങനെ ഉണ്ടോ? ഇല്ല. പിന്നെന്തുവാ കൊണ്ടേ? കുത്താ കൊണ്ട്. അപ്പോൾ ഒരു കാര്യം സമ്മതിച്ചേച്ചേ പന്തലിന്ന് പോവാവൂ. പുസ്തകത്തിൽ പറയുന്ന യേശുക്രിസ്തു വാഗ്ദത്തം ചെയ്ത പിതാവിങ്കിൽ നിന്ന് പുറപ്പെട്ട ബൈബിളിലെ പരിശുദ്ധാത്മാവ് നിറഞ്ഞവൻ ആത്മനിറവിൽ പ്രസംഗിച്ചാൽ ഇക്കിളി അല്ല കൊള്ളുന്നത്, പിന്നെന്തുവാ? കുത്താ കൊള്ളുന്നത്. സമ്മതിച്ചേച്ചേ പോകാവൂ. അപ്പൊ ചങ്കത്ത് കുത്തുകൊള്ളുന്നെങ്കിൽ ഓർത്തോണം, അങ്ങേരെ ഏത് ആത്മാവിലാ? പരിശുദ്ധാത്മാവില. ഇരുവായ്ത്തലയുള്ള ഏതു വാളിനേക്കാളും മൂർച്ചയേറിയതും സദ്യമജ്ജ മാംസങ്ങളെ വേർവിടുവിക്കും വരെ തുളച്ചു ചെല്ലുന്ന ജീവന്റെ വചനം അകത്തോട്ട് തുളച്ചു കയറി കുത്തുകൊണ്ടത്. കുത്തുകൊണ്ടവരെല്ലാം കൂടെ എന്ത് ചെയ്തു? കമ്മിറ്റി കൂടി പ്രസംഗിച്ച ഉപദേശിയുടെ കൊങ്ങാക്കി പിടിച്ചെന്നാണോ? പിന്നെന്തുവാന്ന് വായിച്ചോട്. പത്രോസിനോട് ശേഷം അപ്പോസ്തലന്മാരോടും സഹോദരന്മാരായ പുരുഷന്മാരെ ഞങ്ങൾ എന്തു ചെയ്യേണ്ടു എന്ന് ചോദിച്ചു. നിങ്ങൾ ഓരോ വാക്ക് അവിടെ പ്രസംഗിക്കുമ്പോഴും എന്റെ ചങ്കത്ത് കുത്തുകൊള്ളുമായിരുന്നു. പറ ഞങ്ങൾ എന്ത് ചെയ്യണം? അടുത്ത വാക്ക്. പത്രോസ് അവരോട് നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തരും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പിൻ. അടുത്ത വാക്ക്. എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം ലഭിക്കും. നോക്ക് ഒന്ന് പറഞ്ഞ എല്ലാവരും. പോപ്പ് വിളിച്ചു പറഞ്ഞ എന്താ? നിങ്ങളുടെ അകത്ത് കയറിയ പാപത്തിൽ നിന്ന് നിങ്ങൾക്ക് മോചനം വേണോ? ഒരു നാണയത്തുട്ട് കൊടുക്കണ്ട, 1 കിലോമീറ്റർ നടക്കണ്ട, ഒരു മെഴുകുതിരി കത്തിക്കണ്ട, ഒരൊറ്റ കാര്യം ചെയ്യാൻ പറഞ്ഞു. എന്നാ പറഞ്ഞേ? മാനസാന്തരപ്പെട്ട് സ്നാനമേൽപ്പി. ഇത് തന്നെയല്ലേ ഞങ്ങളും പറഞ്ഞുകൊണ്ട് നടക്കുന്നേ? ഒരു വരി ഞങ്ങൾ കൂട്ടിയോ? അന്ന് പോപ്പ് പറഞ്ഞത്, പത്രോസ് പറഞ്ഞത് ഞങ്ങൾ ആവർത്തിക്കുന്നു. നിനക്ക് പാപമോചനം വേണോ? നിനക്ക് നിത്യജീവൻ വേണോ? ഒറ്റ വഴി, മാനസാന്തരപ്പെട്ട് സ്നാനമേൽപ്പി. എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം ലഭിക്കും. വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും നമ്മുടെ ദൈവമായ കർത്താവ് വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥരായ ഏവർക്കും ഉള്ളതല്ലോ എന്ന് പറഞ്ഞു. മറ്റു പല വാക്കുകളാലും അവൻ സാക്ഷ്യം പറഞ്ഞ് അവരെ പ്രബോധിപ്പിച്ചു. ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടുമെന്ന് അവൻ അവരോട് പറഞ്ഞു. അടുത്ത ഒരു വാക്യം വായിച്ച് പുസ്തകം അടച്ചോ. അടുത്ത വാക്ക്. അവന്റെ വാക്ക് കൈക്കൊണ്ടവർ അവരോട് ചേർന്നു. അവന്റെ വാക്ക് കൈക്കൊണ്ടവർ അവരുടെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു. അന്ന് 3000-ഓളം പേർ അവരോട് ചേർന്നു. മതി, പുസ്തകം അടച്ചു.
പത്രോസ്ലീഹയുടെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു. എത്ര പേര്? 3000-ഓളം. ഒറ്റ പ്രസംഗം, ചങ്കത്ത് കുത്തുകൊള്ളുന്ന ഒറ്റ പ്രസംഗം. 3000 പേര് രംഗത്ത് വന്ന് പറഞ്ഞു, ഞങ്ങൾക്ക് പാപമോചനം വേണം, ഞങ്ങൾക്ക് സ്നാനപ്പെടണം. അവിടെ തുടങ്ങിയതാ ദൈവസഭ. വചനം എഴുതിയിരിക്കുന്നു, അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോന്നു. അതിൻ്റെ ഒടുവിലത്തെ വാക്യം ഇങ്ങനെ പറയുന്നു, ആ കൂട്ടത്തെ നോക്കി സ്വർഗത്തിലെ ദൈവം ഒരു പേര് വിളിച്ചു, കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. തുടക്കം മുതൽ ഒടുക്കം വരെ ഒരു കുഞ്ഞിന് മനസ്സിലാകുന്ന പോലെ ഇന്ന് രാത്രി സംസാരിച്ചു. ഒരു നിമിഷം ദൈവസന്നിധിയിൽ എഴുന്നേക്കാം. ഇന്ന് രാത്രിയിൽ ഇതാകുന്നു രക്ഷാ ദിവസം, ഇതാകുന്നു സുപ്രസാദ കാലം. കർത്താവേ, ആ പാപത്തിൻ്റെ മോചനത്തിനായി എനിക്കും മാനസാന്തരപ്പെട്ട് സ്നാനമേൽക്കണമെന്ന് ഇന്ന് രാത്രി ഇരിക്കുന്ന ഇരിപ്പിൽ, നിൽക്കുന്ന നിപ്പിൽ, ആമേൻ, ഒരു നാണയത്തൊട്ട് ചെലവാക്കാതെ, ഒരു കിലോമീറ്റർ നടക്കാതെ, ഒരു മെഴുകുതിരി കത്തിക്കാതെ ഹൃദയത്തിൻ്റെ വാതിൽ ഇന്ന് രാത്രി യേശു ക്രിസ്തുവിനായി തുറന്നു കൊടുത്ത ലോകത്തിൻ്റെ വെളിച്ചമായ കർത്താവേ, എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് കടന്നു വരണം. പാപത്തിൻ്റെ പടുകുഴിയിൽ നിന്ന് എന്നെ രക്ഷിച്ച് വെളിച്ചത്തിൻ്റെ സമാധാനത്തിൻ്റെ ജീവിതത്തിലേക്കും വരുവാനുള്ള സ്വർഗരാജ്യത്തിൽ സൗജന്യ പ്രവേശനവും സാധ്യമാക്കി തരുവാൻ എൻ്റെ കർത്താവിനെ ഇന്ന് രാത്രിയിൽ എൻ്റെ കർത്താവും എൻ്റെ രക്ഷിതാവും എൻ്റെ ദൈവവുമായി ഞാൻ എൻ്റെ ഹൃദയത്തിൽ വിശ്വസിക്കുകയും അധരം കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുന്നു എന്ന് ഇരിക്കുന്ന നിപ്പിൽ, നിൽക്കുന്ന നിപ്പിൽ ആരേറ്റു പറയുന്നുവോ നിങ്ങളുടെ പേരിന്ന് രാത്രി ജീവന്റെ പുസ്തകത്തിൽ എഴുതപ്പെടുവാൻ ഇടയായിത്തീരും. ഒരു വാക്ക് പറഞ്ഞ് ഒന്നിച്ച് സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിക്കാം. അങ്ങനെ പാപമോചനം പ്രാപിച്ച, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ആത്മനിർഭരം പ്രാപിച്ച് ഉപദേശം കേട്ട് കൂട്ടായ്മ ആചരിച്ച് അപ്പം നുറുക്കി പ്രാർത്ഥന കഴിച്ചു പോന്ന ആ സഭയെ ചേർക്കുവാൻ എൻ്റെ കർത്താവ് വേഗത്തിൽ വെളിപ്പെടാൻ പോവാ.